ഹലോ ഹായ്, വെൽക്കം ടു ഇത് നല്ല കൊമേഡി. ഞാൻ നിങ്ങളുടെ ഹോസ്റ്റ് മിസ്റ്റർ ദിഗംബരൻ. വെൽക്കം ടു ദി ഷോ. ഇത് ഞങ്ങളുടെ 9th എപ്പിസോഡാണ്. സ്പോട്ടിഫൈയിൽ ഞങ്ങളെ കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരു വലിയ താങ്ക്സ്. ഞങ്ങളിപ്പോൾ സ്പോട്ടിഫൈയിൽ മാത്രമല്ല, ആമസോൺ മ്യൂസിക്കിലും ആപ്പിൾ മ്യൂസിക്കിലും അവൈലബിൾ ആണ്. അതുപോലെ നമ്മുടെ യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സിനോട് ഞങ്ങളിപ്പോൾ 31 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ സപ്പോർട്ടിന് വലിയ നന്ദി. തുടർന്നും സപ്പോർട്ട് ചെയ്യുക. നിങ്ങള് അല്ലാത്തവര് സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരോട് ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. പ്രത്യേകിച്ച് മുടക്കൊന്നും ഇല്ലാത്തൊരു പരിപാടിയാണ്. നിങ്ങൾക്ക് ഇനിയിപ്പോ എപ്പോഴെപ്പോഴും ഇങ്ങനെ നിങ്ങളുടെ ഇതിൽ നോട്ടിഫിക്കേഷൻ വരുമെന്നുള്ള ഒരു ഇതാണെങ്കിൽ നിങ്ങൾ നോട്ടിഫിക്കേഷൻ ബെല്ല് ഓണാക്കാതിരുന്നാൽ മതി. ഞങ്ങളവിടെ ഏതെങ്കിലും ഒരു സൈഡിൽ വന്നോളാം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താലേ ഉള്ളൂ. കാര്യം ഞങ്ങൾക്ക് ഒരു മോട്ടിവേഷൻ എന്നുള്ളതിന് പുറമെ യൂട്യൂബിനും നമ്മളോടൊരു സ്നേഹമൊക്കെ വരണമെങ്കിൽ നിങ്ങൾ ഇത്രയും പേര് ചാനൽ കാണുന്നുണ്ട്. കാര്യം ഞങ്ങളുടെ ഇത്രയും ലെങ്തി ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ നിങ്ങൾ കണ്ട് 400 600 അങ്ങനെ ആ റേഞ്ചിലൊക്കെ ഞങ്ങൾക്ക് സപ്പോർട്ട് തരുന്നുണ്ട് പല വീഡിയോകൾക്കും. അപ്പൊ അത് തന്നെ വലിയ കാര്യമാണ്. എന്നാലും നിങ്ങൾ സബ്സ്ക്രൈബും കൂടെ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾക്ക് അപേക്ഷിക്കാനല്ലേ പറ്റൂ, ഞങ്ങളെ ഉപേക്ഷിക്കരുത്. അപ്പം അത് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ നിങ്ങളുടെ ഹോസ്റ്റ് മിസ്റ്റർ ദിഗംബരൻ. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് UDC കുമാരിയാണ്. വെൽക്കം ടു ഹലോ ദി ഹലോ ഷോ. ഹലോ ഹായ്. യെസ്. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ബിഗ് ബോസ് സ്പെഷ്യൽ എപ്പിസോഡാണ്. ഞങ്ങൾ ഓൾറെഡി ഒരെണ്ണം ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ ഫേവറേറ്റ് മത്സരാർത്ഥി ആരാണെന്നും ഞങ്ങളുടെ ഇതുവരെ കണ്ട, അതായത് ഞങ്ങൾ ഡേ 1 തൊട്ടുള്ള എപ്പിസോഡുകൾ കണ്ടു. ഡേ 5 വരെയുള്ള, അതായത് എപ്പിസോഡ് കണക്കാണെങ്കിൽ 1 to 4 വരെ കണ്ടു. വീക്കെൻഡിന് പുതുവിസ്മയ മുമ്പുള്ളത്. കാഴ്ചകൾ, അപ്പൊ അത് ആഘോഷാരവങ്ങൾക്ക് കാഹളം മുഴങ്ങാൻ ഇനി മണിക്കൂറുകൾ അഭിപ്രായം മാത്രം. പറഞ്ഞു ബിഗ് ബോസ് മലയാളം സീസൺ 6 ഞങ്ങൾ ബാക്കിയാണ്. അപ്പം വീക്കെൻഡ് സാറ്റർഡേ സൺഡേ പിന്നെ മൺഡേ ഉള്ള ആ എപ്പിസോഡുകളെല്ലാം കൂടെ കണ്ടിട്ട് എപ്പിസോഡ് 9 ഡേ 8 വരെ ഉള്ളത് വരെ കണ്ടിട്ട് ആണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഇന്ന് ഈ ട്യൂസ്ഡേയിലെ കണ്ടിട്ടില്ല, അത് കാണണം. അത് നെക്സ്റ്റ് എപ്പിസോഡിൽ വരുന്നതായിരിക്കും. അപ്പൊ അതുവരെയുള്ള ഞങ്ങളുടെ വിലയിരുത്തലുകളൊക്കെ ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിൽ പലതിലും മാറ്റം വന്നിട്ടുണ്ട്. ഞങ്ങള് പല കണ്ടസ്റ്റൻസിനും അങ്ങോട്ട് പോരാ, തീരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞവരൊക്കെ ചില പുതിയ ഗെയിമുകളായിട്ട് വരുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ആള്, അതായത് ഞങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു ഇതുള്ള ആള്, പുള്ളി പേഴ്സണൽ ഇപ്പം ബന്ധമുള്ള അതെ, പേഴ്സണൽ ബന്ധമുള്ള ആള്, അങ്ങനെ വേണം പറയാനായിട്ട്. അപ്പൊ പുള്ളി ഇപ്പം ഒരു ഡിഫറെന്റ് ഇതിലോട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഇനി വേണം അവന്റെ ഗെയിം പുറത്തോട്ട് വരാനായിട്ട്. അപ്പൊ അത് ഫസ്റ്റ് എപ്പിസോഡിൽ പറഞ്ഞു, ഇതിലും പറയാം. ഇനി ആദ്യമായിട്ട് കേൾക്കുന്നവരുണ്ടെങ്കിൽ, അർജുനാണ് ഞങ്ങളുടെ ക്ലാസ്മേറ്റ് ആണ് പുള്ളി. അപ്പം അർജുനെ പറ്റിയിട്ടുള്ള ഞങ്ങളുടെ പ്രതീക്ഷകളൊക്കെയാണ് ഞങ്ങൾ കഴിഞ്ഞ എപ്പിസോഡിൽ പങ്കുവെച്ചത്. അന്നേരം അതിന്റെ ക്യാപ്റ്റൻ ആയിരുന്നു. അപ്പം ആ ലിങ്ക് വേണമെങ്കിൽ നമ്മൾ മുകളിൽ എവിടെയെങ്കിലും കൊടുത്തേക്കാം, പോയി ആ കേൾക്കുകയാണെങ്കിൽ അതെ 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 കേൾക്കുക. അതെ അതെ. ഇച്ചിരി കമ്പാരറ്റീവ്ലി ഇച്ചിരി ഒരു ചെറിയ എപ്പിസോഡാണ്, നമ്മുടെ ചെറിയ എപ്പിസോഡുകളിൽ ഒന്നാണ് അത്. അപ്പോൾ അതെ നിങ്ങൾക്ക് അതെ കേൾക്കാൻ ഞങ്ങള് ടൈം ഉണ്ടെങ്കിൽ ഒരു 1 hour മാറ്റി വെക്കുകയാണെങ്കിൽ അത് കേൾക്കാൻ പറ്റും. 1 hour 15 minutes സംതിങ് ഉള്ള ഒരു ചെറിയ എപ്പിസോഡാണ്. ഇത് ഞങ്ങളുടെ മറ്റ് എപ്പിസോഡുകളൊക്കെ ഇച്ചിരി നീളം കൂടാറുണ്ട്, അതുകൊണ്ടാണ്. അപ്പൊ അപ്പൊ അതില് ഇത്തവണ പുള്ളി ക്യാപ്റ്റൻ അല്ല, ക്യാപ്റ്റൻഷിപ്പ് അപ്സരയ്ക്ക് കൈമാറിയിരിക്കുകയാണ്. ഞങ്ങൾ ലാസ്റ്റ് കണ്ടു നിർത്തിയ എപ്പിസോഡിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക്. അപ്പൊ ഇനി വേണം അവൻ പുറത്തേക്ക് വന്ന്, കാര്യം ക്യാപ്റ്റൻ ആയതുകൊണ്ട് തന്നെ പല രീതിയിലും പലർക്കും, അതായത് അവന് കുറച്ചൊന്നും മയത്തിൽ ഒരു ഡിപ്ലോമാറ്റിക് റെസ്ട്രിക്റ്റഡ് ആയിട്ട് ആയിരുന്നു. നിൽക്കാനായിട്ട് പറ്റുള്ളൂ. അതിന്റെ പേരിൽ അവിടെ ഹൗസിലും കുറച്ച് ചോദ്യങ്ങളൊക്കെ വന്നു. ലാലേട്ടന്റെ മുമ്പിലൊക്കെ വന്നു കഴിഞ്ഞു. ചിലരൊക്കെ അതിലുള്ള അതൃപ്തിയൊക്കെ പ്രകടിപ്പിച്ചു. പക്ഷെ അവൻ അങ്ങനെ ഒരു ക്യാപ്റ്റൻ എന്നുള്ള നിലയിൽ അങ്ങനെയല്ല. അവൻ തന്നെ അത് ഡിസ്ക്രൈബ് ചെയ്തത് ഒരു പ്ലേ സ്കൂൾ പോലെ ഉണ്ടെന്നാണ്. അതേ ആ, അതെ അതെ അഭിപ്രായമാണ് UDC കുമാരിക്ക് ഉണ്ടായിരുന്നത്. ഇതെന്താ അതെ അതെ നഴ്സറി അതെ, ഞാൻ സ്കൂൾ. കഴിഞ്ഞ എപ്പിസോഡിൽ അത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു. എനിക്ക് കറക്റ്റ് ഒരു പ്ലേ സ്കൂളിലൊക്കെ ഈ ടീച്ചർമാരൊക്കെ, പ്രത്യേകിച്ച് നമ്മൾ ഈ പഠിപ്പിക്കുന്ന ഏരിയയിലുള്ള ആൾക്കാരാണെങ്കിൽ നല്ലതായിട്ട് അറിയാം. കൊച്ചു പിള്ളേരെ പഠിപ്പിക്കാനാണ് പാട്. അവരിങ്ങനെ കിടന്ന് ഒരിടത്തുനിന്ന് ഒരെണ്ണം ഓടുമ്പോൾ മറ്റിടത്തുനിന്ന് അടുത്തത് ഓടും. എല്ലാത്തിനും അതേ കൂടെ അഭിപ്രായം തന്നെയാണ് പുള്ളിയും പറഞ്ഞത്. അപ്പം നിങ്ങക്ക് മനസ്സിലായി കാണുമല്ലോ, ഏകദേശം ഞങ്ങളൊക്കെ ഒരേ വൈബാണ്. പക്ഷെ അവൻ അവൻ ഇനി വേണം അവൻ അങ്ങോട്ട് അവന്റെ ഗെയിം ശരിക്കും പുറത്തെടുക്കാൻ. കാര്യം അല്ലെങ്കിൽ ആൾക്കാര് പറയും ഒന്നും ചെയ്യുന്നില്ല. അവൻ ഇന്ന് ഒരാളെ നോമിനേറ്റ് ചെയ്തപ്പോൾ നനഞ്ഞ പടക്കം എന്ന് പറഞ്ഞുകൊണ്ട് നോമിനേറ്റ് ചെയ്തു. അതേ അഭിപ്രായം തന്നെ അവനെ കുറിച്ച് ആൾക്കാർ പറയും. പറയും. ഏ, അതെ അതെ. അല്ല, ഓൾറെഡി ഓൾറെഡി
ഓൾറെഡി നമ്മുടെ പറയുന്നവരുണ്ട്. ഫ്രണ്ട്സ് ഒക്കെ, അതായത് നമ്മൾ ഓൾറെഡി എപ്പിസോഡ് ചെയ്തതുകൊണ്ട് എനിക്കറിയാവുന്ന ആൾക്കാർ എപ്പിസോഡ് കേട്ടിട്ട് എന്നോട് പറഞ്ഞു, നിന്റെ ഫ്രണ്ട് അധികം ഒന്നും വിട്ടത്തില്ലല്ലോ, അതെന്താ പുള്ളി അനങ്ങാത്തതൊക്കെ, അനങ്ങൂല്ലേ പുള്ളി? ആ പക്ഷെ അവന് വരുന്ന പുള്ളിക്ക് ചില തഗ് ഡയലോഗുകളൊക്കെ അടിക്കുന്നുണ്ട് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട്. പക്ഷെ പറയുന്നുണ്ട്. അത് ബട്ട് അത് പോരാ. നമ്മൾ പേഴ്സണലി പുള്ളിയെ ഫോക്കസ് ചെയ്യുന്നോണ്ടാണ് നമ്മളത് ശ്രദ്ധിക്കുന്നത്, നമുക്ക് അറിയത്തില്ലല്ലോ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, നമ്മൾ ഇച്ചിരി ബയസ്ഡ് ആണല്ലോ. അതെ അതെ അതെ, ഞങ്ങൾ അവൻ്റെത് എവിടെ അവൻ വന്നു കഴിഞ്ഞാൽ അന്നേരം അത് നോക്കും. അതുകൊണ്ട് ഞങ്ങൾക്ക് അതൊക്കെ കാണാം. പക്ഷെ നാട്ടുകാരത് കണ്ടിരിക്കണം നിർബന്ധമില്ല. അതുകൊണ്ട് അവൻ അവന്റെ ഗെയിം അപ്പ് ചെയ്തേ പറ്റുള്ളൂ ഇനി അവന് പെർഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ. ഈ ആഴ്ചയിൽ അവൻ നോമിനേഷനിൽ വന്നിട്ടില്ല. പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഒന്ന് നോമിനേഷനിൽ വന്നാൽ പുള്ളി കുറച്ചുകൂടെ ഒന്ന് ആക്റ്റീവായിട്ട് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇതുവരെ ഒരു സേഫ് ആയിട്ട് അങ്ങ് നിന്നു. ഇനി അത് നടക്കില്ല. അപ്പൊ അതുകൊണ്ട് അവനത് ചെയ്തേ പറ്റുള്ളൂ. എനിവേസ്, അപ്പൊ എന്തൊക്കെ സംഭവങ്ങളാണ് നടന്നതല്ലേ. നമ്മുടെ രതീഷ് അണ്ണൻ അങ്ങനെ എലിമിനേറ്റ് ആയിട്ടിരിക്കുകയാണ്. പക്ഷെ ഞാൻ ഇവളോട് പറഞ്ഞു, ഞാൻ ആദ്യത്തെ എപ്പിസോഡിന്റെ ഞങ്ങൾ കണ്ടോണ്ടിരുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, ഫസ്റ്റ് വീക്ക് അങ്ങനെ എലിമിനേഷൻ ഒന്നും ഉണ്ടാവാറില്ല. സെക്കൻഡ് വീക്കിലേക്ക് ആയിരിക്കും. അതും സാധാരണഗതിയിൽ ബിഗ് ബോസ്, ഞാൻ കണ്ട ബിഗ് ബോസിന്റെ ഒരു ചരിത്രമൊക്കെ വെച്ചിട്ടാണെങ്കിൽ കൂടുതലും പ്രായമുള്ള കുറച്ച് പേരെ അങ്ങനെ ബിഗ് ബോസ് കൊണ്ട് ഇടും. ഇങ്ങനെ കുറച്ച് പെട്ടെന്ന് ഔട്ടാകാൻ വേണ്ടിയിട്ട് അവരുടെ ഇതൊക്കെ വെച്ചിട്ട് അങ്ങനെ കുറച്ച് പ്രായമുള്ള ആൾക്കാരൊക്കെയാണ് ആദ്യം പോവാറ്. പക്ഷെ ഇത്തവണ അതും അവർക്ക് ഇത്രയും ഓടി നടന്ന് ഒരാഴ്ചക്കുള്ളിൽ ഒരു 70 ദിവസത്തെ കണ്ടന്റ് ഉണ്ടാക്കി കൊടുത്ത ഒരു മനുഷ്യനെ തന്നെ എടുത്ത് ചവിട്ടി പുറത്താക്കിയവര്. അതെ, എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് കണ്ടന്റ് ഇച്ചിരി കൂടിപ്പോയതാണ് പ്രശ്നം. കൂടുതൽ നന്നായി പോയ ചേട്ടാ. എന്താ സാർ കൂടുതൽ നന്നായി പോയിരുന്നു. അതാണ് ഇത് ഈ കഴിഞ്ഞ ഈ മണിക്കുട്ടന്റെ സീസണിൽ ഇപ്പം മറ്റേ ഫിറോസ് സജ്ന ദമ്പതികളുണ്ടായിരുന്നു. അവർ ഇപ്പൊ ദമ്പതികളല്ല, പക്ഷെ അന്നേരം ദമ്പതികളായിരുന്നു. ആ സമയത്ത് അവർക്ക് അവര് ഇതുപോലെ ലവ് സ്റ്റോറി ഉണ്ട് അതിനകത്ത്. അല്ലല്ലല്ല, അവര് ആക്ച്വലി കപ്പിൾസ് ആയിരുന്നു. ഓ പക്ഷെ ഇപ്പൊ അവര് ഡിവോഴ്സ് ആയിരുന്നു. അപ്പം അന്നേരം കപ്പിൾസ് ആയിട്ട് അകത്ത് വന്ന സമയത്ത് അവര് ഇതുപോലെ അവരുടെയും കണ്ടന്റ് ഒക്കെ കൊള്ളായിരുന്നു. പക്ഷെ ഇടയ്ക്ക് ഇങ്ങനെ ഈ ചില വാക്കുകളുടെ ചില പ്രയോഗങ്ങളൊക്കെ ഇച്ചിരി കടുത്തു പോയിട്ടേ രണ്ടിനെയും ചവിട്ടി പുറത്താക്കിയായിരുന്നു. അപ്പം ഇതും അതുപോലത്തെ ഒരു അല്ല ഇത് ഇത് ആക്ച്വലി പുള്ളി നമുക്ക് അതായത് ഇച്ചിരി ജെൻഡർ ബയസ് ഉണ്ടോ എന്ന് നമുക്ക് തോന്നുന്ന തരത്തിലുള്ള കമന്റ്സ് ആണ് പുള്ളിയുടേത്. അപ്പം അത് എന്ത് ജെൻഡർ എന്നില്ല, പുള്ളി മെയിൽ ഒഴിച്ച് ബാക്കി എല്ലാ ജെൻഡറിനെയും അതെ അതെ അതെ, ആദ്യം നമ്മൾ ഓർത്ത് മറ്റേ ജാൻമോണിയുടെ അടുത്ത് വെച്ച് അതുണ്ടാവുള്ളൂ. പക്ഷെ ഇതല്ല, ഇത് സ്ത്രീകളുടെ കാര്യത്തിലാണെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കാര്യം ലാലേട്ടന്റെ മുമ്പിൽ നിന്നിട്ട് പവർ ടീമിൽ കയറിയ സ്ത്രീകൾക്കൊക്കെ ഭയങ്കര അഹങ്കാരമാണ്. അങ്ങനെയൊക്കെ പറഞ്ഞോണ്ട്. പക്ഷെ ഗബ്രി അവൻ ഇതൊക്കെ ചെയ്തു, അവൻ കുഴപ്പമില്ല. ഗബ്രി കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ അറിയാം അവന് പവർ. ബട്ട് ലേഡീസിന് മിസ്യൂസ് ചെയ്യാനേ അറിയത്തുള്ളൂ എന്ന് പറയും. അവൻ കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്തതാണ് മറ്റേ നോറയ്ക്ക് ഫുഡ് കൊടുക്കില്ലെന്ന് അറിഞ്ഞതും അൻസിലയുടെ അടുത്ത് വെള്ളം എടുത്തോണ്ട് പോകാന്നൊക്കെ, റോക്കിബായുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു സ്ലേവിനെ പോലെ പെരുമാറിയതും ഒക്കെ. അതാണ് അവൻ കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്തത്. അത് അങ്ങനെ യൂസ് ചെയ്താലേ അണ്ണന് പറ്റുള്ളായിരുന്നു എന്ന് തോന്നുന്നു. എന്താണൊരു ഇനിയിപ്പോ അണ്ണനെ പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യം അണ്ണൻ ഓൾറെഡി പുറത്തായി. അപ്പൊ ഞങ്ങൾ കണ്ട എപ്പിസോഡില് ലാലേട്ടൻ വരുന്നതിന് മുമ്പുള്ള എപ്പിസോഡിൽ ഇച്ചിരി ഭീകരമായിട്ടുള്ള ചില ഇതൊക്കെ ഉണ്ടായി. അതായത് സുരേഷിനായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് വന്നത്. അതിന് തുടക്കം ഇട്ടത് നമ്മുടെ അർജുനാണ്. അവിടെ കുറ്റാനാണ് നൈസ് സൈഡ്. അത് അവനെ ചൊറിയാൻ പോയിട്ടാണ്. പുള്ളി നോമിനേറ്റ് ചെയ്യാൻ പോയപ്പോ തന്നെ ക്യാപ്റ്റനെ നോമിനേറ്റ് ചെയ്തുകൊണ്ടാണ് തുടങ്ങിയത്. അതായത് ഒന്നിനും കൊള്ളത്തില്ലാത്ത ക്യാപ്റ്റനാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, അത് ചൊറിഞ്ഞിട്ടാണ്. ഇല്ലെങ്കിൽ അവനൊന്നും പറയത്തില്ലായിരുന്നു. അവന്റെ ഒരു നോർമൽ അവനൊന്നും പറയത്തില്ലായിരുന്നു. ഇത് എല്ലാവരുടെ മുമ്പ് വെച്ചിട്ട് കഴിവില്ല മറ്റേയില്ല. കാര്യം ആ വീട്ടിലെ അവന് ബാക്കിയുള്ളവർക്കൊക്കെ അത്യാവശ്യം അവൻ ഓക്കെയാണ്. റോക്കി ബായ് അല്ലാതെ വേറെ ആരും ഇതേ അഭിപ്രായം പറഞ്ഞു കേട്ട്. റോക്കി ബായുടെ അവൻ കഴിവിന്റെ കാര്യമല്ലേ പറഞ്ഞു, അവൻ പവർ ടീമിൽ എടുത്ത അംഗങ്ങളുടെ പേരിലാണ് റോക്കി ബായ് പറഞ്ഞത്. അതെനിക്ക് തോന്നുന്നു പൊതുവെ ആൾക്കാർക്കും അതിനൊരു പ്രശ്നം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പുറത്തുള്ള ഓഡിയൻസിനും ഒരു പവർ ടീം അത്ര അങ്ങോട്ട് പവർ അല്ല എന്ന് പറയുന്ന ഒരു അവസ്ഥ ശ്രീരേഖയുടെ ആ ബ്രില്യന്റ് ആയിട്ടുള്ള ഒരു മാസ്റ്റർ പ്ലാനിൽ ചെയ്ത് കഴിഞ്ഞപ്പോ അവന് വേറെ ഫേവർ ചെയ്ത് കൊടുക്കാനുള്ളതൊന്നും പറ്റിയില്ല. അപ്പൊ ആ കൂട്ടത്തില് കുറെ എണ്ണം വലിഞ്ഞേറി വന്നു.
ഉം. പക്ഷെ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്ത് സംഭവിച്ചു? അവർക്കൊരു ഒരു പവർ ഇല്ലാത്ത ഒരു ടീമായിരുന്നു ഓ, സത്യം പറഞ്ഞത്. അത് എന്തിനാണ് പറഞ്ഞപ്പോഴാ സത്യം പറഞ്ഞാലേ ഞാന് ഇത് ഞങ്ങള് ഇതില് ഇപ്പൊ ഈ സീസൺ സത്യം പറഞ്ഞാൽ നമ്മള് കാണണം എന്ന് വിചാരിച്ചപ്പം കൂടുതൽ എന്നെ എൻകറേജ് ചെയ്തത് ദിഗംബരനായിരുന്നു. എനിക്ക് കാണണ വേണ്ട അവസ്ഥയാണ് ആയിരുന്നു. അപ്പോൾ ഫസ്റ്റ് എപ്പിസോഡ് ഞങ്ങൾ ചെയ്ത് കഴിഞ്ഞപ്പം പിന്നെ ഞങ്ങൾക്കൊരു വലിയ ഗ്യാപ്പ് വന്നു. ഒരു മൂവി റിവ്യൂ ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ട് അത് ചെയ്യാൻ ആ മൂവി കണ്ടു, പിന്നെ റീവാച്ച് ചെയ്തു. അതിൻ്റെ എപ്പിസോഡ് പുതിയ എപ്പിസോഡ് വരുന്നുണ്ടാവും, പ്രോബ്ലി ഇതിന് തൊട്ട് മുമ്പേ വരും. സോ ഡു ചെക്ക് ദാറ്റ് ഔട്ട്. അപ്പം ഞാൻ പറയാൻ വന്നത്, അപ്പോൾ അത് ചെയ്യാൻ പോയിട്ടൊരു ബ്രേക്ക് വന്നു. അപ്പോൾ എനിക്ക് പിന്നീട് അതങ്ങോട്ട് ചെയ്യണോ വേണ്ടായോ, എനിക്കങ്ങോട്ട് ബിഗ് ബോസ് പിന്നെ അങ്ങോട്ട് കാണാനൊരു ഇച്ചിരി ഒരു മടി. അത് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പൊതുവേ പൈങ്കിളി പ്രേമത്തിൻ്റെ ആളല്ല. എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ഒരാളാണത് എനിക്ക്. അതായത് ഞാനങ്ങനെ ഈവൻ കുഞ്ഞിലെ ആണെങ്കിൽ പോലും, അതായത് നമ്മുടെ ടീനേജ് ഇയേഴ്സിലാണെങ്കിൽ പോലും ഞാനങ്ങനെ ഇംഗ്ലീഷ് പടത്തിലാണെങ്കിലും മലയാളം പടത്തിലാണെങ്കിലും കണ്ടിട്ട്. പക്ഷേ എനിക്ക് ഇപ്പോൾ ഈ മൊയ്തീനൊക്കെ പോലെയുള്ള ഇച്ചിരി സീരിയസ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ എനിക്കിഷ്ടമാണ്. ഇന്ന് നിൻ്റെ മൊയ്തീൻ ഫിലിമൊക്കെ പോലെ, അല്ലെങ്കിൽ ദേവദൂതനൊക്കെ പോലെ ഇച്ചിരി സീരിയസ് ആയിട്ടുള്ള പ്രേമങ്ങളൊക്കെ എനിക്ക് കാണാം, കുഴപ്പമില്ല. ബട്ട് ഇച്ചിരി ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കിത് കണ്ടുകൊണ്ടിരിക്കാൻ പാടാണല്ലോ. അത് ഇച്ചിരി റിയലിസ്റ്റിക് ആണെങ്കിൽ, അത് ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ അൾട്രാ റിയലിസ്റ്റിക് ആണല്ലോ. അൾട്രാ റിയലിസം പ്ലസ് പൈങ്കിളി പ്രേമം കൂടെ വരുമ്പോഴത്തേന് ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. അപ്പം അതിൻ്റെ കുറേ ഹിൻസ് നമുക്ക് ഫസ്റ്റ് ആദ്യത്തെ 5 എപ്പിസോഡിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പ്രതീക്ഷിച്ചായിരുന്നു ഇങ്ങോട്ടും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പം എനിക്കിത് കാണാൻ വേണ്ടി ഒരു മടി ഉണ്ടായിരുന്നു. അപ്പോൾ ദിഗംബരനാണ് എന്നെ ലെറ്റ്സ് വാച്ച് എന്നും പറഞ്ഞുകൊണ്ട് എന്നെ തിരിച്ചു കൊണ്ടുവന്നത്. പിന്നെ ചെയ്യാണ്ട് ഞാൻ ഒറ്റയ്ക്കാണല്ലോ, നീ കൂടെ വേണം. എന്തിനു വേണ്ടിയായിരുന്നു ഇത്? പക്ഷെ ഞാൻ ആ ഒരു ആംഗിൾ, അത് നമുക്ക് പിന്നെ അങ്ങോട്ട് പറയുമ്പോൾ പറയാം. ആ ഒരു ആംഗിൾ ഒഴിച്ച് ബാക്കി എനിക്ക് അങ്ങോട്ട് ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട് സത്യം പറയാം. ഞങ്ങൾ രണ്ടുപേരോട് ഇരുന്ന് ആൾക്കാരെ വെറുതെ ക്രിട്ടിസൈസ് ചെയ്യുക, വെറുതെ കുത്തി പറയുക, അങ്ങനെ പറയുക, ഒരു രസമുണ്ട്. ഞങ്ങൾ രണ്ടുപേരോട് എൻജോയ് ചെയ്യുകയാണ് പ്രോസസ്സ്. കാര്യം ഇതിന്റെ ഒരു പ്രത്യേകത ആണല്ലോ. ഇപ്പൊ ഒന്ന് ആലോചിക്കും, ഇപ്പൊ ലൈവ് ഒക്കെ കാണുന്ന ആൾക്കാരാണെങ്കിൽ വേറൊരാളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ ആ സ്ഥലത്ത് പോലും ഇല്ല. ലൈക്ക് ഒരു ഫ്ലൈ ഓൺ എ വാൾ എന്നൊക്കെ പറയുന്ന പോലെ വേറൊരു സ്ഥലത്തിരുന്നുകൊണ്ട് നിങ്ങളൊരാളുടെ ജീവിതത്തിൽ എന്താണ് നടക്കുന്നതെന്ന് ഇങ്ങനെ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു പ്രക്രിയ ഉണ്ടല്ലോ, അതൊക്കെ അത് ഇച്ചിരി ഞാനിത് ഓഫ് ടോപ്പിക് പോവാണ്. ഓഫ് ടോപ്പിക് അല്ല ആക്ച്വലി, ഈ ഒരു കോൺസെപ്റ്റ് നമുക്ക് പഠിക്കാനുള്ള ഒരു കോൺസെപ്റ്റ് ആയിരുന്നല്ലോ. അപ്പോൾ ഇത് ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആണ്. ഒരു സോഷ്യൽ എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇത്ര അങ്ങ് ഡീപ്പായിട്ട് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇത് നമ്മൾ ശരിക്കും ഒരു ലാബ് വർക്ക് ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. അതായത് പെനോപ്റ്റിക് കോൺസെപ്റ്റ് നമ്മൾ പഠിക്കുമ്പോൾ നമുക്കത് ജസ്റ്റ് ഓക്കെ അങ്ങനെ, പക്ഷെ ഇത് ശരിക്കും നമ്മളൊരു ഈ ലാബ് റാറ്റിനെയൊക്കെ ഇട്ടിട്ട് അത് നമ്മൾ വിറ്റ്നസ് ചെയ്യുന്ന പോലെ ഉണ്ടായിരുന്നു. എനിക്ക് അങ്ങനെയാണ് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത്. അതെ ഇങ്ങനെ ഇപ്പൊ ഓരോരോ കെമിക്കൽസ് ഒക്കെ അങ്ങോട്ട് ഇറക്കി വിട്ടിട്ട് അവരെ അങ്ങോട്ട് അഗ്രസീവ് ആക്കുക, അല്ലേ അങ്ങനെയൊക്കെ അതായത് ഞങ്ങളെല്ലാരും BA ലിറ്ററേച്ചറാണ് പഠിച്ചത്. അതായത് ഞാനും ദിഗംബരനും ചക്രപാണിയും എല്ലാവരും ലിറ്ററേച്ചറാണ് പഠിച്ചത്. അപ്പം ഞങ്ങൾക്ക് ഇത് പഠിക്കാനുള്ള ഒരു കോൺസെപ്റ്റ് ആയിരുന്നു ഈ പെനോപ്റ്റിക്കോൺ എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഏതൊരു വാച്ച് ടവറിൽ നിന്ന് ബിഗ് ബോസ്, അല്ലെങ്കിൽ അതായത് ഇവിടെ ബിഗ് ബോസ് ആണ്, അല്ലെങ്കിൽ ബിഗ് ബ്രദർ ആണ് ഇംഗ്ലീഷ് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ദ ഐ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് എല്ലാവരും ഇങ്ങനെ കാണുന്നുണ്ട്. ഒരു ദൈവം പോലത്തെ ഒരാളിങ്ങനെ എല്ലാവരും കാണുന്നുണ്ട്. അപ്പോൾ ചുറ്റിനുമുള്ള ജയിൽ സെല്ലുകളിൽ അല്ലെങ്കിൽ റൂമിൽ കിടക്കുന്ന ആൾക്കാർ അവരെ എക്സ്പെരിമെൻറ്റ്സ് ആണ്. അതായത് പെട്രി ടിഷ് പോലത്തെ അവസ്ഥയിൽ കിടക്കുന്ന ആൾക്കാരെ അവർ കാണുക, മുകളിൽ നിന്ന് കാണുക. അപ്പം എന്നിട്ട് അവരിങ്ങനെ ഓരോ എക്സ്പെരിമെൻറ്റ്സ് അഴിച്ചുവിടും. എന്നിട്ട് നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് ഇങ്ങനെ നോക്കുന്ന, മുകളിൽ നിന്ന് നോക്കുന്ന ഒരു ദൈവം പോലത്തെ വ്യക്തി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കുമ്പോൾ നമുക്കിത് കാണാൻ പഠിക്കുന്ന ഒരു സാധനം. പക്ഷെ ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. എനിക്കിത് കാണാൻ തോന്നിയപ്പോൾ ഞാനിങ്ങനെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചത് ശരിക്കും കൊള്ളാം എന്നെനിക്ക് തോന്നി. ഭയങ്കര ഇച്ചിരി വിയേർഡാണ്, ഇച്ചിരി ഓക്വേർഡാണ്. കാരണം നമ്മളും ഇന്നവേ ഭയങ്കരമായിട്ട് ട്വിസ്റ്റഡ് ആവുമല്ലേ ആളുടെ ജീവിതത്തിലേക്ക്. അതും ഭയങ്കരമായിട്ട് ഇറങ്ങി ചെല്ലാണ്. അവരുടെ വാഷ്റൂമിൻ്റെ വെളിവശം വരെ നമുക്ക് കാണാം. അവരകത്ത് എന്താ ചെയ്യുന്നതെന്ന് കാണത്തില്ലെങ്കിലും നമുക്ക് അവരകത്തോട്ട് കയറി പോകുന്നിടം വരെ നമുക്ക് കാണാം. ഇച്ചിരി ഭയങ്കര ഇൻട്രൂസീവ് ആണ് ഇന്നവേ. ഇച്ചിരി നമ്മളെ തന്നെ ഒരു ട്വിസ്റ്റ് ചെയ്യിപ്പിക്കുന്ന, കാണുന്നവനെ
കളിക്കുന്നവനെയും അതിൻ്റെ അതിൽ ബിഗ് ബോസും പിന്നെ പാവം എൻ്റെ ലലിറ്റൻ ഹോസ്റ്റും എല്ലാവരും ഭയങ്കര ട്വിസ്റ്റഡ് ആക്കുന്ന ഒരു വൃത്തികെട്ട പ്രവണതയുണ്ട് ഇതിന്. പക്ഷെ അതെന്തോ ഒരാളുടെ സൈഡ് നമ്മൾ പിടിക്കുന്നു, നമ്മൾ അവരുടെ ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ അവരെ ജഡ്ജ് ചെയ്യുന്നു, അവരെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുന്നു, അല്ലെങ്കിൽ നോമിനേഷനിൽ വരുമ്പോഴത്തേക്ക് വോട്ട് ചെയ്യാതെ അവരെ തോൽപ്പിക്കുന്നു. അങ്ങനെയൊക്കെ ഒരു പവർ നമ്മുടെ ഇതിലോട്ട് വരികയാണ്. അവിടെ ഒരു പേഴ്സണൽ സ്പേസ് എന്നുള്ള കാര്യമില്ല. ഇതൊരു സോഷ്യൽ എക്സ്പെരിമെന്റ് ആണ്. അപ്പൊ എന്റെ അമ്മ എന്റെ മാതാജീനെ ഞാൻ ഇയാള് വിളിച്ച സമയത്ത് ഞാനിങ്ങനെ അമ്മയോട് സംസാരിച്ചപ്പോ ഞാനിങ്ങനെ അമ്മ ബിഗ് ബോസിന്റെ ഇത് ഓണായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു, അമ്മ എന്റെ കൂടെ പഠിച്ച ഒരു ഫ്രണ്ട് ഉണ്ട് അതിന്റെ അകത്ത് എന്നിങ്ങനെ അമ്മക്ക് ഇങ്ങനെ കാണിച്ചു. അപ്പൊ അങ്ങനെ പറഞ്ഞു, ഞാനിപ്പോ കാണാറില്ല, എന്തോ ഭയങ്കര തല്ല് ഇപ്പൊ ഏത് നേരം നോക്കിയാലും തല്ല് പിടിക്കാനേ നിങ്ങക്ക് നേരെ ഉള്ളൂ, വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാല് കിടന്ന് അലക്കുക. ഞാൻ ഈ വീക്കെൻഡിൽ വന്നിട്ട് വീക്കെൻഡിൽ ഇങ്ങനെ കാണിക്കില്ല എന്താണ് ഇതെന്ന് പറഞ്ഞുകൊണ്ട് അതിങ്ങനെ കണ്ടിട്ട് ലാലേട്ടനെ കണ്ടുകൊണ്ട് പോവുകയാണ്. അപ്പൊ അത് മാത്രമല്ല അവിടെ നടക്കുന്നത്, ഈ അടിയിലൊക്കെ ഇടയിലും നമുക്ക് ചിന്തിക്കാൻ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അപ്പൊ ഇങ്ങനെ നമ്മുടെ അർജുനെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കാണ്, അർജുന്റെ ചാൻസ് വന്നപ്പോഴത്തേക്കും പുള്ളി രതീഷിന്റെ മറ്റേ ജാൻമണിയുമായിട്ടുള്ള ഇഷ്യൂ എടുത്ത് നൈസായിട്ട് അങ്ങ് തിരികൊളുത്തി വിട്ട് കഴിഞ്ഞിട്ട്, പക്ഷെ തിരി കൊളുത്തി വിട്ടെന്നേ ഉള്ളു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഓരോരുത്തരും വന്നു കഴിഞ്ഞപ്പം നോമിനേഷൻ അല്ലെങ്കിൽ ഒരു ആൾ എന്തെങ്കിലും ഒരു റീസൺ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതേ പിടിച്ചിട്ട് അങ്ങ് ബാക്കിയുള്ളവർ ഇങ്ങനെ പുറകെ ഇങ്ങനെ നൂലമാല പോലെ ഇങ്ങനെ വരുവാണ്. അങ്ങനെ വന്നപ്പോഴേ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡില് പറഞ്ഞിരുന്നു, അൻസിബ അവിടെ എന്തുവാ ചെയ്യുന്നത്, അവിടെ വന്നിരുന്നിട്ട് ഉറക്കം തന്നതാണ് ഇങ്ങനെ ഇരിക്കുകയാണെന്ന്. പക്ഷെ അൻസിബ നൈസായിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഒബ്സർവ് ചെയ്യുകയായിരുന്നു. ജോർജ് കുട്ടിയുടെ മകളല്ലേ, അപ്പൊ ഇങ്ങനെ അച്ഛൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്തൊക്കെ ചെയ്യണമെന്ന്. അതൊക്കെ ഇങ്ങനെ കണ്ടു വെച്ചിട്ടേ നൈസായിട്ട് അതിന്റെ ഇടയിൽ ഒരു ബോംബ് അങ്ങിട്ട് പൊട്ടിച്ചു. ഒരു ചതുരംഗ കളി എന്നൊക്കെ പറയുന്ന പോലെ പുള്ളിക്കാരി പറയാണ്, സുരേഷിനെ കുറിച്ചിട്ട് രതീഷ് വന്നിട്ട് എന്നോട് സംസാരിച്ചപ്പോൾ പെണ്ണുങ്ങളുടെ മനസ്സാണ് എന്നൊക്കെയുള്ള കമന്റുകളൊക്കെ പറഞ്ഞു. അതിന് പുറമെ പുള്ളി ഗേ ആണ് എന്ന ആ ഒരു ചെറിയ വാക്ക്, ഗേ ആണ് എന്ന് പറഞ്ഞതേ ഉള്ളൂ. ആക്ച്വലി പുള്ളി ഗേ തീർന്നവിടെ. ആണെന്ന് പറഞ്ഞില്ല. പുള്ളി പറഞ്ഞത് പെണ്ണുങ്ങളുടെ മനസ്സാണ്, എന്റെ പുറകെ പെണ്ണിന്റെ വിട്ട് നടക്കുകയാണെന്നേ പറഞ്ഞുള്ളൂ. അതിന് പക്ഷെ പുള്ളിക്കാരി ഒരു ആ ലേബൽ ഒരു അങ്ങ് കൊടുത്തു. അപ്പൊ ലേബൽ കൊടുത്തപ്പോ പക്ഷെ പ്രശ്നമായി. ആ ഒരു മീനിങ്ങിലുള്ള വാക്കുകളൊക്കെയാണ് പറയുന്നത്. ഗേ എന്ന് വെച്ചാൽ ഗേ എന്ന് പറയുന്നത് പെണ്ണുങ്ങളുടെ മനസ്സ് അങ്ങനെയൊന്നും അല്ല. പക്ഷെ പുള്ളി ഉദ്ദേശിക്കുന്ന ആ ഒരു ടോണിലാണല്ലോ. പുള്ളി ഒരു പുരുഷനാണ്, എന്നിട്ടും ഒരു പുരുഷനായി എന്റെ പുറകെ അങ്ങനെയൊക്കെ നടക്കുന്നു എന്നുള്ള രീതിയിൽ അങ്ങനെ. എന്നാൽ സുരേഷിന് ഒരു ഫാമിലിയും കുടുംബമൊക്കെ ഉണ്ട്. ഇങ്ങേര് ആദ്യമേ ജാൻമോണിനെ കുറിച്ച് പറഞ്ഞു തന്നെ, അത് സുരേഷ് അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും എന്റെ കുടുംബത്തിനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് എന്നാ പിന്നെ എനിക്ക് അങ്ങോട്ട് കയറി അറ്റാക്ക് ചെയ്യാലോ എന്നുള്ള രീതിയിൽ പുള്ളി അതൊക്കെ എടുത്ത്, എന്നിട്ട് ബാക്കി പുള്ളീനെ കാണുമ്പോഴത്തേക്ക് വന്നിട്ട് എന്റെ ചേട്ടനെ പോലെയാണ്, അച്ഛനെ പോലെയാണ് എന്നൊക്കെ പറഞ്ഞു. ബാക്കിയുള്ളവരുടെ അടുത്ത്, ബിഗ് ബോസിന്റെ അടുത്ത് ചെറ്റയാണ് എന്നൊക്കെ പറയുന്നു. എന്നിട്ട് ഇവരുടെ എല്ലാം അടുത്ത് പോയിരുന്നിട്ട് പുള്ളി ഇങ്ങനെയാണ്, ആണുങ്ങളുടെ പോലെ എന്റെ പുറകെ പെണ്ണുങ്ങളുടെ മനസ്സുമായിട്ട് ഇങ്ങനെ നടക്കുകയാണ്, എന്റെ അടുത്ത് ഇങ്ങനെ കുണിങ് വന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെയൊക്കെ ഉള്ള ടോണിലൊക്കെ സംസാരിച്ചു. പക്ഷെ അൻസിത അത് എടുത്തിട്ട് കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് തിരി കൊളുത്തി. പിന്നെ എല്ലാരും അങ്ങോട്ട് വന്നു. സിജോയൊക്കെ വന്നിട്ട് ഗേ ആയാലും എന്താ പ്രശ്നം, ഗേ ആയാലും എന്താ പ്രശ്നം, ഗേക്ക് എന്താ കുഴപ്പം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ അടി. ബിഗ് ബോസ് അന്നേരം ഞാൻ ആലോചിച്ചു ബിഗ് ബോസിന്റെ ഒരു അവസ്ഥ. ബിഗ് ബോസ് അതിനു മുമ്പ് ഇതെല്ലാം പറഞ്ഞൊന്ന് സോൾവ് ചെയ്ത് ഈ വിഷയം നിങ്ങൾ ഒതുക്കിയത്. ഇനി അതെ അതെ. ചർച്ച ചെയ്യണ്ട. കാര്യം അവർക്കത് പ്രശ്നമല്ലേ. കാര്യം ഇങ്ങനെ ഫിസിക്കൽ അല്ല സെക്ഷൽ ഹറാസ്മെന്റ് എന്നുള്ള രീതിയിലാണ് സുരേഷ് അത് പ്രസന്റ് ചെയ്തത്, അത് പറഞ്ഞത്. പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇവരുടെ എഗ്രിമെന്റിൽ തന്നെ ഉള്ളത് ഫിസിക്കൽ ആയിട്ടുള്ള ഇത് അല്ലെങ്കിൽ മെന്റൽ ആയിട്ടുള്ള, അങ്ങനെ മെന്റൽ എന്തായാലും ഉണ്ടാകും, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സെക്ഷൽ ഹറാസ്മെന്റ് അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും വരത്തില്ല, ഞങ്ങൾ നോക്കിക്കോളാം എന്നുള്ള ഉറപ്പിലാണ് അവരെ ഇങ്ങോട്ട് കയറ്റി വിട്ടിരിക്കുന്നത്. അപ്പൊ അതങ്ങനെ ഇങ്ങനെ ലീഗലായിട്ട് മൂവ് ചെയ്യുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസിന്റെ ടീം പെടും. അതുകൊണ്ടാണ് അവരത് നൈസായിട്ട് അത് തന്നെ കൂടുതൽ അങ്ങോട്ട് ആളെ കത്തിക്കണ്ട എന്നുള്ള രീതിയിൽ അവരതൊരു വിധത്തിൽ ഒതുക്കി വെച്ചിരുന്നതാണ്. അപ്പൊ അതാണ് ഇവിടെ പുറപ്പെട്ടത്. അതിന് പുറപ്പെട്ട് തിരിച്ചെത്തിയത് നമ്മുടെ സെക്കൻഡാണെന്ന് ആരും കണ്ടില്ല. അത് ആരും ഈവൻ ശ്രദ്ധിച്ചില്ല. ഇത്രയും പ്രശ്നമായി കഴിഞ്ഞപ്പോഴും ബിഗ് ബോസ് വിളിപ്പിച്ചത് സിജോവിനെയാണ്. കാരണം സിജോ അവിടെ കിടന്ന് അലച്ചത് കൊണ്ടായിരിക്കാം, ബട്ട് സ്റ്റിൽ സിജോ ആണ് അതിന് കാരണക്കാരൻ, നീയാണ് അതിന് ഫ്യൂവൽ ആഡ് ചെയ്തത്, എന്താണ് എരുതിയിൽ എണ്ണ ഒഴിക്കാൻ നോക്കുകയാണോ എന്ന് ബിഗ് ബോസ് ചോദിക്കുകയും ചെയ്തു കൺഫ്യൂഷൻ റൂമിൽ വിളിച്ചിട്ട്. പക്ഷെ ശരിക്കും
അല്ല തുടക്കം ഇട്ട് കൊടുത്ത് അവൻ അവിടെ നിന്ന് പിന്നെ ചോദിക്കുന്നുണ്ടായിരുന്നു സിജോയുടെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സിജോ ഇത് നേരത്തെയും സംസാരിക്കാൻ നോക്കിയിട്ടാണല്ലോ അവരെ വിളിച്ച് സോൾവ് ചെയ്തതാണല്ലോ. അതുകൊണ്ടാണ് സിജോനെ തന്നെ ബിഗ് ബോസ് തെരഞ്ഞു പിടിച്ചത്. ആ ഒരു ഭാഗത്തിൽ പുള്ളി ഇങ്ങയുടെ കാര്യം അങ്ങ് പോയി. ഭയങ്കര മിസ്സായി. അപ്പൊ എന്നിട്ട് പിന്നെ രതീഷിന്റെ അടുത്ത് രതീഷാണെങ്കിൽ അവിടെ കൺഫെഷൻ റൂമിൽ ഇരുന്നിട്ട് പ്രഷർ കയറിയിട്ടാണ് ബിഗ് ബോസ് ഞാൻ എന്റെ സ്വന്തം ചേട്ടനെ പോലെ എന്നൊക്കെ പറഞ്ഞ് വികാരതീന് ഇതിന്റെ കളി അന്നേരെ ഇങ്ങോട്ട് പറഞ്ഞു, എടുക്കണ്ട അതൊക്കെ. ബിഗ് നിന്റെ ബോസ് നാടകം ഒന്നും ഇവിടെ ആവശ്യമില്ല, നിങ്ങളുടെ ഷോ എന്താ ഇവിടെ താല്പര്യമില്ല. അതെന്തോ ബിഗ് ബോസ് അങ്ങനെ ഒരു വർത്താനം പറയുന്നത്? ഇവരെല്ലാവരും ഷോയ്ക്ക് വേണ്ടിയിട്ടല്ലേ ഇവിടെ വന്ന് കളിക്കുന്നത്, എന്നിട്ട് ഇപ്പൊ ഷോ ഒന്നും വേണ്ടെന്ന് അതെന്ന് തോന്നുന്നു. പാവം. അവരുടെ പക്ഷെ ഷോ ഒന്നും വേണ്ട. എനിക്ക് സത്യം പറഞ്ഞാൽ ഇത് ബെറ്റർ ആയെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഈ പുള്ളി ഉണ്ടല്ലോ, പുള്ളിക്ക് നാക്കിനൊരു കൺട്രോൾ ഇല്ല. പുള്ളിയെ വാൺ ചെയ്തതാണ്, പുള്ളിയോട് പറഞ്ഞതാണ് ഇങ്ങനെ സംസാരിക്കരുതെന്ന് പറഞ്ഞിട്ടും ലാലേട്ടൻ പറഞ്ഞിട്ട് പോലും പുള്ളിക്കൊരു കൺട്രോൾ ഇല്ല. പുള്ളി ഇങ്ങനെ ഒരു കൺട്രോൾലെസ് ആയിട്ട് ഇങ്ങനെ ഒരു ചങ്ങലയില്ലാത്ത പെട്ടിയുടെ കുട്ടൊക്കെ ഇറങ്ങി ഓട്ട് വേണം. ഒരു നാക്കിനൊരു കൺട്രോൾ ഇല്ല പുള്ളിക്ക്. അതൊരു പ്രശ്നമാണ്. കാരണം ആളുകൾക്ക് ഈ പറഞ്ഞ പോലെ നമ്മൾ സോഷ്യൽ എക്സ്പെരിമെൻ്റ് ആണെന്ന് മുമ്പേ പറഞ്ഞപ്പം പല തരത്തിലുള്ള ആൾക്കാരല്ലേ കാണുന്നത്, പല ജെൻഡറിലുള്ള പല ഐഡൻറ്റിറ്റിയിലുള്ള ആൾക്കാരല്ലേ കാണുന്നത്. അവർക്ക് ഫീലിങ്സ് ഹേർട്ട് ആവുമല്ലോ. ഇതിപ്പം എത്ര ഇവന്മാരുടെ അഭിപ്രായമാണെന്ന് പറഞ്ഞാലും ജാൻമണി മാത്രമേ ഉള്ളൂ ഒരു ഡിഫറെൻറ്റ് ജെൻഡറിലുള്ള ആസ് ഫാർ ആസ് ഐ നോ. അപ്പം അങ്ങനെ ജെൻഡർ മാത്രമല്ല, പുള്ളിക്കാരി ആ LGBT കമ്മ്യൂണിറ്റീനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരാളും കൂടെയാണ്. അപ്പൊ അവരെ പറയുമ്പോൾ പുള്ളിക്കാരിക്ക് പ്രത്യേകമായിട്ടും അത് ഫീൽ ആവും. കാര്യം അവര് ഫൈറ്റ് ചെയ്യുന്ന തന്നെ അങ്ങനത്തെ ആൾക്കാരുടെ റൈറ്റ്സിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അതിച്ചിരി ഒരു ഭയങ്കര കോർണറിങ് അവസ്ഥയാണ്. പുള്ളി അത് ഭയങ്കര ലാഘവത്തിലാണ് പറയുന്നത്. എന്തെങ്കിലും പറഞ്ഞിട്ട് ഞാൻ സോറിയും പറയും. ഇപ്പൊ പെണ്ണുങ്ങളുടെ കമന്റ് പറഞ്ഞു കഴിഞ്ഞിട്ട് വന്നിട്ട് പറയുന്നു, ഇല്ല ഞാൻ സോറി പറയുന്നു ബിഗ് ബോസ്, ലാലേട്ടൻ ഞാൻ സോറി കേരളത്തിലെ എല്ലാ സ്ത്രീകളോടും ഞാൻ മാപ്പ് പറയുന്നു. പറയണ്ടെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ സോറി പറയുന്നതുകൊണ്ട് അത് ശരിയാകുന്നില്ലല്ലോ. പക്ഷെ ജാൻമണിയോട് സോറി പറഞ്ഞിട്ടില്ല കേട്ടോ, അത് ഇതുവരെ പറഞ്ഞിട്ടില്ല. പറഞ്ഞു സോറി. പക്ഷെ അത് പറഞ്ഞത് അവരെ ഹേർട്ട് ചെയ്തതിനാണ്, അല്ലാതെ അയാള് പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനല്ല. അതായത് അയാളുടെ ഉദ്ദേശിച്ച ആ ഒരു ഐഡിയക്കല്ല. അവിടെയാണല്ലേ അതിന്റെ പ്രോബ്ലം. വിഷമായിട്ടുണ്ടെങ്കിൽ സോറി എന്നുള്ള അങ്ങനെയാണ് എനിക്കത് തെറ്റായിട്ട് തോന്നി എന്നുള്ള രീതിയിലുള്ള സോറി അല്ല. ഓക്കെ മനസ്സിലായി. അപ്പൊ അത് അങ്ങനത്തെ സ്റ്റേറ്റ്മെന്റുകളൊക്കെ പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ ലാലേട്ടന്റെ എപ്പിസോഡ് വരുന്നു. ലാലേട്ടന്റെ എപ്പിസോഡിലാണെങ്കിൽ ലാലേട്ടൻ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു കമൽ സാറാണ് അതായത് ആ പ്രസന്റേഷൻ എന്നുള്ള ഇതില്. പക്ഷെ ലാലേട്ടൻ എല്ലാം ഇപ്പം കുറച്ച് തഗ്ഗൊക്കെ അടിച്ച് പിന്നെ കുറച്ചൊന്ന് ഇമ്പ്രൂവ് ആയിട്ടുണ്ട് കേട്ടോ. അത് പിന്നെ ലാലേട്ടനല്ലേ ഇവൻ ചുമ്മാ പറയാം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പുള്ളിയുടെ അവതരണം. എന്തോ കുഴപ്പം, പുള്ളി ഭയങ്കര തഗ്ഗാണ്. പുള്ളിയാണെങ്കിൽ എല്ലാരെയും വന്നിട്ട് ചുമ്മാ ആരെന്ത് പറഞ്ഞാലും ഗബ്രിയോടൊക്കെ ആണെങ്കിൽ നീ കുറ്റം ചെയ്ത് നിനക്കറിയാം, എന്താ നീ അവിടെ ഇരിക്കെ. അല്ല അതിലല്ല അത് നിനക്ക് കണ്ടാലേ മനസ്സിലാവുള്ളൂ. ഒരു പവർ ഉണ്ട് അത് പറയുന്നതിന്റെ. ലാലേട്ടന്റെ പുള്ളിയായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അത് ലാലേട്ടൻ ഒരു സ്നേഹത്തിന്റെ ഒരു വലിയ മാസ് ഓഫ് ടെഡി ബെയർ ആണ് പുള്ളിക്ക് അങ്ങനെ ശ്വസിക്കാനൊന്നും പറ്റില്ല. പുള്ളി ഒരു സ്നേഹം. അതെ അല്ല പുള്ളി ഇങ്ങനെ എന്താ പറയുന്ന നരസിംഹം മോഡിലൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല. ഇത് കൊള്ളാം. ഇത് കൊള്ളാം. എനിക്ക് എന്താ പറയുന്നത് പുള്ളിയുടേതായിട്ടുള്ള രീതിയിൽ പുള്ളി പറയുമ്പോഴേ ഇതിപ്പം സ്ക്രിപ്റ്റ് ഒക്കെ അങ്ങോട്ട് ഫോളോ ചെയ്യുമ്പോഴേക്കാണ് അങ്ങനെ ഒരു ഇഷ്യൂ വന്നതായിട്ട് എനിക്ക് തോന്നുന്നത്. അതായത് ഇങ്ങനെ പെട്ടെന്ന് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് പുള്ളിക്ക് ഇത് കിട്ടത്തില്ല. അപ്പൊ അത് ഇച്ചിരി അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ ഇതിലൊക്കെ ഇപ്പൊക്കെ കണ്ടോ പുള്ളി കൂടുതൽ അങ്ങോട്ട് ഇതായി. നമ്മുടെ ഞാൻ നേരത്തെ കണ്ടിട്ടില്ലല്ലോ, അപ്പൊ എനിക്ക് കമ്പയർ ചെയ്യാനൊന്നും ഇല്ല. ഞാൻ കാണുന്നതിൽ എന്റെ ലാലേട്ടൻ പെർഫെക്റ്റ് ആണ്. അല്ല ഞാൻ പറയും ഇപ്പൊ നമ്മുടെ ആദ്യത്തെ പോഡ്കാസ്റ്റ് ഇപ്പോഴത്തേലും നമ്മൾ കുറച്ച് ഇമ്പ്രൂവ് ആയി വരുന്ന പോലെ ലാലേട്ടൻ ഇങ്ങനെ എന്താ പറയുന്നത് ഓരോ സീസൺ വരുന്തോറും എന്നിട്ട് കൂടുതൽ പുള്ളിയായിട്ട് മാറുമ്പോഴേ ഇങ്ങോട്ടൊരു ഇപ്പൊ കണ്ടോ ഓരോന്നിനും തഗ് ഡയലോഗുകളൊക്കെ ഇങ്ങനെ മറുപടി പറയുക. എനിക്ക് നോമിനേഷനിൽ ലാലേട്ടനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്തൊരു തകർപ്പായിരുന്നു പുള്ളി. കൂടുതൽ ഫാൻകളായി ഞാൻ. ഞാൻ മറ്റേ BTS ആർമി എന്നൊക്കെ പറയുന്ന പോലെ ഞാനും തുടങ്ങാൻ പോയിട്ടുണ്ട്. ലാലേട്ടന് പ്രത്യേക തരം ഒരു ആർമി പോലത്തെ സാധനം.
അത് ഓൾറെഡി ഉണ്ടല്ലോ. നീയായിട്ട് തുടങ്ങിയിട്ട് നീ ബിഗ് ബോസ് ലാലേട്ടനെ കുറിച്ചായിരിക്കും. ബിഗ് ബോസ് ലാലേട്ടന് വേണ്ടി മാത്രം ഇത്. ഫാൻ ഗേൾസിന് വേണ്ടിയുള്ള ഒരു ഗ്രൂപ്പ് തുടങ്ങുന്നത്. ഓ, മറ്റേത് കുറച്ചും കൂടെ ഒരു അറ്റാക്കിംഗ് ശരി, മോഡിലുള്ള ആൾക്കാരല്ലേ. ഇത് അങ്ങനെയല്ല, ജസ്റ്റ് സ്നേഹം മാത്രം. ലാലേട്ടന്റെ റിയൽ ശരി. ഹാർട്ട് പോലെ റിയൽ സ്നേഹം മാത്രം. രതീഷിനെ ഇരുത്തി ഉറക്കി കളഞ്ഞു. ഈ ഉറങ്ങുന്ന കാര്യം പറഞ്ഞപ്പോഴാ പാവം ജിൻഡോ ആണ് മല്ലയ്യ എപ്പോഴും ഇരുന്നങ്ങ് ഉറക്കം. പാട്ടൊക്കെ ബിഗ് ബോസ് കളിച്ചാലും പുള്ളിക്കൊരു ഉറക്കം. ബിഗ് ബോസ് വരെ പറഞ്ഞു എങ്ങനെ സാധിക്കുന്നു ജിൻഡോ എന്ന് ചോദിച്ചു. പുള്ളി ഈ നോമിനേഷന്റെ ഇടയ്ക്ക് എന്താണ്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട്. ആൾക്കാരെല്ലാരും ഇരിക്കുന്നതിന്റെ ഇടയ്ക്ക് തന്നെ ഇരുന്ന് ഉറങ്ങുകയാണ്. ലാലേട്ട സംസാരിക്കുന്നതിന്റെ ഇടയ്ക്ക്. അതാണ് മല്ലയ്യ. പക്ഷെ ഉണ്ടല്ലോ എല്ലാരും പക്ഷെ പുള്ളിക്ക് ട്രോഫി കൊടുത്ത് മണ്ടൻ എന്നുള്ള ട്രോഫി കൊടുത്ത് ഓ എനിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. ശരിയാണ്. ആ ഇച്ചിരി അത്രയും ബുദ്ധിമുട്ട്. അതല്ലാണ്ട് വേറെ എന്തെങ്കിലും ഒരു ഇതില് കൊടുത്താൽ മതിയായിരുന്നു. എന്തിനാ മണ്ടൻ എന്നൊക്കെ പറഞ്ഞോണ്ട് എന്ത് മണ്ടൻ. പുള്ളി മണ്ടനും കോപ്പൊന്നുമില്ല. പുള്ളി കണ്ടോ നൈസായിട്ട് ബുദ്ധിപരമായിട്ട് ഇപ്പം ജയിലിൽ പോയപ്പം രതീഷുമായിട്ടുള്ള ടീമപ്പ് കണ്ടില്ലേ. രതീഷിനോട് പറയുകയാണ് നിനക്ക് ഓൾറെഡി ശത്രുതയുള്ളവരോടല്ല നീ പോയി ചെയ്യേണ്ടത്, നമ്മൾ കുറച്ചുകൂടെ വീക്ക് ആയിട്ടുള്ളവരെ വേണം നമ്മൾ ടാർഗറ്റ് ചെയ്യാൻ. അത് ഒരു അതല്ല, മെയിൽ ഒരു ഫീമെയിൽ എന്നുള്ള രീതിയിൽ ഫീമെയിൽ അങ്ങനെ ആൾക്കാരെ അങ്ങനെ കുറയ്ക്കണം, ഒരു മാസ് ആ അറ്റാക്ക് പാടില്ല എന്നൊക്കെ പറഞ്ഞ ആ സ്ട്രാറ്റജി. അത് എന്റെ പുള്ളി സുരേഷിന്റെ ഇറങ്ങി അടുത്ത് എനിക്ക് പോയി ഉറക്കം അടി വരുന്ന ഉണ്ടാക്കരുത്. ഉറങ്ങിട്ടത്. അല്ല അത് പിന്നെ രാത്രി വെളുപ്പിനെ ഇരുന്നല്ലേ സംസാരിക്കുന്നത്. ഇതെന്തോന്നത്. അല്ല സുരേഷിനോട് പോയി അറ്റാക്ക് ചെയ്യരുത്. കാര്യം സുരേഷിനോട് പോയി അറ്റാക്ക് ചെയ്താൽ അത് കൂടുതൽ നമ്മളെ ബാധിക്കും എന്നുള്ള രീതിയിൽ വീക്കായിട്ടുള്ള ആൾക്കാരെ പോയി സെലക്ട് ചെയ്തിട്ട് ഒരു സംഘടിതമായിട്ടുള്ള ആക്രമണം നടത്തണം. സിജോനൊക്കെ നമുക്ക് പൊളിക്കണം എന്നൊക്കെ പറഞ്ഞ് ദി RJ ടീം ഉണ്ടാക്കിയതായിരുന്നു രതീഷ് ജിൻഡോ. പക്ഷെ മല്ലനും മാധേവനുമായിട്ട് മാറിയതായിരുന്നു അവര്. പക്ഷെ എന്ത് ചെയ്യാനായിട്ട് അടുത്ത ദിവസം പുള്ളി ലാലേട്ടനെ ഓടിച്ചു വിട്ടു. അത് രതീഷ് അങ്ങനെ പുറത്താകുന്നതിന് മുമ്പ് കുറച്ച് അവാർഡുകളൊക്കെ വാങ്ങിച്ചോണ്ടാ പോയത് കേട്ടോ. കോമാളി, ചൊറിയൻ, പിന്നെന്തായിരുന്നു കോമാളി, ചൊറിയൻ, പിന്നെ കുംഭകർണൻ അവർ രണ്ടുപേരും ഷെയർ ചെയ്തു. ജിൻഡോയും രതീഷും. പിന്നെന്താണ് വേറെന്താ പാടും ചൊറിയൻ, കോമാളി, തരികിട. തരികിട. അങ്ങനെ ഏറ്റവും കൂടുതൽ അവാർഡും നേടിയത് പുള്ളിയാണ്. ഗബ്രിക്ക് മടിയൻ എന്നുള്ള ഒരു അവാർഡ് കിട്ടി. അന്നേരം ലാലേട്ടൻ ഒരു തങ്കടിച്ചു. അതായത് മടിയൻ എന്താണ് പറയാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോ ഒന്നും പറയാനില്ല. എന്താ അത് പറയാനും മടിയാണോ എന്ന് ലാലേട്ടൻ ചോദിച്ചു. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ ചോദിക്കാണ്ട്. ഗബ്രിയുടെ കാര്യം ഇപ്പൊ രതീഷ് പുറത്തായി. ഇനിയിപ്പൊ രതീഷിനെ കുറിച്ച് കൂടുതൽ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. രതീഷ് പോയപ്പോ ജിൻഡോണന്റെ കരച്ചില് നമുക്ക് ഇച്ചിരി അയ്യോ ബുദ്ധിമുട്ടായിരുന്നു. ശരിയാണ്. അയ്യോ പാവം പാവം. മുട്ടുകുത്തിയൊക്കെ നിന്ന് കരഞ്ഞു. ലാലിട്ട ഒരു അവസരം കൊടുക്കില്ല ലാലിട്ട എന്നൊക്കെ പറഞ്ഞു. അന്നേരം അർജുൻ പറഞ്ഞ് അർജുനായിട്ട് സംസാരിച്ചു അവൻ പറഞ്ഞു അത് പുള്ളി ചിലപ്പോ വയൽക്കാട്ടിൽ വരാൻ സാധ്യതയുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ നമ്മുടെ റോക്കി ബായ് പറയാണ് നിനക്ക് ഞാനുണ്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജിൻഡോനെ സമാധാനിക്കും. എന്നിട്ട് ആ അതേ പറഞ്ഞ റോക്കി റോക്കി ബായിനെ അവൻ നോമിനേറ്റ് ചെയ്തു. നോമിനേറ്റ് ചെയ്ത് മല്ലൻ ജിൻഡോനെ മല്ലയ്യെ നോമിനേറ്റ് ചെയ്ത് കളഞ്ഞു. അത് സെയിം ആക്ച്വലി ഉണ്ടല്ലോ. ഈ സെയിം കാര്യം നമ്മുടെ അർജുനും ചെയ്തായിരുന്നു. അർജുനും ഉണ്ട്. കാര്യം ഈ അർജുന്റെ ക്യാപ്റ്റൻസിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് നോറ ആദ്യം തൊട്ടേ അർജുന്റെ ക്യാപ്റ്റൻസിക്ക് ഫുൾ സപ്പോർട്ടാണ്. ബെസ്റ്റ് ക്യാപ്റ്റനാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് അതേ നോറയിലെ ആള് അവരിത് അത് നനഞ്ഞ പടക്കം എന്ന് പറഞ്ഞു. പക്ഷെ പറഞ്ഞതിൽ കാര്യമുണ്ട്. കാര്യം പുള്ളിക്കാരി ഇമോഷണലി വീക്കാണെന്നൊക്കെ പറഞ്ഞു. അത് പുള്ളിക്കാരി വന്നിട്ട് ആൾക്കാർക്ക് അത് മനസ്സിലായില്ലെങ്കിൽ മനസ്സിലായ കൊള്ളായിരുന്നു. ഇമോഷണലി വീക്കും തമ്മിൽ വ്യത്യാസമുണ്ട്. ആൾക്കാർക്ക് അത് മനസ്സിലായ കൊള്ളാം എന്നൊക്കെ ഉള്ളൊരു, എനിക്കത് അങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ ആവശ്യം ഇല്ലായിരുന്നു സത്യം പറഞ്ഞാല്. അല്ല പറയണമല്ലോടി എന്തൊക്കെയാ വരുന്നതെന്നുള്ളത് അറിയത്തില്ലല്ലോ. അവരവരുടെ ഭാഗം ക്ലിയർ ആക്കാനായിട്ട് പോകുന്നത്. ഇപ്പൊ ഈ നോമിനേഷനിൽ സർവൈവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് നോറയുടെ കോൺഫിഡൻസ് കുറച്ച് കൂടിയിട്ടുണ്ട്. കണ്ണാടിയുടെ മുമ്പിലേക്ക് പോയി നിന്നിട്ട് ദൈവം വന്നിട്ട് സൈക്കിൾ അക്രമത്തികൾ
എന്നെ ചൊറിഞ്ഞത് എല്ലാവരും പുറത്താക്കിയല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ അതേ രതീഷ് പോയല്ലോ, എന്നിട്ട് ഞാനിവിടെ നിന്നല്ലോ, ഞാൻ ഇമോഷണലി ഇതിനകത്തുള്ള വീക്കല്ല എന്നൊക്കെ പറഞ്ഞു. എനിക്ക് അറിയാത്തൊരു കാര്യമുണ്ട്. ഇതിനകത്തുള്ള എല്ലാ മനുഷ്യരും എന്തിനാ ഇങ്ങനെ ഇപ്പൊ കരയുന്നത്? എല്ലാ മനുഷ്യനും ആ കരച്ചില്ല, എന്റെ അമ്മവും കരച്ചിലോടെ കരച്ചില്. എല്ലാ ബിഗ് ബോസും ഇങ്ങനെ തന്നെയാണ്. തമിഴ്, മലയാളം, ഹിന്ദി വ്യത്യാസം ഇല്ലാതെ എല്ലാരും ഇങ്ങനെ തന്നെയാണ്. അല്ല, അതെന്നാ പറയാ, എനിക്കറിയാൻ പറ്റില്ല. ഇപ്പൊ ഒന്നോ രണ്ടോ പേരൊക്കെ ആണെങ്കിൽ ഇപ്പൊ കരഞ്ഞു, ചിലരങ്ങനെയാണ് ഒത്തിരി അങ്ങോട്ട് ഇത് എന്താ എക്സ്പ്ലോർ ചെയ്ത് കഴിയുമ്പോ അവര് അറിയാതെ അങ്ങ് കരഞ്ഞു പോകുന്നവരുണ്ട്. പക്ഷെ ഇതില് ഞാൻ കണ്ട എല്ലാവരും അങ്ങനെ ആയിപ്പോയി. ഇതിപ്പം ഋഷിയുടെ അങ്ങ് കാര്യം പറയുകയാണെങ്കിൽ പിന്നെ പറയണ്ട, പുള്ളി ഹൈലി ഇമോഷണൽ ആണ്. അതുകൊണ്ട് ഭയങ്കരമായിട്ട് അഗ്രസീവ് ആയിട്ട് റിയാക്ട് ചെയ്യുന്നൊക്കെ ഉണ്ട്. പക്ഷെ അത് കഴിഞ്ഞിട്ട് അവിടെ എങ്ങാനും പോയിരുന്ന് കരയും. അപ്പൊ പിന്നെ നമ്മൾ ഓർക്കും ഇതെന്തോ എന്താണിത് എന്ന് വിളിച്ചിട്ട്. റോക്കി ഭായ് ഭയങ്കര റോക്കി എഫ് സി ഡ്യുവൽ പേഴ്സണാലിറ്റി എന്നൊക്കെ പറഞ്ഞു. റോക്കി ഭായ് അതുപോലെ തന്നെ ഇങ്ങനെയാണെന്ന് പറയുക, എന്നിട്ട് അവിടെ പോയിരുന്ന് കരയുക. റോക്കി ഭായുടെ എനിക്ക് ഒരു ഒറ്റ കാര്യം എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത ഒരു കാര്യമുണ്ട്. ഈ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞ് വഴക്കുണ്ടായി കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ പേഴ്സണൽ കേറി സ്പേസ്. കേറി വരും. അതും ഇന്നിപ്പം മറ്റേ രശ്മിൻ ഭായിയുമായിട്ടുള്ള ഇതിന്റെ അകത്താണെങ്കിലും പുള്ളിക്കാരിയുടെ മുഖത്തേക്ക് അങ്ങ് കേറി കേറി പോവാ. എനിക്കത് അങ്ങോട്ട് ഭയങ്കര നമുക്ക് പുള്ളി കണ്ടോണ്ടിരിക്കുന്നവർക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണത്. പുള്ളി പറയുന്നത് പുള്ളി ഭയങ്കര ഞാൻ കൺട്രോൾഡ് ആണ്, എനിക്കറിയാം. പക്ഷെ കൺട്രോൾഡ് ആണെങ്കിൽ ഒരു സ്പേസ് ഇട്ട് നിന്ന് കൺട്രോൾ ചെയ്യേ. ഇത് അങ്ങോട്ട് പക്ഷെ കയറി അവരുടെ മോന്തയ്ക്ക് കയറി പക്ഷെ തരുന്നത്. പുള്ളി സെലക്റ്റീവ് ആയിട്ടാ ചെയ്യുന്നത്. പുള്ളി അത് ജാസ്മിന്റെ അടുത്ത് ചെയ്യത്തില്ല, ആണുങ്ങളുടെ അടുത്ത് ചെയ്യത്തില്ല. ചില സെലക്റ്റീവ് ആ ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് മാത്രമേ പുള്ളി അത് ചെയ്യത്തുള്ളൂ. മാത്രം പീഡിപ്പിക്കാൻ അങ്ങോട്ട് പറ്റും കയറി കയറി പോകുന്നു. ആ എന്നോട് തോന്നിയിട്ടുള്ളവരുടെ അടുത്ത് മാത്രമേ അത് ചെയ്യത്തുള്ളൂ. അല്ല, ഇത് അങ്ങനെ അങ്ങ് കയറി ചെല്ലുമ്പോഴത്തേക്ക് അങ്ങ് പുള്ളിയുടെ ഡോമിനൻസ് തെളിയിക്കാനാണെങ്കിൽ. പക്ഷെ അവര് ഈ പറയുന്നവര് ഒരിക്കലും ഇത് കണ്ടോണ്ട് അവര് പുറകോട്ട് മാറും. ഓബിയസ്ലി ആരെങ്കിലും ഒരാൾ നമ്മളെ മോന്തയിലോട്ട് കയറി വന്നു കഴിഞ്ഞാൽ ആരായാലും പുറകോട്ട് മാറത്തില്ല. പക്ഷെ പെണ്ണുങ്ങളാകുമ്പോൾ അത് അവരവിടെ ഇച്ചിരി കൂടെ നിന്ന് ഫൈറ്റ് ചെയ്യുന്നു. ബുദ്ധിമുട്ടാണല്ലോ. ആ ഇച്ചിരി പാടാണല്ലോ നമുക്ക്. അല്ല, അത് ഭയങ്കര റോങ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. പുള്ളി ഓക്കെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പൊക്കിയെടുത്തോണ്ടാണ്. ഇപ്പം മറ്റേ രശ്മിൻ എന്താ ഫിസിക്കൽ ട്രെയിനിങ് രാവിലെ മോർണിംഗ് ക്ലാസ് നടത്തിയപ്പോഴത്തേക്കും എന്താ ജേഴ്സി ഇട്ടില്ല. അത് ഇട്ട് കൊടുത്തത് ജിൻഡോ അണ്ണനാണ്. എല്ലാവരും മണ്ടൻ എന്ന് പറയുന്ന ജിൻഡോ അണ്ണനാണ് നൈസായിട്ടോടെ ഇതിന് ഇങ്ങനെ തിരികൊളുത്തി വിട്ടത്. പാവ അർജുൻ ഒരു പണി കിട്ടി. അർജുൻ മറ്റേ മുണ്ടെടുത്തെന്നും പറഞ്ഞുണ്ട്. മുണ്ടെടുത്തോണ്ട് വന്നു. അർജുനും സിജോയും. അർജുൻ എന്താ ഡ്രസ്സ് ഇട്ടത് അവൻ വാഷ് ചെയ്യാൻ ഇട്ടു, അതുകൊണ്ട് എന്തെങ്കിലും വേറെ ഡ്രസ്സ് ഇല്ലെന്നാണ് പറഞ്ഞത്. സിജോ പറഞ്ഞത് പുള്ളിയുടെ ഡ്രസ്സ് പെട്ടിക്കകത്താണ് ഇരിക്കുന്നത്. അപ്പൊ അവര് ചോദിച്ചു പെട്ടിക്കകത്താണ്, എന്താ എടുക്കാൻ പറ്റത്തില്ലേ? മോർണിംഗ് ടാസ്ക് ആയതുകൊണ്ടായിരിക്കാം ബേബി, എന്തിനാ വെറുതെ അവരെയൊക്കെ വെയിലത്. അപ്പൊ റോക്കിയുടെ അടുത്ത് ഇതുപോലെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞപ്പോ എന്താണ് അന്നേരം പറയാഞ്ഞെന്ന് ചോദിച്ചപ്പോ റോക്കി പറഞ്ഞത് മോർണിംഗ് ടാസ്ക് അല്ലേ, നിങ്ങൾ എല്ലാവരും വെയിലത്ത് നിൽക്കുമല്ലേ, അപ്പൊ ഞാൻ എങ്ങനെ ഇത് പറഞ്ഞത്, അവിടെ പ്രശ്നം ഉണ്ടാക്കുന്ന എന്തിനാന്നൊക്കെ ഓർത്തോണ്ടാണ് അന്നേരം പറയാഞ്ഞത് എന്നൊക്കെയാണ് റോക്കി വായുടെ റീസൺ പറഞ്ഞത്. അപ്പൊ റോക്കി വായുടെ ഈ ഒരു കാര്യം എനിക്ക് തീരെ ഇഷ്ടമല്ല. ഇങ്ങനത്തെ ഈ പേഴ്സണൽ സ്പേസിലോട്ട് ഇപ്പൊ ആരാണേലും ഇങ്ങനെ കയറി കയറി വരിക. നമ്മളൊരു ഗ്യാപ്പ് ഇട്ടിട്ട് നിന്ന് സംസാരിക്കാനായിട്ടുള്ള കൺട്രോൾ നമ്മൾക്ക് ഉണ്ടാക്കണം. എന്തായാലും അവരൊന്നും തല്ലാൻ പോകുന്നില്ല, കാര്യം അതിന്റെ കോൺസിക്വൻസസ് പേടിച്ച്. അപ്പൊ അത്രയും കൺട്രോൾ നിങ്ങൾക്ക് ഉണ്ടല്ലോ, അപ്പൊ ഇങ്ങനെ ഒരു ഗ്യാപ്പ് ഇട്ട് നിന്ന് സംസാരിക്കുന്നതിന് എന്താ ഇഷ്യൂ? അതൊരു പ്രശ്നമാണ്. പിന്നെ എന്താണ്, പിന്നെ ആരുടെ കാര്യമാണ് പറയാനുള്ളത്? പിന്നെ നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞിരുന്നു ജാൻമോണി എങ്ങനെ പിടിച്ചു നിൽക്കുന്നു. പക്ഷെ ജാൻമോണി അടിപൊളിയായിട്ട് പിടിച്ചു നിൽക്കുമെന്ന് എനിക്ക് മനസ്സിലായി. അതെ 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 ശരിയാണ്. പുള്ളിക്കാരുടെ എനിക്കുണ്ടല്ലോ ലാംഗ്വേജ് പുള്ളിക്കാരിയുടെ സംസാരം കേൾക്കാനും ഭയങ്കര ഇഷ്ടപ്പെട്ടു. കേട്ട് കേട്ടിപ്പോ എനിക്ക് മനസ്സിലായി പുള്ളിക്കാരി എന്താ. ആ സംസാരം നല്ല രസമാണ്. നമ്മൾ ഡീകോഡ് ചെയ്യും, ചില സമയത്തൊക്കെ ഡീകോഡ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. എന്നാലും പാടാണ്. പക്ഷെ ഇപ്പൊ നമ്മൾ പക്ഷെ യൂസ് വേറൊരു ചെയ്തിട്ട് കാര്യം ഉണ്ടടാ, വരുന്നുണ്ട്. നമ്മള് കേരള സ്റ്റോറി ഡീകോഡ് ചെയ്തവരാണ്. അതിന് അങ്ങനെയുള്ളവർക്ക് ജാൻമണിയൊക്കെ സിമ്പിൾ കേസ്. അതെ. ആ ഓ എപ്പിസോഡ് കണ്ടിട്ടില്ലാത്തവര് ചെക്കൗട്ട് ചെയ്യാം കേട്ടോ. യെസ് 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 നമ്മൾ പ്ലഗ് മുകളില് ഇരിക്കട്ടെ. എവിടെയെങ്കിലും അറ്റാച്ച് ചെയ്യും ലിങ്ക്. യെസ് ഡു വാച്ച്. അപ്പം ജാൻമോണി ലാംഗ്വേജിന്റെ ബാരിയർ ഒന്നും നോക്കാതെ പുള്ളിക്കാരിയുടെ കാര്യത്തിൽ പുള്ളിക്കാരി നല്ല സ്ട്രോങ് ആയിട്ട് നിന്ന് ചെയ്യുന്നുണ്ട്. ഇപ്പം ഈ പവർ ടീമിന്റെ സെലക്ഷന്റെ കാര്യത്തിൽ വന്നു കഴിഞ്ഞാൽ ഒരു വലിയ ഇഷ്യൂ ആയിട്ട് വന്നതാണ്. അതായത് നമ്മളെ നിഷാന ശരിക്കും അങ്ങ് ലാലേട്ടനും കൂടെ വന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്കാരി ഓ അങ്ങ് അത് ഇല്ലാണ്ടായി. ഭയങ്കരമായിട്ട് പ്രഷറിലായി. രതീഷ് പോയ സമയത്ത് അതുണ്ടല്ലോ. ഞാൻ അത് പോകാം ബിഗ് ബോസ് പുള്ളിക്കാരി ഒരു എന്നൊക്കെ പറഞ്ഞു. മണ്ടൻ സ്റ്റേറ്റ്മെന്റ് അല്ലേ സത്യം പറഞ്ഞ. നമ്മളൊരു കാര്യം, അതും പ്രത്യേകിച്ച് മോഹൻലാലിനെ പോലുള്ള ഒരാൾ വന്ന് നിൽക്കുമ്പോൾ നമ്മളൊരു കാര്യം പറയുമ്പോൾ ഒന്ന് ചിന്തിച്ചിട്ട് പറയണ്ടേ. ഞാനൊരുമാതിരി പുള്ളിക്കാരി പറയുന്നത് ഞാൻ എന്താ ഫിസിക്കൽ ഗെയിം വന്ന് വിചാരിച്ചിട്ടുണ്ടെന്ന്. ടക്കേഷീസ് കാസൽ കളിക്കാനാണോ ബിഗ് ബോസിലോട്ട് കയറി വന്നത്? അതെന്തോ ഫുട്ബോൾ കളിയും മുച്ചിട്ട് കളിയാണെന്നോ അങ്ങനെ അതാണെന്ന് ഓർത്തുണ്ട്. അങ്ങനെ ആരും ബിഗ് ബോസ് എന്നാ കണ്ടിട്ട് പോലും ഇല്ലേ. അത് അങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെന്റ്
പുള്ളിക്കാരി തന്നെ ഇട്ട് കൊടുക്കുകയാണ് അവർക്ക് ഞാൻ എല്ലാവർക്കും ചോദിക്കുന്നത് പറയാനും. ഇത് ഈ കോമണറിനെ സെലക്ട് ചെയ്യുന്ന 100 പേരിൽ നിന്നല്ലേ? അപ്പൊ ഇവരെ എങ്ങനെ സെലക്ട് ചെയ്തു എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇവർക്ക് ക്വാളിറ്റി ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്, അവർക്ക് ക്വാളിറ്റി ഉണ്ട്. അവരൊരു ഭയങ്കര യുണീക്ക് ആയിട്ടുള്ള ഒരു സ്ത്രീയാണ്. കുടുംബം ഉണ്ടായിട്ടും പുള്ളിക്കാരി കുറെ അച്ചീവ്മെന്റ്സ് ഒക്കെ ഉണ്ട്. പക്ഷെ അതല്ലല്ലോ ഒരു ഇങ്ങനത്തെ ഒരു സാധനത്തിലോട്ട് കയറി വരുമ്പോഴത്തേനും മിനിമം അറിയേണ്ട കുറെ കാര്യങ്ങളുണ്ടല്ലോ. ഇതിനുമാതിരി എന്ത് പറഞ്ഞാലും ഉണ്ട്. പുള്ളിക്കാരിയുടെ എക്സ്പ്രഷൻ നമ്മൾ പറ്റുകയാണെങ്കിൽ ആ എക്സ്പ്രഷൻ നമ്മൾ എടുത്ത് നമ്മൾ ഇടുന്നതായിരിക്കും ഇതിനകത്തിട്ട്. കാരണം ഒരു പ്രത്യേക തരത്തിലുള്ള അതെ, ബിഗ് ബോസ് കിളിപോയ പറഞ്ഞാലും ലാലേട്ടൻ പറഞ്ഞാലും ആര് പറഞ്ഞോണ്ടിരുന്നാലും അവിടെ ഇങ്ങനെ പറഞ്ഞിട്ട് എന്ത് ഇവിടെ നടക്കുന്നു, ഇതിലെന്ത് തേങ്ങ ഞങ്ങൾ ആദ്യം വിചാരിച്ച് പറയുന്നത്. ഞങ്ങൾ കണ്ടോണ്ട് വിചാരിച്ചു ജാൻമണി പറയുന്നത് മനസ്സിലാവാങ്ങിട്ടായിരിക്കും. പിന്നെ നോക്കിയപ്പോ രതീഷ് പറയുന്നതിനും അങ്ങനെ എല്ലാം ആര് പറഞ്ഞാലും പുള്ളി അങ്ങനെ ഇരിക്കുന്നു. ബിഗ് ലാലേട്ടൻ ബോസ് പറഞ്ഞാലും ടാസ്ക് വായിക്കുന്ന കേട്ടാലും ഒക്കെ പുള്ളിക്കാരി അങ്ങനെ, പുള്ളിക്കാരുടെ ഫേസ് അങ്ങനെയാണ്. അത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ പുള്ളിക്കാരി വരണം, മുന്നോട്ട് വരണം. അല്ലാണ്ട് ഇപ്പം എനിക്കറിയില്ല, ഈ ആഴ്ച ചിലപ്പോ പോവായിരിക്കും ഇങ്ങനെയാണെങ്കിൽ. കാരണം അത് ഇവരെല്ലാരും കൂടെ ഒത്തിരി വോട്ടുണ്ട് പുള്ളിക്കാരിക്ക്. എത്ര 10ഓ അങ്ങനെ ഏറ്റവും 10 കൂടുതൽ വോട്ട് വോട്ട് പുള്ളിക്കാരിക്ക്. 10 വോട്ടുണ്ട് വോട്ട് പുള്ളിക്കാരിക്ക്. നോക്കുമ്പം നോറയ്ക്ക്, ഇവർക്ക് ഏറ്റവും കൂടുതൽ, നിഷാനയ്ക്ക് ഏറ്റവും കൂടുതൽ, നോറയ്ക്ക് 9, പിന്നെ ഉള്ളത് റോക്കി ഭായി ആണ്. റോക്കി ഭായിക്ക് 6, പിന്നെ ആറ്. നമ്മുടെ ഋഷി ചേട്ടന്റെ കാര്യം പറയണമല്ലോ, ഡെഫിനറ്റ്ലി നമുക്ക് അതെ നെക്സ്റ്റ് അതെ പറയാം. അതെ. ഋഷിക്ക് 3, പിന്നെ സിജോ, രശ്മിൻ, സുരേഷ് എന്നുള്ളവർക്ക് 2 വീതം. അങ്ങനെയാണ് നമ്മുടെ ഈ വട്ടത്തെ നെക്സ്റ്റ് നോമിനേഷനിലേക്കുള്ള വോട്ടിംഗ് വന്നിരിക്കുന്നത്. അപ്പൊ അതെടുത്ത് പറയണം. പക്ഷെ ഋഷിയുടെ കാര്യം, യെസ്, വാട്ട് ഡു യു തിങ്ക്? എന്താണ് ഋഷിയുടെ കാര്യം പറയാനുള്ളത്? ദിഗംബരൻ പറയും. ഋഷിയുടെ കാര്യം പറഞ്ഞാല് എന്താ പറയുക, ഈ ജാസ്മിൻ ഗബ്രീനെ കുറിച്ച് പറയാതെ ഋഷിയുടെ കാര്യം പറയാൻ പറ്റില്ലല്ലോ. ഈ തീർച്ചയായും. നിഷാന ഇങ്ങനെ പറഞ്ഞത് കൊണ്ടും ഇപ്പം ഗബ്രി തലേദിവസം ഒരു പരിപാടി ചെയ്തു. ഇങ്ങനെ വേറെ ക്യാപ്റ്റന്റെ റൂമിലോട്ട് ചെന്നിട്ട് പറയുകയാണ്, ഞാന് എന്റെ പവർ ഹൗസിന്റെ ഇത് രാജിവെക്കാൻ പോവുകയാണ്, പകരം ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരാളെ കയറ്റും. ജാസ്മിൻ ആവില്ല. ജാസ്മിനോട് എനിക്കൊരു താല്പര്യമുണ്ട്, ഞാൻ എന്ത് പറഞ്ഞാലും ജാസ്മിന്റെ കൂടെ നിൽക്കുള്ളൂ, പക്ഷെ ഞാൻ ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരാൾ. അത് അപ്സര അങ്ങനെ ചോദിച്ചപ്പോഴാണ്. അപ്സര ക്യാപ്റ്റൻ അതെ ആയിട്ട് അതെ അതെ. അപ്സരയ്ക്ക് ഒരു വലിയ കൺഗ്രാജുലേഷൻസ്. അത് അടിപൊളിയായിട്ട് ഭയങ്കര, കളിച്ചു. ഞങ്ങൾ രണ്ടുപേരും പറയുന്നുണ്ടായിരുന്നു, നമ്മൾ ഫസ്റ്റ് വീക്കിലാണേലും പുള്ളിക്കാരി ബോൾഡായിട്ട് നിൽക്കുന്നുണ്ട് എന്നുള്ളതിലുപരി ആസ് എ ക്യാപ്റ്റൻ ആണെങ്കിലും പുള്ളിക്കാരിയുടെ ഗെയിം ആണെങ്കിലും അത്യാവശ്യം നല്ലതാണ് അല്ലേ? അത്യാവശ്യം സ്ട്രോങ് ആയിട്ടാണ് പുള്ളിക്കാരി നിൽക്കുന്നത്. അതെ. അപ്രീസിയേഷൻ പുള്ളിക്കാരി ഈ എനിക്ക് പറഞ്ഞ പോലെ അത് പിന്നെ എല്ലാരും ഉണ്ട് ആ വീട്ടില്, ഒന്ന് രണ്ട് പറഞ്ഞിട്ട് കരയുന്ന പരിപാടി എല്ലാരും ഉണ്ട്. അതുകൊണ്ട് പുള്ളിക്കാരി അതുണ്ട്. പക്ഷെ എന്നാലും പുള്ളിക്കാരി പറയേണ്ടതൊക്കെ കറക്റ്റ് ആയിട്ട് പറയുകയും അങ്ങനെ എല്ലാം സ്ട്രോങ് പിന്നെ ആയിട്ട് എനിക്ക് തന്നെ തോന്നുന്നു നിൽക്കുകയൊക്കെ ചെയ്യുന്നു. കരയാത്ത അർജുൻ മാത്രമേ ഉള്ളൂ. അവൻ വലിയ പ്രശ്നങ്ങളിലൊക്കെ ചെന്ന് വീഴാത്തോണ്ടാന്ന് ഇല്ല, തോന്നുന്നു അവന് കരയാത്തത്. ഇനി അടുത്ത പ്രശ്നം അവൻ ഉണ്ടാക്കുവാണെങ്കിൽ നോക്കാം, അവൻ കരയുമോ. അതിന് മിക്കവാറും എനിക്കിത് ഇവരുടെയൊക്കെ കരച്ചിൽ കണ്ടിട്ട് എനിക്ക് കരച്ചിൽ വരുന്നുണ്ട്. ഇത്തിരി കഷ്ടമാണിത്. ഇത് കാര്യമില്ലേ നമ്മൾ പറയുന്നത്, നമ്മുടെ ഭാഗത്ത് ന്യായമുണ്ട്, നമ്മളങ്ങ് സ്ട്രോങ് ആയിട്ട് നിൽക്കുക, അവിടെ നിൽക്കുക. ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഒന്ന് പറഞ്ഞു രണ്ടാമത് എനിക്ക് അങ്ങോട്ട് ഇമോഷണൽ ആയിട്ട് അങ്ങ് കരയുകയാണല്ലേ, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ അപ്സരയുടെ ഗെയിം ഇന്ന് അടിപൊളിയായിരുന്നു. അതും റോക്കി ബായ്, രതീഷ് പോകുന്നതിന് മുമ്പ് പറഞ്ഞത് സിജോ ആയിരിക്കും ജയിക്കുന്നത്, പുള്ളി ഫിസിക്കലി ഫിറ്റ് ആണ് എന്നൊക്കെ പറഞ്ഞ്. മാൻ പവർ ഉണ്ട് നമുക്ക്, മെയിൽ ആ പവർ ആയതുകൊണ്ട്. മെയിലല്ലേ, അതെ അതെ. മെയിലല്ലേ എന്ന്. പക്ഷെ എന്നിട്ട് സിജോയുടേത് മസ്കുലിറ്റി കൂടിപ്പോയാ തോന്നുന്നു, കവറെല്ലാം പൊളിഞ്ഞ് കൈയൊക്കെ വെളിയിൽ വന്നു പോയി, പവർ കൂടിപ്പോയിരുന്നു. പക്ഷെ അപ്സര അന്നേരം ആദ്യത്തേത് ആപ്പിൾ കൊണ്ടിട്ട് രണ്ടാമത്തേത് തിരിച്ചു പോകുമ്പോഴത്തേക്ക് പുള്ളിക്കാരി ബാക്കോട്ട് ഇങ്ങനെ ഇങ്ങനെ തിരിഞ്ഞു ഇങ്ങനെ കിടന്നിട്ട് മലന്ന് കിടന്നിട്ട് പുള്ളിക്കാരി പുഴുവിനെ പോലെ ഇങ്ങനെ, അട്ടയെ പോലെ ഇങ്ങനെ ഇങ്ങനെ ക്ലിങ് ക്ലിങ് പുറകോട്ട് ചെയ്തു. അങ്ങനെ. അത് നല്ലൊരു മൂവ് ആയിരുന്നു. കാര്യം അവർക്ക് തിരിഞ്ഞു വരുമ്പോഴാണ് പ്രശ്നം, അവർക്ക് തിരിഞ്ഞ് പുറകോട്ട് എങ്ങനെ മുമ്പോട്ട് പോകാനായിട്ട്. അങ്ങനെ ചെയ്ത് എന്തായാലും കൊള്ളാം. എന്നിട്ട് റോക്കി ബായ്ക്ക് ഒരു മറുപടിയും ആയി നല്ല രീതിയിൽ. റോക്കി ബായുടെ വായ അടപ്പിച്ചു പുള്ളിക്കാരി അത് എല്ലാവർക്കും. പക്ഷെ കഷ്ടമുണ്ടല്ലേ, ആരും പുള്ളിക്കാരെ സപ്പോർട്ട് ചെയ്തില്ല. ചിലര് പറഞ്ഞു മറ്റേ രശ്മിൻ ഭായി, പിന്നെ PT ടീച്ചറോ PR ടീച്ചറോ ആ എന്താണ്ടായതുകൊണ്ട് അവര് ഇത് ജയിക്കായിരിക്കും എന്നൊക്കെ ഇപ്പൊ പറഞ്ഞു. പറഞ്ഞു വന്നപ്പോ ഫിസിക്കലി ഫിറ്റ് ആയവനെയും തോപ്പിച്ചു, ഫിസിക്കൽ PT ടീച്ചറെ ടീച്ചറെയും തോപ്പിച്ചു. അത് പുള്ളിക്കാരി പറഞ്ഞു, പുള്ളിക്കാരി NCCയിലൊക്കെ ഉണ്ടായിരുന്നതാണ്, പിന്നെ ഇതിലൊക്കെയാണ്, ആക്ടിങ്ങിലൊക്കെയാണ് നിനക്ക് കൂടുതൽ ശോഭിക്കാൻ പറ്റുക പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ പോയത്. എയർഫോഴ്സിൽ ജോയിൻ ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം എന്നൊക്കെ പറഞ്ഞു. നിങ്ങൾക്ക് കൊള്ളായിരുന്നു. എനിവേസ്, അപ്പം ഗബ്രി ഇങ്ങനെ പറഞ്ഞ ഗബ്രി അടുത്ത ദിവസം ബിഗ് ബോസ് തന്നെ ഇവർക്കൊരു, അതായത് വൈദ്യൻ കൽപ്പിച്ചതും പാല് രോഗി ഇച്ഛിച്ചതും പാല് എന്ന് പറയുന്ന പോലെ, കണ്ണാ രണ്ട് ലഡ്ഡു പിന്നെ ആശയം എന്ന് പറഞ്ഞ പോലെ ബിഗ് ബോസ് അങ്ങ് ഒരു ചാൻസ് അങ്ങ് ഇട്ടുകൊടുത്തു.
ബിഗ് ബോസ് പറഞ്ഞു അതായത് നിങ്ങളുടെ പവർ ടീമിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും റാങ്ക് ചെയ്തിട്ട് ലാസ്റ്റ് വരുന്ന ആൾക്ക് പകരമായിട്ട് വേറൊരാളെ കയറ്റാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തു. ഇവൻ എന്ത് ചെയ്തു? ഇവൻ ഉടനെ റാങ്കിങ് ഒക്കെ അവൻ അങ്ങ് ചെന്നിട്ട് അങ്ങ് പ്രഖ്യാപിച്ചു. അവൻ 4-മതാക്കി. നിഷാനേനെ അങ്ങ് ഇത് സത്യം ലാസ്റ്റ് എടുത്തു. പറയാനുണ്ടല്ലോ, ഈ ആദ്യത്തെ സാധനം കണ്ടപ്പോ തന്നെ ഈ ഗബ്രി വന്നിട്ട് ഞാൻ പോകുക, എനിക്കൊന്നും വേണ്ട, ലാലേട്ടൻ എന്നെ വഴക്ക് പറഞ്ഞു അത് പറഞ്ഞ അത് പറഞ്ഞില്ല, പക്ഷെ അതാണ് പുള്ളിയുടെ ആറ്റിറ്റ്യൂഡ്. അതായിരുന്നു കാര്യം. മൂഡ് ഓഫ് ആയിരുന്നു ലാലേട്ടൻ എടുത്തു വിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക്. കൊറേ പറഞ്ഞല്ലോ, ലാലേട്ടൻ്റെ കയ്യിൽ നിന്ന് ഇച്ചിരി കിട്ടിയായിരുന്നു പുള്ളിക്ക്. അപ്പൊ അതും കൂടെ കഴിഞ്ഞ് ഞാൻ പോവാന്നൊക്കെ ഉള്ള ആറ്റിറ്റ്യൂഡിൽ പച്ചിണങ്ങലും ഒക്കെ കഴിഞ്ഞ് ഞങ്ങളിത് കണ്ടപ്പോഴേ ഞങ്ങൾ പറഞ്ഞു ഇതൊന്നും നടക്കാൻ പോകുന്നില്ല, രാവിലെ ആകുമ്പോൾ കണ്ടോളൂ എന്ന് പറഞ്ഞു. കറക്റ്റ് അതുപോലെ തന്നെ നടന്നു. എന്റെ ദൈവമേ. അതുപോലെ തന്നെ സംഭവിച്ചു. അവൻ എന്നിട്ട് ആ ചാൻസ് ഉപയോഗിച്ചിട്ട് നിഷാനിക്ക് പകരം, അതായത് ഓരോ ടീമിൽ നിന്ന് ഒരു 3 പേരെ വെച്ച് തെരഞ്ഞെടുത്തു. അതില് ജാസ്മിൻ, സിജോ, ഋഷി ഇങ്ങനെയാണ് വന്നിരുന്നത്. അർജുന്റെ ടീമിൽ നിന്നാണ് തോന്നുന്നു ഋഷി വന്നിരുന്നത്. അർജുൻ ഇപ്പം ബാത്റൂം ടീമിന്റെ കൂടെയാണ്. ബാത്റൂം ആണോ, ഫ്ലോർ ടീമോ അങ്ങനെ എന്താണ് തൂക്കുന്ന മറ്റേ ക്ലീനിങ് ടീമിലാണ്. ബാത്റൂം മറ്റേവർക്ക് സ്വിച്ച് ചെയ്ത് കൊടുത്ത അപ്സര. ഓക്കെ. അപ്പൊ എന്നിട്ട് ഇവര് 3 പേരുടെ ഇത് പറഞ്ഞു. ഇപ്പൊ അവൻ ഉടനെ മീറ്റിങ്ങിന് പവർ ടീമിന് ചെന്ന് അകത്ത് കയറി കഴിഞ്ഞിട്ട് ഉടനെ പുള്ളി അങ്ങ് ഐഡിയ അങ്ങ് പ്ലാൻ ചെയ്യും. ഇവൻ സിജോയ്ക്കെതിരെ പറഞ്ഞ എന്തോ സിജോ സെൽഫിഷാണ്. സിജോയ്ക്ക് ഒരു മണ്ടത്തരം പറ്റി. കാര്യം പവർ ടീമിന് അവർക്ക് തന്നെ റൂൾസ് അറിയില്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടി നോക്കിയപ്പം അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നോമിനേറ്റ് ചെയ്യാൻ പറ്റും എന്ന് പുള്ളി പറഞ്ഞു. അതൊരു മിസ്റ്റേക്ക് ആയിരുന്നു. അത് ബിഗ് ബോസ് അപ്പൊ തന്നെ പറഞ്ഞ് അത് പുള്ളിയുടെ ആ ഒരു ഇത് നാണം കെടുത്തി വിട്ടു. അത് തിരുത്തി അത് എടുത്തിട്ട് ജാസ്മിൻ പറയാൻ വന്നപ്പം സിജോയ്ക്ക് തന്നെ അറിയില്ല എന്നുള്ള രീതിയിൽ അവനെതിരെ അത് ട്വിസ്റ്റ് ചെയ്തു. അപ്പൊ അങ്ങനത്തെ ജാസ്മിൻ അങ്ങനത്തെ ഗെയിമൊക്കെ കളിക്കാൻ മിടുക്കിയാണ്. പക്ഷെ ഈ ഗബ്രിയുടെ കൂടെയുള്ള ഈ ഒരു പ്രണയ കോംബോയാണ്. എനിക്കറിയത്തില്ല കേട്ടോ, നിങ്ങൾക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് നിങ്ങൾ പറയുക കമന്റ്സിലാണ്. പക്ഷെ എനിക്കിത് കണ്ടോണ്ടിരിക്കാൻ നല്ല പാടാണ്. ഇനി എന്നെ ബൂമർ എന്ന് വിളിച്ചാലും എന്താണ് ജെൻ ആൽഫ എന്ന് വിളിച്ചാലും എനിക്ക് പ്രശ്നമില്ല. പക്ഷെ എനിക്കിത് കണ്ടോണ്ടിരിക്കാൻ ഭയങ്കര പാടാണ്. കാരണം ഒന്നാമത് ഭയങ്കര പ്രൈവറ്റ് ലവ് സ്റ്റോറി, അല്ലെങ്കിൽ ഒരാളോട് ഇഷ്ടം തോന്നുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിനെ പക്ഷെ ബിഗ് ബോസിലെ പ്രൈവസി ഇല്ലല്ലോ. അന്നങ്ങനെ ഇവിടെ അവര് കയ്യെ പിടിച്ചാലും ചൊറിഞ്ഞാലും ഒക്കെ പോയി സൂം ചെയ്ത് കാണുന്നതിന്റെ അവസ്ഥ കാണിക്കും. ആലോചിച്ച് നോക്കണ്ടേ നിങ്ങളൊക്കെ? അതെന്തോ. ചിലർക്ക് ഇഷ്ടം കാണുമായിരിക്കും, അത് കൺട്രോളുമായിരിക്കും. അല്ല എനിക്കറിയില്ല. പക്ഷെ അവര് പറയുന്നത് അവരുടെ ഫ്രണ്ട്ഷിപ്പ് ആണെന്നുള്ള രീതിയിലാണ്. പേളിമാണിയുടെയും ഈ ശ്രീനീഷിന്റെയും ലവ് സ്റ്റോറി ഭയങ്കര ഡീസന്റ് ആയിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഇത് ഇത്ര അങ്ങ് ഇതല്ല, പൈങ്കിളി അല്ലായിരുന്നു, ഇച്ചിരി സീരിയസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരുന്നു. അതുകൊണ്ടാണ് അവർക്ക് പുറത്ത് വന്നിട്ട് ഒരു ഫ്ലറിഷ് ചെയ്യാൻ പറ്റിയത് എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇതിപ്പോ ലവ് ആണെന്ന് എന്നോടാര് പറഞ്ഞു? അവര് പറഞ്ഞില്ലോ ഫ്രണ്ട്ഷിപ്പ് ആണെന്ന്. ഞാൻ പറഞ്ഞു അത് ഫ്രണ്ട്ഷിപ്പ് അതാണ് ആണെന്ന്. ഇത് ഭയങ്കര ഡബിൾ സ്റ്റാൻഡേർഡ് ആണ് കേട്ടോ നിങ്ങൾക്ക് രണ്ടുപേർക്കും. ഗബ്രി ആണെങ്കിൽ മറ്റേ പവർ ടീമിലോട്ട് നമ്മുടെ നിഷാനേനെ മാറ്റിയിട്ട് ആരെ എടുക്കണ്ടേന്നുള്ളതിൽ വന്നിട്ട് എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്, ഞാൻ ജാസ്മിനെയാണ് നോമിനേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് പുള്ളി പറഞ്ഞു എനിക്ക് പുള്ളിക്കാരി ഇഷ്ടമുണ്ട്, പുള്ളിക്കാരിക്ക് എന്നെ ഇഷ്ടമുണ്ട്, പക്ഷെ ഞാൻ അതുകൊണ്ടല്ല നോമിനേറ്റ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞുകൊണ്ട് തുടങ്ങിയത്. അപ്പൊ അവിടെ ഇഷ്ടമുണ്ട് എന്ന് പറഞ്ഞു. ഇഷ്ടം ഫ്രണ്ട്സുകൾ തമ്മിലുള്ള ഇഷ്ടമായി കൂടുതൽ. എന്നാ പിന്നെ ഞങ്ങൾ തമ്മിൽ ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞപ്പോ ഇഷ്ടമുണ്ടെന്ന് എന്തിനാ പറയുന്നത്? ശരി. നീ അല്ല വന്നിട്ട് അതായത് ഞാനൊരു കാര്യം പറയട്ടെ, നീ വന്നിട്ട് നിന്റെ ഗേൾ ഫ്രണ്ടിനോട് ഇഷ്ടമുണ്ട് എന്ന് പറയുന്നതും എന്റെ കൂട്ടുകാരിയോട് എനിക്ക് ഇഷ്ടമുണ്ടെന്ന് ആരേലും പറയുമോ? അതാണല്ലോ കൂട്ടാകുമ്പത്തേന് ഇഷ്ടമാണല്ലോ, പിന്നെ എന്തിനാ ഇഷ്ടമാണെന്ന് പറയുന്നത്? നമുക്കറിയാലോ എന്റെ കൂട്ടുകാരി എന്ന് ഇഷ്ടമാണെന്ന് പറയുന്നത്. അല്ല അത് പറയുന്നതാണ്. ഞങ്ങൾക്കിടയിൽ ഒരു ഇതുണ്ട്. പക്ഷെ അത് അങ്ങനെയല്ല. എനിക്ക് സ്നേഹമുണ്ട്. അത് സ്നേഹം പലവിധമാണല്ലോ. സ്നേഹം ദൈവമാണ്. ഇനിയിപ്പോ അങ്ങനെ അറിയാൻ മതിയല്ലോ. എനിക്കറിയാൻ പാടില്ല. എനിക്ക് സത്യം പറഞ്ഞുണ്ടല്ലോ, ജാസ്മിൻ നന്നായിട്ട് കളിച്ച് മുന്നോട്ട് വരണം എന്നുള്ള രീതിയിൽ ഞാൻ അങ്ങനെയാണ് പ്രതീക്ഷിച്ചത്. അങ്ങനെ വരണം എന്നുള്ള രീതിയിൽ. കാര്യം എനിക്കറിയില്ല. എനിക്ക് എന്താ പറയുന്നത്, ഇപ്പൊ ആൾക്കാർ ഇങ്ങനെ ജഡ്ജ് ചെയ്യുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇച്ചിരി ബോൾഡായിട്ട് വരുന്ന ഒരു പെണ്ണിനെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് അപമാനിക്കുന്നതിനോട് എനിക്കൊരു താല്പര്യമില്ല. പക്ഷെ ഇത് പുള്ളിക്കാരി അതിനുള്ള വഴി ഒരുക്കി കൊടുക്കുമ്പോൾ എന്താ പറയണ്ടത്? പുള്ളിക്കാരി ആ ലവ് സ്ട്രാറ്റജിയുടെ വല്ല ആവശ്യമുണ്ട്? ഗബ്രിയുടെ കാര്യം പിന്നെ നമുക്ക് ഉറപ്പാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോറ ലാലേട്ടന്റെ മുമ്പിൽ വെച്ച് പറഞ്ഞു നിങ്ങൾക്ക് ലവ് സ്ട്രാറ്റജി കളിക്കാൻ താല്പര്യമുണ്ടെന്ന് നോറയോട് ചോദിച്ചു. അപ്പൊ അവന്റെ തുടക്കം തൊട്ടുള്ള സ്ട്രാറ്റജി അതാണ്. പക്ഷെ ആൾക്കാർ ഇപ്പൊ പറയുന്നത് എന്താണെന്ന് അറിയോ? ജാസ്മിൻ കാരണം ഗബ്രിയുടെ ഗെയിം അങ്ങ് പോകുന്നു. അവൻ എന്ത് ഗെയിമാണ് ഉള്ളത് അവന് പോകാനായിട്ട്?
അവള് കാരണം വേറൊരു ഓക്കെ. കാര്യം ഉണ്ടെടാ. എടാ ആ അവന് വേണ്ടി പറയുന്നത് അവളാണ്, അവൾക്ക് വേണ്ടിയും പറയുന്നത് അവളാണ്, എല്ലാം ഓ അവള് അങ്ങനെ തന്നെയാണ് ശരിയാണ്. പറയുന്നത്. അത് നമ്മൾ ശരിയാണ്. ശ്രദ്ധിക്കുമല്ലോ. ഞാനിത് കണ്ടോണ്ടിരുന്നപ്പോ ആ ഈ സെയിം കാര്യം നിന്നോട് പറഞ്ഞില്ല, ഇവളെന്തിനാ ഇവന് പറയാനുള്ളിടത്ത് ഇവളെന്തിനാ കയറി പറയുന്നത്? അവന് അതാ നാക്കില്ലേ, അവന് ഹൗസ് വായില്ലേ? ഹൗസിലുള്ളവരും അത് ചോദിക്കുന്നുണ്ട്. അത് അവന് തന്നെ നെഗറ്റീവ് ആയിട്ട് കാര്യം. അതാ ഞാൻ പറഞ്ഞേ. ഇപ്പൊ അവൻ ഇവര് പറയുന്ന പോലെ ഒരു സ്ട്രോങ് ഗെയിമർ ആണെങ്കിൽ എങ്ങനെയാ അവള് കാരണം ഇവന്റെ ഗെയിം എങ്ങനെയാ പോകുന്നത്? നീ അവിടെ മാറി നിൽക്ക്, എന്റെ കാര്യം ഞാൻ പറഞ്ഞോളാം, നീ പറയാനുള്ളത് എന്താ അവനില്ലാത്തത്? അവന്റെ തുടക്കം തൊട്ടുള്ള പ്ലാൻ അതായിരുന്നു. എല്ലാരും ആ അവന്റെ അതാ തുടക്കം ഭയങ്കര നോറ അത് സ്ട്രോങ് ഗെയിമർ പറഞ്ഞില്ലേ, ആണെന്നുള്ള. ലവ് ആ സ്ട്രാറ്റജിയുടെ കാര്യം പറഞ്ഞു. ശരി. അതവള് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ പറയത്തില്ലായിരുന്നു. ഞാനും ചിലപ്പം എന്താ പറയുന്നത്, ജാസ്മിൻ ഓവർ പവർ ചെയ്യുന്നുണ്ട്, ശരിയാണ്. ഉം, ഉം. അവളാണ് അവക്ക് വേണ്ടി അവളങ്ങ് കിടന്ന് അവന് വേണ്ടി ഇമോഷൻ ആവുകയും അവന്റെ കേസ് കെട്ടിനൊക്കെ പോയി വള്ളി ഇപ്പൊ പിടിക്കാനൊക്കെ പോവുന്നുണ്ട്. പുള്ളിക്കാരിയുടെ കാര്യത്തിന് വേണ്ടിയാണ് ഈ സ്ട്രോങ് ആയിട്ട് നിന്നിരുന്നതെങ്കിൽ പുള്ളിക്കാരി ഒരു സ്ട്രോങ്, ഇപ്പൊ അപ്സരയുടെ പറഞ്ഞ പോലെ നമുക്ക് പറയാമായിരുന്നു. ആൾക്കാരത് പറയുകയും ചെയ്തേനെ. കാരണം പുള്ളിക്കാരി നോമിനേഷൻ മറ്റേ അവാർഡ് സാധനം വന്നപ്പം, സിജുവിന് ഹീറോ വന്നപ്പം പുള്ളിക്കാരിയെ ഹീറോയിനായിട്ടാണ് ആൾക്കാർ എടുത്തത്. അപ്പൊ പുള്ളിക്കാരി ഉം. സ്ട്രോങ് ആയിട്ടാണ് അത് ചെയ്തത്. അപ്സര പോലെ വന്നേനെ. പക്ഷെ അതിന്റെ ഇടയ്ക്ക് ഇത് ലവ് സ്ട്രാറ്റജി അല്ലെന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ വന്ന് സാറുമാരിരുന്ന് പറയുന്നുണ്ടായിരുന്നു, ഞങ്ങൾ ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട്സ് ആണെന്നൊക്കെ. ഉം. എനിക്കറിയത്തില്ല, ഞാനൊരു ബൂമറാണ്. ജനങ്ങളെ എനിക്കറിയാൻ വയ്യ. എനിക്ക് എടി, ഇങ്ങനത്തെ ഡബിൾ എനിക്ക് സ്റ്റാൻഡേർഡ് പറ്റത്തില്ല. എനിക്ക് ഈ സിറ്റുവേഷൻ ഷിപ്പ്, എന്താണ് മറ്റേ ഷിപ്പ് ഒന്നും അറിഞ്ഞൂടാ. ഞാൻ കുറച്ച് ബൂമറാണ്. ഞാൻ അത് 1990s ഉണ്ടായ കുറ്റിയായതുകൊണ്ടായിരിക്കും. എനിക്കിത് എന്താ പറയണ്ടെന്ന് പോലെ അറിയാൻ പാടില്ല. ഇത് എനിക്ക് കാണുമ്പോ തന്നെ ക്രിഞ്ചാണ്. പക്ഷെ എന്തോ ചെയ്യാനായിട്ടാ ഇങ്ങനെ ഇവരുടെ ഭയങ്കര മണ്ടത്തരാണ്. കാര്യം ഇവരുടെ രണ്ടുപേരുടെയും ഗെയിമാണ് പൊക്കോണ്ടിരിക്കുന്നത്. ഇവൻ ഈ ഒരു ഇതല്ലാണ്ട് പിന്നെ അവൻ എന്തു അവനവിടെ ഉള്ളത്? അവനൊന്നും ചെയ്യാനായിട്ടില്ല. അവന് പവർ ടീമിൽ ഇരുന്നിട്ട് ഫുഡ് കൊടുക്കാതിരിക്കുക, അടിമച്ചെങ്കിൽ അടിമക്കം മാറ്റുക, അതൊക്കെയാണ് അവര്. പവർ ടീമിലുള്ളതുങ്ങൾ മൊത്തത്തിൽ ദുരന്തമാണ്. കാര്യം അവർക്ക് വേറെ എന്തെല്ലാം രസകരമായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യായിരുന്നു. അതൊന്നും ചെയ്യാൻ പറഞ്ഞിട്ട് കാര്യമില്ല. ബിഗ് ബോസ് തന്നെ പറഞ്ഞ് നാണം കെടുത്തി. എന്നാൽ ബിഗ് ബോസ് വേറൊരു പരിപാടി ചെയ്യണം. ഇവർക്ക് ഇപ്പൊ എന്തെങ്കിലും ഇച്ചിരി കട്ടിയായിട്ടുള്ള എന്തെങ്കിലും ഫിസിക്കൽ ടാസ്ക് കൊടുത്തിട്ട് അങ്ങനെ മറ്റുള്ളവർക്ക് കയറാനുള്ള ഓപ്ഷൻ കൊടുക്കണം. ഇതിപ്പോ അവർക്ക് രണ്ട് കൊടുത്ത ടാസ്കുകൾ ഒരെണ്ണം വരുന്നേ ഉള്ളെന്ന് തോന്നുന്നു. അത് നമ്മൾ കാണണം ഇനി എന്താ വരുന്നതെന്ന്. ഒരെണ്ണത്തിന്റെ അകത്ത് അവരെ ചിരിപ്പിക്കുക കരയിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊണ്ടിരുത്തി. ഓ, അതൊക്കെ അത് ഭയങ്കര പാടാ. അതെങ്ങനെ ചെയ്യുന്നത്? എന്തൊരു ശോകമാണ് അതൊക്കെ. മറ്റവർക്ക് എന്തെങ്കിലും ഒരു ഫൈറ്റിംഗ് ചാൻസ് കൊടുക്കണ്ടേ? സിജോയ്ക്കൊക്കെ ആണെങ്കിൽ പിന്നെ ഒരു ഭാഗ്യമില്ല, കഷ്ടമുണ്ട്. അവന് അവൻ എങ്ങനെയും ഒന്ന് ഇവൻ ചെന്നിട്ട് അവിടെ അകത്ത് ചെന്നിട്ട് ഗബ്രി ചെന്നിട്ട് ആ ജാസ്മിന്റെ ഇത് പറഞ്ഞിട്ട് അവനത് പറഞ്ഞു, അവന് ജാസ്മിന്റെ ഇത് വേണമെന്ന്. എന്നിട്ട് ബാക്കിയുള്ളവരെ സിജോനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ സിജോ സെൽഫിഷ് ആണ്, അവൻ ടീമിനെ മൊത്തം അങ്ങോട്ട് എടുക്കും. കാര്യം ഇവൻ അവിടെ ജാസ്മിൻ ഉണ്ടെങ്കിൽ അവന് സപ്പോർട്ട് കൊടുക്കും. അപ്പൊ ഉള്ളു. അവിടെ രണ്ടുപേര് ആ ആ. 5 പേരാണല്ലോ, 5 പേരിൽ 2 വോട്ട് ഇവന് കിട്ടും. പിന്നെ ഉള്ള 2 പേര്, പിന്നെ ഒരാൾ ഡിസൈഡിങ് ഫാക്ടർ, അയാളെ ഇവർ 2 പേരും കൂടെ മാനിപ്പുലേറ്റ് ചെയ്ത് അവരുടെ പക്കത്തിലോട്ട് എടുത്താൽ മതി. അങ്ങനെയാണ് മെജോറിറ്റി ചെയ്തത്. വോട്ടില്. സത്യം ആ പറഞ്ഞാൽ ഈ പവർ പവർ ടീമിലോട്ട് ജാസ്മിൻ എടുക്കുന്ന വോട്ടിന്റെ കാര്യത്തിൽ അങ്ങനെയായിരുന്നു. അതായത് സ്റ്റാർട്ടിങ്ങിൽ ഒരാള് ജാൻമണി ഋഷിനെയും, പിന്നെ നമ്മുടെ യമുന ഋഷിയുടെ കാര്യം പറഞ്ഞു. യമുന ഋഷിയുടെ കാര്യമാണ് പറയുന്നത്. പിന്നെ മറ്റേ സ്ത്രീ, മറ്റേ എന്താണ് അവരുടെ പേര്, ശ്രീരേഖ, ശ്രീരേഖ പുള്ളിക്കാരി സിജോയുടെ, സിജോനെയാണ് സപ്പോർട്ട് ചെയ്തത്. മറ്റേ ഇവരും എന്താണ്, അപ്സര. അപ്സര. പിന്നെ അപ്സരയുടെ വോട്ട് കൗണ്ട് ചെയ്യത്തില്ലല്ലോ. അല്ല, അപ്സരയുടെ പക്ഷെ വോട്ട് അപ്സര കൗണ്ട് പറഞ്ഞു. ചെയ്യത്തില്ല. ഇല്ല അത് കൗണ്ട് ചെയ്യത്തില്ല. പക്ഷെ കൗണ്ട് അപ്സര ചെയ്യത്തില്ല. സജസ്റ്റ് ചെയ്തു സിജോനെ പക്ഷെ എടുക്കുന്നതാണ് മറ്റേ നിങ്ങൾക്ക് നല്ലത്. നിഷാനയുടെ വോട്ട് കൗണ്ട് ചെയ്യായിരുന്നു. അവരും സിജോനെയാണ് പറഞ്ഞെന്ന് തോന്നുന്നു ആദ്യം ആദ്യം. പറഞ്ഞു ആദ്യം ആദ്യം. പറഞ്ഞു പക്ഷെ ഉം. ഇതുങ്ങളെല്ലാം വെളി വന്നപ്പോഴത്തേനും എല്ലാരും ജാസ്മിനായി. ആകെ ശ്രീരേഖ മാത്രം സിജോ പറഞ്ഞെന്ന് തോന്നുന്നല്ലേ. സിജോയില് നിന്നു. ശ്രീരേഖ സിജോയില് നിന്നു. അതുകൊണ്ടാണ് ഞാൻ നിഷാനയും പറഞ്ഞത്. സിജോയില് നിന്നു. ഇപ്പോഴും ഞാനൊരു കാര്യം പറയണേ, എനിക്ക് ആ ഫസ്റ്റ് വീക്കിൽ ഞാൻ പറഞ്ഞ ആ ഒരു കാര്യത്തിൽ ഞാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത്. എനിക്ക് പുള്ളിക്കാരി അത്യാവശ്യം ശരിയാണ്, കുറച്ച് ബോസി ആയിരുന്നു പുള്ളിക്കാരി, ഹെഡ് മിസ്ട്രസ് കളിയൊക്കെ അവര് ഉണ്ടായിരുന്നു. ബട്ട് ഉം. എനിക്ക് പുള്ളിക്കാരി ഭയങ്കര ഡീസൻ്റ് ആയിട്ടാണ് തോന്നുന്നത് കേട്ടോ. എനിക്ക് പുള്ളിക്കാരിയുടെ ഇത് ഇഷ്ടപ്പെട്ടു, കളി ഇഷ്ടപ്പെട്ടു. ഈ ആഴ്ച കുറച്ച് പക്ഷെ സൈലന്റ് ആയിരുന്നു പുള്ളിക്കാരി. ബട്ട് പറയേണ്ട കാര്യങ്ങൾ പറയേണ്ടടുത്ത് പറയുകയും, ലാലേട്ടനോടൊക്കെ എന്താണ് ഭയങ്കര കറക്റ്റ് ഒരു കാര്യം, ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ പറയുമ്പോൾ കറക്റ്റായിട്ട് വ്യക്തമായിട്ടാണ് പുള്ളിക്കാരി പറയുന്നത്. അത് ഫ്രെയിം ചെയ്ത് വ്യക്തമായിട്ട് പുള്ളിക്കാരി അത് പറയുന്നുണ്ട്. അപ്പോൾ അതെനിക്ക് ഭയങ്കര റെസ്പെക്റ്റബിൾ ആയിട്ട് തോന്നി. ഭയങ്കര നല്ല ഒരു ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നി പുള്ളിക്കാരിയുടെ ഇതിൽ. പക്ഷെ പുള്ളിക്കാരി ഇത് കഴിഞ്ഞിട്ട് സിജോനെയാണ് പോയി നോമിനേറ്റ് ചെയ്ത് അതെന്താ വേറെ. ആയിക്കോട്ടെ, അത് കളിയാണല്ലോ, അതിന് എല്ലാരും അങ്ങനെയാണല്ലോ ചെയ്യുന്നത്. അപ്പൊ ഈ നിഷാന ആദ്യം സിജോയുടെ പേര് പറഞ്ഞു.
അപ്പൊ എന്താ വെച്ചാൽ അപ്സരയും കൂടെ സിജോയുടെ പേര് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് ബിഗ് ബോസിന് ഇത് എല്ലാവരുടെയും എടുക്കൂല, അതില് അപ്സരയുടെ വോട്ടും കൗണ്ട് ചെയ്യും. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നിഷാന അടുത്ത ഇതിൽ വന്നപ്പോഴത്തേക്കും പെട്ടെന്ന് ജാസ്മിന്റെ പേര് പറഞ്ഞു കളഞ്ഞു. കാര്യം അത് ഇവൻ ഗബ്രി ഇട്ട് കൊടുത്താണ്. കാര്യം അവൻ പറഞ്ഞു സിജോ വന്നു കഴിഞ്ഞാൽ സിജോ ഫുള്ള് അവരുടെ ഫേവറേറ്റ് എടുക്കും, അവന് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിക്കാൻ. അവന്റെ ആ നോമിനേഷന്റെ ഇത് പറഞ്ഞു, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോമിനേറ്റ് ചെയ്യാനുള്ള ഐഡിയയിലാണ് അവൻ ഇരുന്നത്, അതെല്ലാം പറഞ്ഞു. ഋഷിയുടെ കാര്യം ഇവർ രണ്ടുപേരും പറഞ്ഞു, ഇപ്പൊ ഋഷി വന്നു കഴിഞ്ഞാൽ അത്ര ഇതൊന്നും പോരാ, ഋഷി അങ്ങനെ ഇതൊന്നും അല്ല എന്നൊക്കെ ഉള്ള രീതിയിൽ അവിടെ ഒന്ന് ഋഷിക്കിട്ടൊന്ന് വെച്ചു. അത് കഴിഞ്ഞിട്ട് അപ്പൊ ജാസ്മിൻ വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഇവർക്ക് ഡയറക്റ്റ് നോമിനേഷനിൽ ആളെ എടുക്കുന്ന വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവര് സ്ഥിരം ബലിയാടായ മല്ലയ്യയുടെ കാര്യമാണ് പറഞ്ഞത്. മല്ലയ്യ ആദ്യത്തെ ആഴ്ചയില് മറ്റേ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത്, ബാക്കിയുള്ളവരൊക്കെ വരുന്ന സ്റ്റേറ്റ്മെന്റ് പറഞ്ഞതിന്റെ പേരില് മല്ലയ്യനെ എടുത്തു. അപ്പൊ ഉടനെ അപ്പൊ ലോജിക്കലായിട്ട് ഒരു പോയിന്റ് പറയുന്നു, ജിൻഡോ എന്തായാലും നോമിനേഷനിൽ വരും. പക്ഷെ നമ്മുടെ ഋഷിനെയാണ് അവർ രണ്ടുപേരും സജസ്റ്റ് ചെയ്തത്, ഗബ്രീൻ. അവിടെ എന്താ വേറെ ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. ഈ ശ്രീത്തു ആരെങ്കിലും ഇതുവരെ എന്തെങ്കിലും നോമിനേഷന് വന്നു? പുള്ളിക്കാരി അങ്ങ് ഇൻവിസിബിൾ ആയിട്ട് അങ്ങ് ഒഴിഞ്ഞു കളയാണ്. ആയിട്ട് നിക്കുക, അതുകൊണ്ടാ ആൾക്കാര് ശ്രദ്ധിക്കുന്ന പോലും പുള്ളിക്കാരി ഉണ്ടെന്നുള്ള ആ ശ്രീത്തു ഉണ്ടായിരുന്നു. ശരണ്യ കഴിഞ്ഞ തവണ വന്ന് രക്ഷപ്പെട്ടു, ശരണ്യനെ വേണേ പറയാം. വേറെ ആൾക്കാരുണ്ടല്ലോ. ആ റോക്കിയുടെ കാര്യം പിന്നെ റോക്കിയും ഓക്കെ, ഇവന്റെ ലോജിക്ക് അനുസരിച്ചാണെങ്കിൽ നോമിനേഷന് വരുമെന്നുള്ള രീതിയിൽ റോക്കിനെ വേണമെങ്കിൽ വിടാം. ഒരു രീതി പറഞ്ഞ അർജുനെ പറയായിരുന്നു, പിന്നെ നമ്മൾ അർജുനെയും പറയാം. അല്ല അർജുനെയും പറയാം. കാര്യം അർജുൻ ക്യാപ്റ്റൻ ആയിരുന്നു, അല്ലാണ്ട് ഇവർക്ക് അങ്ങനെയുള്ള ഇതൊക്കെ വന്നല്ലോ. ഇപ്പം ഒന്ന് അവനെ ആക്റ്റീവ് അല്ലെന്നോ എന്തെങ്കിലും പറഞ്ഞിട്ട് അർജുനെയും വേണം പറയാമെന്ന് പറഞ്ഞു. പക്ഷെ അവര് ഋഷീനെ തന്നെ എടുത്തിട്ടു. എന്നിട്ട് അത് അവര് പറഞ്ഞത് പോരാഞ്ഞിട്ട് അപ്പം ബാക്കിയുള്ള 3 പേരെ അതിലേക്ക് കൊണ്ടുവരാനാണ് ശ്രമിച്ചത്. എന്നിട്ട് ഇവൻ എന്താ പറഞ്ഞത്, ജാസ്മിൻ വന്നു കഴിഞ്ഞാൽ പാർഷ്യാലിറ്റി ഒന്നും ഉണ്ടാകത്തില്ല, ജാസ്മിൻ അങ്ങനെ എന്നെയാണെങ്കിൽ എനിക്കെതിരെയാണെങ്കിലും ജാസ്മിൻ പറയുന്നൊക്കെ. എങ്ങനെ പാർഷ്യാലിറ്റി ഉണ്ടാവില്ല? കാര്യം ഇവന് അവള് ഒരു ടീമാകുമ്പോ എങ്ങനെ പാർഷ്യാലിറ്റി വരുന്നത്? അവിടെ പാർഷ്യാലിറ്റി ഇല്ലല്ലോ, ബാക്കിയുള്ളവരെ ഇങ്ങോട്ട് കൊണ്ടുവരികയല്ലേ ചെയ്യുന്നത്. സിജോ ഇത് ചെയ്യുമെന്നല്ല അവൻ പറഞ്ഞ, അവൻ എന്നിട്ട് രണ്ടുപേരുടെ മറ്റുള്ള സഹായത്തോടെ അവനും അത് തന്നെയല്ലേ ചെയ്യുന്നത്, അവന്റെ ഒപ്പീനിയനിലേക്ക് എല്ലാവരും കൊണ്ടുവരുന്നു. എന്നിട്ട് അതപ്പോ പറയുന്നു. എന്നിട്ട് ജാൻമണി ആ കാര്യത്തിൽ വന്നപ്പോഴത്തേക്കും ജാൻമണി പറ്റത്തില്ല, അതായത് റീസൺ പറയാൻ പറഞ്ഞു കഴിഞ്ഞപ്പോ അവൻ സേഫ് ഗെയിം കളിക്കുന്നു എന്നുള്ള റീസൺ ആണ്, അതല്ലാണ്ട് വേറെയും സ്ട്രോങ് ആയിട്ടുള്ള റീസൺ പറഞ്ഞൂടെ എന്ന് വേണമെങ്കിൽ ജാൻമണിയുടെ ഭാഗത്തു നിന്ന് നമുക്ക് പറയാം. കാര്യം ജാൻമണി അങ്ങനെ ചിന്തിച്ചിട്ടാണ് പുള്ളിക്കാരി എനിക്ക് നെഗറ്റീവ് വരരുത് എന്നുള്ള രീതിയിലാണ് പോയത്. കാര്യം ജിൻഡോയ്ക്കെതിരെ അവർക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരു റീസൺ ഉണ്ട്, അത് ആഴ്ചത്തെ തന്നെയാണല്ലോ. ജാൻമണിയുടെ കൂടെയാണ്. കാരണം എനിക്ക് മലയനെ ഇഷ്ടമാണ്, ബട്ട് ഋഷിനെ നോമിനേറ്റ് അല്ല, ഞാൻ ഇപ്പോഴും ആലോചിക്കുന്നത് എന്തുകൊണ്ട് ഋഷി എന്ന് ഞാൻ ആലോചിക്കാറ്. ഋഷിനെ നോമിനേറ്റ് ചെയ്ത് അവൻ ഔട്ടായാലും ഇവർക്ക് എന്ത് പ്രയോജനമാണ് ഉണ്ടാകുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഉണ്ടെങ്കിലും വലിയ എന്താ പറയുക, ഇനിയിപ്പൊ ഗെയിം കളിക്കുമായിരിക്കും. അതെ ഇവര് സ്ട്രോങ് ആയിട്ടുള്ള ആരെങ്കിലും ഇപ്പൊ റോക്കിനൊക്കെ ആണെങ്കിൽ അവർക്ക് അത് പുറത്താക്കിയാൽ അവർക്കും നല്ലതാണ്. അങ്ങനെ നോക്കുവാണെങ്കിൽ ഡയറക്റ്റ് നോമിനേഷനിൽ. കാര്യം ഇവര് ഏറ്റവും സ്ട്രോങ് ആയിരിക്കും, ആരും പോകത്തില്ല എന്ന് വിചാരിച്ച് രതീഷ് പോയിട്ടുണ്ട്. അപ്പൊ വേണമെങ്കിൽ റോക്കിക്ക് പോകാനുള്ള സാധ്യത അവിടെ ഉണ്ട്. അപ്പം വേണമെങ്കിൽ അവർക്ക് അങ്ങനെ നോക്കായിരുന്നു, പക്ഷെ അവര് അത് ചെയ്തില്ല. എന്താണെങ്കിലും അപ്പൊ അത് പിന്നീട് എന്താ പറയുന്നത്, ജാൻമണിയുടെ കാര്യം പറഞ്ഞപ്പോഴാ ജയിൽ ടൈമിന്റെ സമയത്ത് രതീഷും മല്ലയെ കൂടെ കിടന്നിട്ട് അവിടെ പുള്ളിക്കാരി എന്തോ സ്മോക്ക് ചെയ്യാൻ വന്നത്, സ്മോക്കിംഗ് ഏരിയയിൽ. അപ്പം സൈഡില് ജയിൽ സെല്ലിൽ കിടന്നിട്ട് രതീഷ് എന്താണ് പറഞ്ഞ മറ്റേ മുറുക്ക് വേണം എന്ന് പറഞ്ഞു. ഒരു ഗെയിം കളിക്കാൻ മുറുക്ക് കൊണ്ടുതരാന്ന്. മുറുക്കിന്റെ പേരെന്താ? മുറുക്ക്. പുള്ളിക്കാരിക്ക് മുറുക്ക് എന്താന്ന് അറിയാൻ പാടില്ല. എന്നിട്ട് അകത്ത് പോയിട്ട് അർജുനാണ് അവിടെ കിടക്കുക. എനിക്ക് രാത്രിയാ എങ്ങനെയാലും ഉറങ്ങാതെ കയറി കിടക്കുക. വന്നിട്ട് അവര് വന്നിട്ടില്ലേ ഞാൻ അവരിങ്ങനെ നിന്നിട്ട്, എന്നിട്ട് ബിഗ് ബോസ് നോക്കുന്നു കണ്ടപ്പോ ഞാൻ തെറിഞ്ഞു നിന്നു എന്നൊക്കെ പറഞ്ഞോണ്ട് മുറുക്കാനോ മൂർഖൻ കോബ്ര എന്നൊക്കെ. പിന്നെ മുറുക്കാനാണ് പറഞ്ഞു കൊടുത്തു. മുറുക്കൻ അത് നല്ലതായിരുന്നു കേട്ടോ. മുറുക്കിന്റെ പേരെന്താ? മുറുക്ക്. എന്നിട്ട് പിന്നെ പറഞ്ഞു കൊടുത്തു, ജിലേബി പോലെ ഇരിക്കുന്ന എന്നാൽ ഡ്രൈ ആയിട്ടുള്ള തട്ടുകടയിലൊക്കെ ഇരിക്കുന്നതല്ലേ എനിക്ക് അറിയാം. പുള്ളിക്കാരിക്ക് കത്തിയത് ഈ വഴക്കിന്റെ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോ ജിൻഡോ റീസൺ പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ജാസ്മിൻ പറഞ്ഞു,
അതായത് രണ്ട് അഭിപ്രായമാണ് വന്നത്. അതില് ഋഷിയുടെ ഇതാണ് ഞങ്ങൾ പറഞ്ഞത്. അല്ല, ഋഷിയുടെ ഇത് വന്നു, ജിൻഡോയുടേത് വന്നു. പക്ഷെ ജിൻഡോയുടേതാണ് ഞങ്ങൾ എല്ലാരും കൂടെ തീരുമാനിച്ചത് എന്നാണ് അവർ പറഞ്ഞത്, ഐക്യകണ്ഠേന. അങ്ങനെ തീരുമാനിക്കേണ്ട വന്നു. അതും ജാൻമണിയുടെ ഒരു ഡയലോഗ് ജാസ്മിൻ ഇഷ്ടപ്പെട്ടില്ല. അതായത് പുള്ളിക്കാരിയുടെ ദയവിലാണ് ഞാൻ വന്നതെന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരി ആണല്ലോ പറയുന്നത്. ആണല്ലോ. ആണല്ലോ ആ, അവര് പറഞ്ഞില്ലായിരുന്നു നീ എങ്ങനെ വരും, നിന്റെ ഗബ്രിയുടെ ഇതില് മാത്രം വരാൻ പറ്റില്ല. ചോട്ടി വരാൻ പറ്റത്തില്ലല്ലോ. അതെ. പറ്റത്തില്ല. അവരും കൂടെ പറഞ്ഞോണ്ട് അത് അതിന്റെ ഫലം അവരനുഭവിച്ചു. അത് മറ്റേ ശ്രീരേഖ മാത്രം പറഞ്ഞില്ല. പക്ഷെ ഈ യമുനയും ജാസ്മിൻ പിന്നെ ജാസ്മിൻ ആയിക്കോട്ടെ എന്ത് കാര്യമില്ല ആലോചിക്കുന്നു. ഇപ്പൊ കണ്ടോ, ഇപ്പൊ അവർക്ക് ആർക്കും നോമിനേറ്റ് ചെയ്യാനും പറ്റത്തില്ല. ഇവൻ പദവി ഒഴിഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ, ബിഗ് ബോസ് അങ്ങനെ പറയാണ്ട് ഇവൻ പദവി ഒഴിഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ ചിലപ്പം അവൻ പുറത്തായേനെ, ഗബ്രി. അതെ അതെ, അവൻ എന്തായാലും നോമിനേഷന് വന്നേനെ. കാരണം നാട്ടുകാർക്ക് പക്ഷെ ആർക്കും ഇപ്പൊ എന്നാലും ഇഷ്ടമല്ല. ഒരു വിലയില്ല ഇപ്പൊ അവൻ ആ വീട്ടില് ആ ഒരു വിലയില്ല. നാട്ടിലത്തെ അവസ്ഥ എനിക്കറിയാൻ വയ്യ. എന്തായാലും എനിക്ക് വില ഉള്ള വില കൂടെ എനിക്ക് പോയിട്ടുണ്ട്. നാട്ടിലും കൂടുതലും ഒരു 90% അങ്ങനെയൊക്കെ തന്നെയാണ്. ഇവരുടെ ഈ കോംബോ ഇഷ്ടപ്പെടുന്നവരുണ്ട്, പക്ഷെ എന്നാലും കൂടുതലും അങ്ങനെയൊക്കെ തന്നെയാണ്. ഇനി അവൻ ഇവരെ കോമ്പോ അല്ലാണ്ട് എന്തോ ചെയ്യും. ഇഷ്ടപ്പെടുന്നവരുണ്ടോ? വാവ്. ഉണ്ടെന്ന്. ജബറി, ജാസ്മിൻ എന്നൊക്കെയാണ്. ജബ്രി, സോറി, ജബറി അല്ല, ജബ്രി. എന്തൊക്കെയോ പേര് പറഞ്ഞു. അല്ല, നോറ അവരെ കളിയാക്കല്ലോ കേട്ടോ. അവരുടെ ജബറി കേട്ടിട്ട് ഞാനത് ചിരിച്ചു അറിയാതെ. ജാസ്മിൻ എന്നൊക്കെയാണ് പേരിടുന്നത്. എനിക്കറിയില്ല ജാസ്മിനോ? എനിക്കറിയില്ല. നല്ല കോംബോ ആണ് എന്തായാലും. നോറ അതിന്റെ ഇടയിൽ ഒരു പോയിന്റ് പറഞ്ഞു, അതായത് ഗബ്രി അവൻ എന്തോ ചെയ്തിട്ടുള്ള, അല്ലാണ്ട് അത് ശരിയല്ലേ കാര്യം. നോറ ഇങ്ങനെ ഇടയ്ക്ക് കണ്ണാടിയെ നോക്കിയിട്ട് ഇങ്ങനെ ആത്മവിശ്വാസം കിട്ടി അവിടെ ഇടയ്ക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണെങ്കിലും, പക്ഷെ അത് പോയിന്റ് ആണ്. അവനെന്തോ ചെയ്തിട്ടുള്ള എനിക്കറിയാൻ പാടില്ല. അവൻ ഇവരുടെ കൂടെ ജാസ്മിന്റെ കാര്യത്തിൽ നമുക്ക് പറയാം. ജാസ്മിൻ അവിടെ ഇവിടെ എന്തെങ്കിലും പുള്ളിക്കാരി ഇടപെടുക അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടോ എന്തെങ്കിലും പറയാം നമുക്ക്. ഇവനെന്തോ ചെയ്തിട്ടുള്ളത്? അവളുടെ മുമ്പിൽ വെച്ചിട്ട് അവനെ പറ്റി കുറ്റം പറയുമ്പോഴും അവൻ ഇങ്ങനെ പതുങ്ങിയിരിക്കുകയാണ്. സിംഗം പതുങ്ങിയിരുന്നത് അതെ അതെ അതെ, ചൂറാനായിട്ട്. അവന്റെ ഫൈറ്റ് ആണ്. അവനെ കുറിച്ചാണ് എന്തൊക്കെയോ ആരൊക്കെയോ പറയുന്നത്. അവനൊന്നും ഒരു പ്രശ്നമില്ല. അവനോടൊരു ഇവള് ഫൈറ്റ് ചെയ്യട്ടെ, കുഴപ്പമില്ല. അല്ല, ഇനി ചിലപ്പോ ഇളകുമായിരിക്കും, കാര്യം ഇങ്ങനെയൊക്കെ വന്നുകൊണ്ട്. പക്ഷെ അടുത്ത ആഴ്ച എനിക്ക് തോന്നുന്നു ലാലേട്ടൻ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുത്താൽ ചിലപ്പോ എനിക്കറിയില്ല. ജാസ്മിൻ ഇനി അങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേക്കും ചിലപ്പോ ഇവനെ നോമിനേറ്റ് ചെയ്ത്, ഇവൻ പറയുന്നത് നീ അങ്ങനെ നോമിനേറ്റ് ചെയ്താലും ഞാൻ അങ്ങനെ തകർന്നൊന്നും പോകത്തൊന്നുമില്ല. എനിക്ക് തോന്നുന്നു അവൻ തകർന്ന് തരിപ്പളാണ്. അത് ആരണ്ട് പറയുകയും ചെയ്തു. ആരായിരുന്നു? മറ്റേ റോക്കിയുടെ 2 പണിയാണ് കൊടുത്തത്. ഒന്ന് സീക്രട്ട് പണി, അതായത് മറ്റേ നോറ എവിടെ വന്നപ്പോ നോറയോട് പറഞ്ഞു ഗബ്രിക്ക് പണി കിട്ടും. അവള് ഇപ്പം ഋഷിയോട് ചെയ്യുന്നത് സെയിം കാര്യം ഗബ്രിയോടും ചെയ്യും എന്ന് റോക്കി അണ്ണൻ പറഞ്ഞായിരുന്നു. അതിന്റെ കൂടെ മറ്റേ ഒരു ഗെയിം കളിച്ചായിരുന്നു ലാലേട്ടനുള്ള എപ്പിസോഡിൽ. മറ്റേ സ്വന്തമായിട്ട് വിലയിരുത്തുക, ആൾക്കാര് നിങ്ങളെ കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്, സൂപ്പർ സ്റ്റാർ ആണോ ഹീറോ ആണോ സീറോ ആണോ എന്ന് പറയുന്നൊരു ഗെയിം. അപ്പൊ ആ ഗെയിമിനകത്തില് ഗബ്രി എന്താണ് ഒറിജിനലി വെച്ചിരുന്ന ഹീറോ ആയിരുന്നു എന്ന് തോന്നുന്നു. അപ്പോ ഹീറോ വെച്ച് അതിപ്പോ ഇവനും, അതായത് റോക്കിയും ഹീറോ തന്നെയാണ് വെച്ചത് ബോർഡിൽ. അപ്പൊ ആദ്യം റോക്കി ഹീറോ വെച്ചപ്പം ഗബ്രിയണ്ണൻ എഴുന്നേറ്റ് ചെറുതായിട്ടൊന്ന് പറഞ്ഞായിരുന്നു. അല്ലല്ല, ആദ്യം ഗബ്രി വെച്ചതിനാണ് റോക്കി പറഞ്ഞത് അങ്ങനെ അവനിങ്ങനെ ഹീറോ ആവും, ഫുഡ് കൊടുക്കാത്ത ഒരാളെങ്ങനെ ഹീറോ ആവുന്നെന്ന് പറഞ്ഞു. അപ്പൊ അതിന് അല്ല തിരിച്ച ഞാൻ പറഞ്ഞ പോലെ ആദ്യം റോക്കിയുടെ കാര്യമാണ്. തിരിച്ചാണ്. ആദ്യം ചൊറിഞ്ഞു അങ്ങോട്ട്. ഇല്ല. ആദ്യം ഗബ്രി ചൊറിഞ്ഞു റോക്കിയെ. അപ്പൊ റോക്കിയെ ചൊറിഞ്ഞപ്പോഴാണ് നേരെ തിരിച്ച് എന്താണ് ഗബ്രി കൊണ്ടുവന്ന് ഹീറോ എന്ന് പറഞ്ഞ ബോർഡെ വെച്ചപ്പോ മറ്റേ റോക്കി പുള്ളിയുടെ ഇതെടുത്തിട്ട് പവർ എടുത്തിട്ട് പറയുകയും ചെയ്തു. ലാലേട്ടൻ മാറ്റണമെന്ന് ചോദിച്ചപ്പോ മാറ്റണമെന്നും പറഞ്ഞ് 0 ആക്കി കൊടുത്തു. അപ്പൊ ആ ബോർഡിൽ 2 0 മാത്രമേ ഉള്ളായിരുന്നു. അത് രതീഷണ്ണനായിരുന്നു. രതീഷണ്ണൻ സ്ട്രാറ്റജി പ്രയോഗിച്ചതാണെന്ന് യമുന ചേച്ചി പറയുന്നുണ്ടായിരുന്നു. സ്വയം കൊണ്ട് വെച്ചതാണ്, പക്ഷെ പുറത്തുപോയി. എന്താണേലും യമുന ചേച്ചിയല്ല, ശ്രീരാഗ ചേച്ചിയാ പറഞ്ഞത് സ്ട്രാറ്റജി പ്രയോഗിച്ചു. അത് പറഞ്ഞപ്പോഴേ എനിക്ക് ആ എപ്പിസോഡില് എന്താണ് ഡ്രസ്സിന്റെ ഒരു കാര്യം പറയാനുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. സോ വർത്ത് മെൻഷനിങ് എന്ന് എനിക്ക് തോന്നി. പുള്ളിക്കാരി മറ്റേ നമ്മുടെ എന്താണ് പുള്ളിക്കാരിയുടെ പേര് ഞാൻ പറഞ്ഞു, എന്തായിരുന്നടാ,
നമ്മുടെ കുടുംബവിളക്കിലെ ഉം, വില്ലത്തി എന്താണ് പുള്ളിക്കാരിയുടെ പേര്? ശരണ്യ. ശരണ്യ. അപ്പം ശരണ്യയുടെ സാരി വിത്ത് കേപ്പ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു വെറൈറ്റി ആയിരുന്നു. കൊള്ളാല്ലേ, ഒരു നല്ല വെറൈറ്റി രസമുണ്ടായിരുന്നു സംഭവമായിരുന്നു. കാണാൻ. പക്ഷെ പുള്ളിക്കാരി ഇരിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. ബിക്കോസ് ആ കേപ്പിൽ കയറി ഇരുന്നിട്ട് പുള്ളിക്കാരി അത് ഈ മുത്ത് വെച്ചിട്ടാണ് കേപ്പ് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ ആ മുത്ത് പൊട്ടുമെന്ന് പേടിച്ചിട്ട് പുള്ളിക്കാരിക്ക് ഇരിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പൊ അത് പൊക്കിയിട്ട് വേണമായിരുന്നു ഇരിക്കാൻ. പക്ഷെ ഇത് സൂപ്പർമാൻ സ്റ്റൈലിക്കുള്ളായിരുന്നു. സാരി വിത്ത് കേപ്പ് ഞാൻ ആദ്യമായിട്ട് അങ്ങനെ കാണുന്നത്. അതല്ല, ഫാഷൻ ഇവിടെ മാഗസീനിലൊക്കെ ലാലേട്ടന്റെ ഞാൻ കണ്ടിട്ടുണ്ട്. ബട്ട് അത് നോർമലായിട്ട് അങ്ങനെ ഇടുന്ന ഞാൻ കണ്ടിട്ടില്ല. ലാലേട്ടൻ്റെ നല്ലതായിരുന്നു. യെസ്, ലാലേട്ടന്റെ ഡ്രസ്സ് കുറച്ച് ഫ്രീക്കി ആയിരുന്നു. കൊള്ളാം. പച്ച നല്ല മോതിരമൊക്കെ. പുള്ളി ഇപ്പൊ കുറച്ചുകൂടെ ഫിറ്റ് ആയതുകൊണ്ട് കുറച്ചുകൂടെ ഒരു നല്ല രസമുണ്ട് കാണാനായിട്ട് എല്ലാ ലിച്ചിനും. പിന്നെ നമ്മള് ലാലേട്ടൻ ഫാൻസ് ആണ്, അതുകൊണ്ട് ആരായാലും ലാലേട്ടൻ നല്ലതായിരുന്നു. അതാണ് ഇത്. അപ്പൊ ഇങ്ങനെ ഈ ഇവന്റെ ഈ ഗെയിം, അതും ഈ ആൾക്കാരൊക്കെ പറയുന്ന, എനിക്ക് ജാസ്മിൻ ഭയങ്കര ഇതാണ്, ഗബ്രിയുടെ ഗെയിം വീക്ക് ആവുന്നു എന്ന് പറയുന്നതില് ഇവന്റെ സ്ട്രാറ്റജി അതാണല്ലോ. ഗെയിം ഈ ലവ് സ്ട്രാറ്റജി അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് എന്താന്ന് വെച്ചാല് ആ സ്ട്രാറ്റജി വെച്ചിട്ടാണല്ലോ പോകുന്നത്. അത് എത്ര നാളെ നീക്കുമെന്ന് കണ്ടറിയണം. എനിക്കറിയില്ല. പിന്നെ നോമിനേഷൻ ഇത്തവണ വന്നേക്കുന്നത് നോറ, നിഷാന, സുരേഷ്, ഋഷി, പിന്നെ ഇവിടുത്തെ ഇതിന്റെയാണോ? നോറ, നിഷാന, റോക്കി, ഋഷി, സിജോ, രശ്മിൻ, സുരേഷ്. രശ്മിനും റോക്കിയുമായിട്ടൊരു ചെറിയ അടി ഉണ്ടായി. അതാ PT പിന്നെ മോർണിംഗ് ആക്ടിവിറ്റീനെ ബന്ധപ്പെട്ട്. പിന്നെ ഈ നമ്മുടെ അല്ല, ഇവരുടെ ഒരു കോംബോ ഉണ്ട് കേട്ടോ, ഈ ഗബ്രി, ജാസ്മിൻ, നമ്മുടെ രശ്മിൻ, അവര് മൂന്നുപേരും ഒരു ശരിയാണ്. അവര് ഋഷിയെ നോമിനേറ്റ് ചെയ്തപ്പോ അത് നമുക്ക് വ്യക്തമായിട്ട് കാണായിരുന്നു. കാരണം മൂന്നുപേരും ഒരേപോലെ നമ്മൾ SI കാണാതെ പഠിച്ചു പോയി കോപ്പി അടിച്ച് പറഞ്ഞു വെച്ച് ചെയ്ത പോലെ. അല്ല, ഞാനെന്നാലും ആലോചിച്ചു, ഇവർക്ക് എന്നാ പിന്നെ എന്തായാലും നോമിനേറ്റ് ചെയ്യുമ്പോൾ ഇവർ രണ്ടുപേരും നോമിനേറ്റ് ചെയ്താൽ തന്നെ അവന് 2 വോട്ട് വരും. പിന്നെ എന്തിനാണ് പവർ ടീമിനെ കൊണ്ട് ഇവർ കഷ്ടപ്പെട്ട് കൺവിൻസ് ചെയ്ത് ബുദ്ധിമുട്ടേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. അല്ലെങ്കിൽ അവർ പറയുമ്പോൾ ഓക്കെ എന്നാ ഋഷി വേണ്ട, ഞങ്ങൾക്ക് വേറെ ആരെങ്കിലും മതിയെന്ന് ഇവര് ഉടനെ മാറ്റിയിരുന്നെങ്കിലും അവർക്ക് ചിലപ്പോൾ രക്ഷപ്പെടായിരുന്നു. ഇതവര് അതിൽ തന്നെ പിടിച്ചു നിന്നുകൊണ്ടാണ് പറ്റിപ്പോയത്. അതും ഋഷി റിയാക്ട് ചെയ്തത് ഇച്ചിരി, എനിക്ക് ആൾക്കാർ പറയുമ്പോൾ എന്താണെന്ന് ഭയങ്കര ഇമോഷണൽ ആയിട്ടാണ് റിയാക്ട് ചെയ്തത്. പക്ഷെ എനിക്ക് അത് വേണ്ടായിരുന്നു എന്നുള്ള രീതിയിലാണ് എനിക്ക് തോന്നിയത്. പോയിന്റ് ഉണ്ടായിരുന്നു, പക്ഷെ റിയാക്ട് ചെയ്ത് വേ റോങ് ആയിരുന്നു. അവൻ അത്രയ്ക്ക് അലച്ചും കരയുണ്ടായിരുന്നു, കരഞ്ഞു പിഴിഞ്ഞ് കഷ്ടമുണ്ട്. അവന്റെ മുമ്പിൽ ഇരുന്ന് ചിരിച്ചുകൊണ്ടിരുന്ന് അവരിത് പറഞ്ഞു. പക്ഷെ ഇവനും ആലോചിക്കാല് ജാസ്മിനെ പറ്റി അല്ല ഇവരുടെ ഇതിനെ പറ്റിയിട്ട് അപ്പറായിരുന്നു റോക്കി ബായുടെ ഒക്കെ അടുത്തിരുന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ അതും എന്താണേലും, പക്ഷെ അങ്ങോട്ട് എനിക്ക് തോന്നുന്നു പുള്ളി ഭയങ്കര ഇമോഷണലി ഭയങ്കരമായിട്ട് അങ്ങ് ഇതാവുന്നുണ്ട്. അത് ബിഗ് ബോസിൽ എത്ര നാൾ അങ്ങനെ പോകാൻ പറ്റും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. അപ്പൊ അവൻ പറയുന്നുണ്ട് നോമിനേഷനിൽ ചെയ്താലല്ല എനിക്ക് ബുദ്ധിമുട്ട്, അവന് അങ്ങനെ എന്റെ മുമ്പിൽ ചിരിച്ചിരുന്നിട്ട് രണ്ടുപേരും 2 അവസരങ്ങളാണ് കളഞ്ഞത്. ഒന്ന് പവർ ടീമിലോട്ട് കയറാനുള്ള അവസരം, പിന്നെ നോമിനേറ്റ് ചെയ്യുകയും ചെയ്തു. അത് പാളിപ്പോയെങ്കിലും പിന്നെ അവരെ തന്നെയാണ് നോമിനേറ്റ് ചെയ്ത് വിട്ടത് എന്താണേലും. പക്ഷെ അതുകൊണ്ട് ഇനിയിപ്പോ ഋഷി കുറച്ചുകൂടെ ആക്റ്റീവായിട്ട് കളിക്കുമായിരിക്കും നോമിനേഷനിൽ വന്നതുകൊണ്ട്. പിന്നെ അർജുനൊന്ന് അല്ലെങ്കിൽ കളിക്കണേ എന്നുള്ളതാണ് എന്റെ പ്രാർത്ഥന. കാര്യം മുന്നോട്ട് വന്നേ പറ്റൂ, ഇല്ലെങ്കിൽ അടുത്ത നോമിനേഷനിൽ വരും. ഋഷി അത്ര ഇമോഷണൽ ആയിട്ട് ചെയ്യേണ്ട കാര്യം ഇല്ലായിരുന്നു, അത് അവന് കൺട്രോൾ ചെയ്യായിരുന്നു. ഭയങ്കരമായിട്ട് ഇത് റിയാക്ട് ചെയ്ത്, അതും വേർഡ്സ് കുറച്ചുകൂടെ കെയർഫുൾ ആയിട്ട് വരണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു തോന്നുന്നു. മ്യൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ബിഗ് ബോസ്. ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഇമോഷണലി അങ്ങനെയായി. ജാസ്മിൻ അതിന്റെ അപ്പുറത്ത്. അത് പറയുമ്പോഴാ ഗബ്രി ആണെങ്കിൽ അതിന്റെ ഇടയ്ക്ക് ക്യാപ്റ്റന്റെ കട്ടിലിൽ കിടക്കണം എന്നൊരു റിക്വസ്റ്റ് വെച്ചായിരുന്നു. വളരെ മനോഹരമായിരുന്നു. അപ്സര പറയാണ്, ആ വന്നിട്ട് എന്നോട് പറഞ്ഞു, അതായത് ഞാൻ ക്യാപ്റ്റൻ മാറി കൊടുക്കുന്നു ക്യാപ്റ്റന്റെ കട്ടിലേല്, അത് സ്ഥലമുണ്ടല്ലോ രണ്ടുപേര്, അത് ആര് രണ്ടുപേരാണെന്നുള്ളത് പറഞ്ഞില്ല, നമുക്കറിയാൻ പാടില്ല. ഇനിയിപ്പം വേറെ അവര് ഒരുമിച്ച് കിടക്കാനല്ലായിരിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു, വേറെ ആയിരിക്കും. ഞാനൊന്നും പറയുന്നില്ല, നമ്മള് ഊപ്പറല്ലേ, നമ്മളൊന്നും പറയുന്നില്ല. നമുക്കറിയുന്നില്ലല്ലോ, അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു. പക്ഷെ അത് പറയണ എന്ത് ക്യാപ്റ്റൻ എന്തിനാ മാറി കിടക്കുന്നു? ക്യാപ്റ്റൻ അങ്ങനെ കിടക്കാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും വലിയ കട്ടിൽ ക്യാപ്റ്റനെ തന്നെ കൊണ്ട് കൊടുത്തേക്കുന്നത്. അപ്പൊ ആ പുള്ളിക്കാരി മാറിയിട്ട് വേറെ വല്ലയിടത്ത് പോയി കിടക്കാൻ എന്തൊന്നും കഷ്ടപ്പെട്ട് കളിച്ച് കൊടുക്കും. അല്ല ഇവന് ഷെയർ ചെയ്ത്
ആ അത് അതാണെങ്കിൽ അവർ ആ രാത്രി പോയിട്ട് ജാസ്മിന്റെ റൂമിൽ അവിടെ കിടന്ന് ആരെയാണോ എഴുന്നേപ്പിച്ച് വിട്ടത്? നോറേനെയാണോ? അല്ല, ആരാണോ എനിക്കൊന്ന് എഴുന്നേപ്പിച്ച് വിട്ടിട്ട്? ജിൻഡോ വെളിയിൽ പോയി കിടപ്പുണ്ടായിരുന്നു. എനിക്കൊന്ന് ജിൻഡോ ആ അപ്പൊ ആ മുറിയിലായിരുന്നു. അപ്പൊ അവൻ ഗ്യാപ്പില് പോയി കിടന്നു. വെളിയിൽ ഔട്ട് മറ്റേ വെളിയിൽ ഇവരെല്ലാവരും ഇരുന്ന് ഡാൻസ് ചെയ്യുന്ന കോറിഡോറിൽ പുള്ളി കിടന്ന് ഉറങ്ങി. അതെന്തിനാണ് പുള്ളി തറയിൽ പോയി കിടന്ന് ഉറങ്ങുന്നത്? ഞാൻ ആദ്യം തൊട്ട് മല്ലയ്യ കുറച്ച് നാളായിട്ട് പ്രതിഷേധത്തിലാണ്. അത് പ്രതിഷേധം അതുകൊണ്ടാണ്. അറിയിക്കാൻ വേണ്ടിയിട്ടാണ് പുറത്തു പോയി കിടന്നത്. പക്ഷെ ആ പ്രതിഷേധം ആരും കണക്കിലെടുത്തില്ല എന്നുള്ളത്. മല്ലയ്യയുടെ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് കിടന്ന കേട്ടോ. പക്ഷെ അപ്പൊ അന്നേരം ഇവനവിടെ പോയി കിടക്കുക. അതിന്റെ ഇടയ്ക്ക് വേറൊരു കാര്യം, ഈ അപ്സരയുടെ ബ്രഷ് കക്കൂസ് കഴുകാനാണ്. ആ ആരാണാവോ എടുത്ത് ഇത് എന്നിട്ട് അങ്ങനെ തന്നെ കൊണ്ടുവച്ചു. അത് അയ്യോ, ആരാണോ അങ്ങനത്തെ അത് വൃത്തികെട്ട പരിപാടി ചെയ്തത്? രസമുണ്ടായിരുന്നു. എനിക്ക് പെട്ടെന്ന് മറ്റേ രോമാഞ്ചത്തിലെ സീക്വൻസ് ഓർമ്മ വന്ന്, മറ്റേ വാഷ് ബേസിൻ കഴുകാൻ വേണ്ടി മറ്റേ ബ്രഷ് വെച്ചിട്ട് അതുപോലെ. ഇത് സെയിം സിറ്റുവേഷൻ ആണെന്ന് തോന്നുന്നു ഇവിടെ നടന്നത്. എന്നിട്ട് അങ്ങനെ തന്നെ വെച്ചു. ഇത് പരിപാടി ഇത് ഓഞ്ഞ പരിപാടി അതൊക്കെ. അന്ന് ആരത് തന്നെ ചെയ്യും? അന്നത്തെ ദിവസം തന്നെ വേറൊരു സംഭവം സംഭവിച്ചു. നമ്മളത് പറഞ്ഞില്ല, താത്തയുടെ റിങ് കളഞ്ഞു പോയിട്ട് താത്ത കരയുന്ന ഒരു പ്രത്യേകത. അതൊരു പ്രാങ്ക് നാടകമായിരുന്നു. താത്ത മികച്ചതായിരുന്നു. താത്ത എന്താണ് ചെയ്യുന്നതാണ് എനിക്കറിയാൻ പാടില്ല. താത്ത എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഓക്കെ, രതീഷിനെ പുറത്താക്കിയാൻ ഒരു നല്ല മാസ്റ്റർ പ്ലാൻ ആയിരുന്നു. നല്ലൊരു മാസ്റ്റർ സ്ട്രോക്ക് ആയിരുന്നു. ഒരു കൊള്ളായിരുന്നു. പക്ഷെ എന്നാലും എനിക്കറിയാൻ പാടില്ല. എനിക്ക് എന്താണോ ചെയ്യുന്നത് എനിക്കറിയത്തില്ല. ഇങ്ങനെയൊക്കെ ഇത് പോകുന്നുള്ള കാര്യത്തിൽ ഇവനന്നിട്ട് അവിടെ പോയി കിടന്നു. അപ്പൊ അത് ജാൻമോണി വിളിച്ചോണ്ട് പോയി ശ്രീരേഖനെ രാത്രി വിളിച്ച് അവരുടെ വിൻഡോയിലൂടെ കാണിച്ചു കൊടുക്കും. കാണിച്ച് അത് ചിലര് പറയുന്നുണ്ടായിരുന്നു എന്തിനാ അങ്ങനെ എത്തിച്ചു നോക്കുന്നത്, അത് പിന്നെ ഇതല്ലേ. അവൻ പിന്നെ പോയി കിടന്നു. അവൻ പോയിട്ട് വെല്ലന്റെ ബെഡ്റൂമിൽ കിടന്നു. അത് അവര് നോക്കുക എന്നുള്ള, അവര് പവർ ടീം അല്ലേ, അവരൊരു ടീമായിട്ട് നിക്കുക. അവര് കളിക്കാനാണല്ലോ നിക്കുന്നത്. അത് അല്ല അത് പ്രൈവറ്റ് ബെഡ്റൂം ഒന്നും അല്ലല്ലോ. എന്താണ് ഫസ്റ്റ് നൈറ്റ് ഹണിമൂണ് പോയ കപ്പിളൊന്നും അല്ലല്ലോ അവിടെ കിടക്കുന്നത്. കുറെ 10-15 പേര് അവിടെ കിടപ്പുണ്ടല്ലോ. അതിന് എത്തി നോക്കിയ അല്ല, പുള്ളിക്കാരി അത് ഡിസ്റ്റർബ് കാണിച്ചു ചെയ്യണ്ടെന്നുള്ള കൊടുത്ത രീതിയിൽ പതുക്കെ അങ്ങനെ അല്ല ചെയ്ത്. കാണിച്ചു കൊടുത്താണ് ചെയ്യും. പവർ ടിവിയിൽ കിടന്നിട്ട് ഇവിടെ ഒരു ഇത്ര വലിയ എല്ലാവർക്കും കിടക്കാൻ സ്ഥലമുണ്ട്, ബെഡ് ഉണ്ട്, എല്ലാം ഉണ്ട്. എന്തിനാ അവിടെ പക്ഷെ പോയി സത്യം പറഞ്ഞാൽ മല്ലയ്യയുടെ അവര് ബെഡിൽ ചെയ്യാൻ പോയി? പാടില്ല. അവനെ വിളിച്ച് തിരിച്ച് അവിടെ കൊണ്ട് കിടത്തേണ്ടതായിരുന്നു. കാരണം ഇതിപ്പം വേറെ പക്ഷെ അത് ചെയ്തില്ല. പ്രശ്നമായിരുന്നു. ആരെയും ഒന്ന് ചോദ്യം ചെയ്തായിരുന്നെങ്കിൽ ഇവർക്ക് പിന്നെ ലാലേട്ടന്റെ മുമ്പിൽ ചളിഞ്ഞ് ഇല്ല നിൽക്കേണ്ടി വരത്തില്ലേ. ഇല്ല ഇതൊക്കെ അൻസിബ അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊക്കെ ഇതൊക്കെ ഈ കാര്യങ്ങളും കൃത്യമായിട്ട് നോട്ട് ചെയ്ത് പറയുന്നുണ്ട്. അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് പറയുന്നുണ്ട്. അപ്പൊ ചിലര് പറയാം അതിപ്പോ എന്താ പറയുന്നത് വരദൂഷണമാണ്, അങ്ങനെയാണ് ഇങ്ങനെ. ബിഗ് ബോസ് അല്ലേ, ഇത് ഗെയിമല്ലേ. അവിടെ ഇവിടെ കറക്റ്റ് ആയിട്ട് ഇൻഫർമേഷൻ അവിടെ ഇവിടെ പ്ലാൻ ചെയ്യുക. അത് നമ്മൾക്ക് പരദൂഷണമാണ്, പക്ഷെ ബിഗ് ബോസിന്റെ അകത്ത് അത് ഗെയിമാണ്. അപ്പൊ അങ്ങനെ കറക്റ്റ് ആയിട്ട് അത് പ്ലാൻ ചെയ്തിട്ട് പുള്ളിക്കാരി കയറി വരുന്നുണ്ട്. നമുക്കറിയാം, കണ്ടറിയാം. അൻസിബ ചിലപ്പം 2 ബോംബ് പൊട്ടിച്ച് അവിടെ ഒരു ഇഷ്യൂ ഉണ്ടാക്കി പുള്ളിക്കാരി കറക്റ്റ് സമയത്ത് കറക്റ്റ് ആയിട്ട്. ഇല്ല ഒച്ചപ്പാടൊന്നും ഇല്ലാണ്ട് സൈലന്റ് ആയിട്ട്. മല്ലയെയും കണ്ടോണം. മല്ലയെ ഇതുപോലെ സൈലന്റ് ആയിട്ട് ഒബ്സർവ് ചെയ്തിട്ട് ഇനി മല്ലയെ കയറി വരും. പക്ഷെ മല്ലയെ ഇരുന്ന് ഉറങ്ങിപ്പോകുന്നതാണ്. മല്ലയുടെ വാക്കുകൾ മല്ലയെ സൂക്ഷിക്കണം. അതാണ് മല്ലയുടെ അത് എന്തോ പക്ഷെ രതീഷ് എണ്ണ വരട്ടിയെന്നോ എന്താണ്ടൊരു കോൺട്രവേഴ്സി ഒന്നുമില്ലായിരുന്നു. അതെന്തായിരുന്നു? അത് ബോഡി ഷോ ചെയ്യാൻ പറഞ്ഞു യമുന. അതല്ല, അപ്പൊ ഇത് പറഞ്ഞു ഞാൻ നോർമൽ എപ്പിസോഡിൽ വന്നതല്ല. അത് വേറെ എന്തോ ലൈവോ എന്തോ കൊണ്ടാരത്തിൽ വന്നതാണ് അല്ലേ? നോർമൽ എപ്പിസോഡിൽ ഉണ്ടായിരുന്നു അത്. ഈ എണ്ണ വരട്ടി ഞാൻ കണ്ടില്ല സാധനം. അത് നീ ഇല്ല പിന്നീട് ഇല്ല കഥ ഇല്ല ഇല്ല പറഞ്ഞ. ലൈവില് ഏതാണ്ട് വന്നത് BB പ്ലസിലോ ലൈവിലോ അങ്ങനെ എന്തോ വന്നതാണത്. യമുന ബോഡി ഷോ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാന് ബോഡി ഷോ ചെയ്യുന്നത് ഇങ്ങനെ എണ്ണയൊക്കെ പരുത്തി ജെട്ടിപ്പുറത്ത് നിന്നാണ്. അതുകൊണ്ട് അത് ചെയ്യാൻ പറ്റില്ല. പിന്നെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ബാത്റൂമിലോട്ട് കാണിച്ചു തരാം എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. ഇച്ചിരി റോങ് ആയി പോയി ഇത്. പക്ഷെ ഈ റോക്കി ബായുടെ ഈ തള്ളിക്കയറി വരുന്ന പരിപാടി ഉണ്ടല്ലോ, ശ്രീതു അത് പറഞ്ഞു. അവരെ അടിയുടെ ഇടയിൽ ഒന്ന് പറഞ്ഞു. പക്ഷെ അവരും അത് പറയുന്നുണ്ടായിരുന്നു, പറഞ്ഞു. അപ്സരയും പറയുന്നുണ്ടായിരുന്നു സ്പേസ് ഇട്ടിട്ട് നിക്ക് റോക്കി എന്ന് പറയുന്നുണ്ടായിരുന്നു അടിയുടെ ഇടയ്ക്ക്. പക്ഷെ അവരതങ്ങോട്ട് അത് ഇവർക്ക് അപ്പൊ അതൊന്നും ആലോചിക്കും. ഇപ്പൊ ഈ ഒരാളെ ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യുമ്പോൾ അതൊക്കെ ഭയങ്കര വാലിഡ് ആയിട്ടുള്ള പോയിന്റ് അല്ലേ. അതെ ഇപ്പൊ പെണ്ണുങ്ങളുടെ ദേഹത്തോട്ട് ഇങ്ങനെ കയറി വരുന്നത്. അത് ഇനി ആരെങ്കിലും മറ്റേ വീക്കില് എന്തെങ്കിലും പറഞ്ഞൊന്ന് ഒന്ന് നിർത്തിക്കണം പുള്ളിയുടെ ആ പരിപാടി. കാര്യം അത് പുള്ളിക്ക് തന്നെ ഒരു ദോഷമല്ലേ. ഇങ്ങനെ അങ്ങോട്ട് കയറി അത് ഇന്ന് രശ്മിനുമായിട്ടുള്ളത് അവളെ ഉമ്മ വെച്ചിട്ടൊന്നും ഇത്രയും അടുത്താണ് വന്ന് കയറിയിരുന്നത്. അത് ഭയങ്കര അവള് അൺകംഫർട്ടബിൾ ആണ്. പുറകോട്ടാകുമ്പോ പിന്നെയും കയറി. നമുക്ക് കാണാൻ തന്നെ എന്തോ പോലെ. അത് രതീഷ് അത് പറയുമ്പോഴാ മറ്റേ ജിൻഡോബായുടെ മറ്റേ
പുള്ളിക്ക് മറ്റേ അസോൾട്ട് നടന്നു എന്നും പറഞ്ഞുകൊണ്ട് ടെറ്റനസിന്റെ ഇഞ്ചക്ഷൻ കൊണ്ടുവന്ന് ഡോക്ടറിനെ പെട്ടെന്ന് ഡോക്ടറെ കൊണ്ടുവന്നത് വെള്ളിക്കാട്ടൻ ഡോക്ടറോ വെള്ളിക്കാട്ട സൂചിയൊക്കെ ഇട്ടുണ്ട്. ഒന്നും ഉണ്ടായില്ല. അവനേതാണ്ട് സിജോ നെഞ്ചിട്ട് ഇങ്ങനെ ഒന്ന് വിരലുകൊണ്ട് ഇങ്ങനെ തൊട്ടതേ ഉള്ളൂ. പിന്നെ കൈ എന്താ മുറിഞ്ഞു എന്നൊക്കെ പറഞ്ഞു എനിക്ക് ടെക്നസ് വന്നു. ഫിസിക്കൽ അസോൾട്ട് ചെയ്തു. സത്യം പക്ഷെ പറഞ്ഞാലേ അല്ല ഞാൻ ഇപ്പൊ വേറൊരു കാര്യത്തിലേക്ക് ലാലേട്ടൻ ചോദിച്ചതിൽ എന്തൊരു വാലിഡ് പോയിന്റ് ഉണ്ട്. ഈ അവിടെ നിൽക്കുന്ന ആൾക്കാരുടെ പേര് പോലും ഇത് നിങ്ങൾക്ക് അറിയത്തില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ചുമ്മാ അങ്ങ് അടിയിട്ടുള്ളൂ. മറ്റേ അതിന് എവിടെയും ഗബ്രിയാണി സമയം വന്നിട്ട് നോറേനെ ഷിബ്ലാന്ന് കൂടെ ഷൈവൽ സാധു എന്നാണ് പുള്ളിക്കാരിയുടെ പേര്. ഷിബ്ല ഷിബ്ല അത് എന്റെ ഓ അതുവരെ വീട്ടിൽ ഇപ്പൊ ആരൊക്കെ നമ്മുടെ ഉണ്ട് ഇറക്കിന് ഒരു പണി കിട്ടിയായിരുന്നു. അർജുനെ പ്രവീൺ എന്തോ വിളിച്ചത്, പ്രവീണോ പ്രവീൺ പ്രണവോ? എന്നാണ് രതീഷ് പ്രവീൺ എന്നാണ് രതീഷ് പറഞ്ഞത്. അത് പിന്നെ ഒരു ടങ് സ്ലിപ്പ് വന്നെന്ന് എന്തായാലും പറയാം. ഇത് പിന്നെ ഷിബ്ല അർജുനും പ്രവീണും തമ്മിൽ ഭയങ്കര ടങ് സ്ലിപ്പ് വരുന്ന പേരുകളാണല്ലോ. അല്ല ശ്രീതുവിനെ ശ്രുതു എന്ന് എന്താ വിളിച്ചു വിളിക്കുക. ഇപ്പം അതാ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയത്തില്ല. അതിനെവിടെ സമയം ഇരിക്കുന്നത് ഇടപഴകാനും ഒന്നും ആർക്കും ഒരു ടൈമും ഇല്ല. ഒന്നും അറിയേണ്ട കാര്യമില്ല. അന്ന് നേരെ കയറി ഫൈറ്റ് ചെയ്യുക എന്നുള്ളതാണല്ലോ. നോക്കാം. ഇപ്പം ഗെയിം കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരുന്നുണ്ട്. അൻസിന്റെ ഒരു സൈഡിൽ കയറി വരുന്നു. ഇനി ശ്രീത്തുവും പിന്നെ മറ്റേ ശരണ്യൊക്കെ മുന്നോട്ട് വരണം. അവരും പിന്നെ നമ്മുടെ സുരേഷ്, ഞങ്ങൾ താത്താന്ന് വിളിക്കുന്നത് സുരേഷ്. കാര്യം തമിഴിലൊരു സുരേഷ് ഉണ്ടായിരുന്നു. പുള്ളിനെ എല്ലാവരും താത്താന്ന്, സുരേഷ് താത്താന്നാണ് വിളിക്കുന്നത്. അപ്പം സുരേഷ് ഉണ്ട്, അദ്ദേഹവും വരണം. ജാൻമണി പിന്നെ എല്ലാം നല്ല രീതിയിൽ. ജാൻമണിക്ക് ലീഡർ എന്നുള്ള അർജുനും കിട്ടിയത്. ആ ലീഡർ ഇത് ട്രോഫി ലീഡറും ശുദ്ധനുമാണ് പിന്നെ കിട്ടിയത്. ശുദ്ധനുമാണ് ജാൻമണിക്ക് കിട്ടിയത്. ലീഡറും ഹെൽപ്പറും അങ്ങനെയാണ് കിട്ടിയത്. ജാൻമണി ഭയങ്കര ആക്റ്റീവാണ് കേട്ടോ. ഋഷിയും അർജുനും ഒക്കെ ഇനിയും വരാനുണ്ട്. ഋഷി എന്നിട്ട് ഈ നോമിനേഷനിൽ വന്നോണ്ട് ഋഷിയുടെ കുറച്ച് പ്രശ്നം ഈ ഇമോഷണൽ ആവുന്ന അതെ ഇത് ഇച്ചിരി അങ്ങ് ഭയങ്കര ഇച്ചിരി നമുക്കൊരു ക്രൈ ഹൈപ്പർ ബേബി ഇമോഷണൽ ആണ്. ടൈപ്പായിട്ടാ എനിക്ക് ഫീൽ ചെയ്തത്. അങ്ങ് ഭയങ്കര അങ്ങ് ഇമോഷണൽ ആയിട്ട് അങ്ങ് കരയുവാ. കരഞ്ഞില്ലായിരുന്നു കുഴപ്പമില്ലായിരുന്നു, നമുക്ക് അല്ല കണ്ടോണ്ടിരിക്കായിരുന്നു. പക്ഷെ എല്ലാവരും ഇതിന്റെ അകത്ത് കരയാണ്. പക്ഷെ അവനാണ് ഏറ്റവും കൂടുതൽ കരഞ്ഞ് ഇങ്ങനെ ഏങ്ങലടിച്ച് കരയുന്ന രൂപത്തിലോട്ട് ആവുന്നത്. പാവം. ഹൈപ്പർ ഇമോഷണൽ ആണ് പുള്ളി. പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് പാവം തോന്നും. പക്ഷെ ബിഗ് അല്ലേ, എങ്ങനെ ഇനി മുന്നോട്ടൊക്കെ പോകുമ്പോഴത്തേക്കാണ് അത് ആൾക്കാർ എക്സ്പ്ലോയിറ്റ് ചെയ്യും അങ്ങനത്തെ വീക്ക്നെസ്സുകളും കാര്യങ്ങളൊക്കെ. നീ പറഞ്ഞില്ലേ അർജുനന് ഉയർന്നു വരാനുണ്ടെന്ന്. അവിടെയാണ് അവൻ പറഞ്ഞ ഡയലോഗ് ഓർക്കേണ്ടത്. ലലേട്ടനോട് പറഞ്ഞത് ഓർക്കുന്നില്ലേ? തോറ്റാലും ജയിച്ചാലും പ്രതീക്ഷിക്കാത്ത പ്രതീക്ഷിക്കാത്ത നേരത്ത് ഉയർന്നു വരുന്നവനാണ് റിയൽ ഹീറോ എന്ന്. ഹീറോ. അല്ല അവൻ പറഞ്ഞു അവനായിട്ട് തന്നെ നിൽക്കാനാണ്, അവന്റെ ആറ്റിറ്റ്യൂഡ് വിടാതെ നിൽക്കാനാണ് അവൻ നോക്കുന്നത്. പക്ഷെ ആൾക്കാർക്കും ഇഷ്ടപ്പെടണമെന്നുള്ള ഒരു കാര്യം ഉണ്ടല്ലോ. അവർക്ക് തോന്നൽ. ഇപ്പൊ സിജോയുടെ കാര്യം എടുക്കും. സിജോ എല്ലായിടത്തും ഉണ്ട്, സിജോ ആക്റ്റീവാണ്. സിജോ ഇടപഴകുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് പിന്നെ പറയാനില്ല. നോറയും പോട്ടെ, മറ്റേ രശ്മിൻ ബായ് എല്ലായിടത്തും ഉണ്ട്, ഞാൻ ആക്റ്റീവാണെന്നുള്ള ഒരു പ്രതീതി ഉണ്ടാക്കുന്നുണ്ടല്ലോ. ഈ അതുപോലെ സെയിം ഒരു കാര്യം പ്രതീതി പറഞ്ഞിട്ടാണ് ഉണ്ടാക്കണം. പുള്ളിക്കാരി നോമിനേറ്റ് ചെയ്തത് മറ്റേവർ രണ്ടുപേരും. ശ്രീതു അല്ല ആരായിരുന്നു നോമിനേറ്റ് ചെയ്തത് പുള്ളിക്കാരിയെ? രശ്മിനെ നോമിനേറ്റ് ചെയ്തത് ആരെയായിരുന്നു? ആരെന്നെ ഓർക്കുന്നില്ല. ബട്ട് അത് നോമിനേറ്റ് ചെയ്തവർ ഈ കാരണമാണ് പറഞ്ഞത്. അവിടെ ഇവിടൊക്കെ ഉണ്ടെന്ന് ഇങ്ങനെ ഒന്ന് തെളിയിക്കും. സിജോ ചെയ്തോന്നറിയാം, സിജോ ചെയ്തോന്ന് എനിക്കറിയാം. പിന്നെ മറ്റേ ആരാണെന്ന് ഞാൻ മറന്നുപോയി. പക്ഷെ ഇങ്ങനെ ഒരു പ്രതീതി ഉണ്ടാക്കുന്നുണ്ടെന്നുള്ളത് പറഞ്ഞായിരുന്നു. അപ്പൊ അത് അങ്ങനെ ഒരു പ്രതീതി ഇവനും ഉണ്ടാക്കണം, എന്നാലേ ഉള്ളൂ ആൾക്കാര് ഇനി അങ്ങോട്ട് വരണം. ഇനിയിപ്പോ ക്യാപ്റ്റൻ ആണെന്നുള്ള ഡിപ്ലോമസി എന്നുള്ള ഇതില്ല. അർജുന്റെ ബർത്ത്ഡേ ആണ് കേട്ടോ, അതുകൊണ്ട് അതെ ഹാപ്പി ബർത്ത്ഡേ അർജുൻ. നമുക്കത് പറയാൻ പറ്റിയില്ല. ബർത്ത്ഡേ വിഷസ്. അതെ. അപ്പം അർജുൻ ഇനി അങ്ങോട്ട് കയറി വരണം. കാര്യം ഇനിയിപ്പം ക്യാപ്റ്റൻ ആണെന്നുള്ള ഒരു ഇതില്ല. അങ്ങനെ ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ട് നിൽക്കേണ്ട കാര്യമില്ല. ഇനിയിപ്പോൾ അവന് ആക്റ്റീവായിട്ട് വരാം. ഇപ്പം റോക്കി വായുടെ അടുത്ത് ജിം ഡ്രസ്സിന്റെ പേരിൽ പറഞ്ഞ പോലെ അവന്റെ മുണ്ടെടുത്തോണ്ട് ആൾക്കാർ ജിമ്മിൽ പോകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജിൻഡോണ്ണം പറഞ്ഞത് എന്റെ ജിമ്മിലൊന്നും കേട്ടിട്ടൊന്നുമില്ല. അവിടെ നൈസായിട്ട് തിരികൊടുത്ത് ഇട്ടു പുള്ളി. എങ്ങനെ ജിൻഡോണ്ണന്റെ കൂടുതൽ കളികൾ കാണാൻ മല്ലയ്യ ഇനി ഒറ്റയ്ക്ക് ബിഗ് ബോസിന്റെ ഒരു പ്രോമോ ഇട്ടെന്ന് പറഞ്ഞു. ഇങ്ങനെ മല്ലയ്യ ഇനി ഒറ്റയ്ക്ക് കളിക്കുവോ അതോ പുതിയ കോംബോ ഉണ്ടാകുമോ എന്നുള്ള രീതിയില്. അതിനിപ്പോ വല്ല വൈൽഡ് കാർഡ് എൻട്രി ആണോ എന്ത് തേങ്ങയാണെന്ന് അറിയാൻ പാടില്ല. ഇത്രയും പെട്ടെന്ന് ഏർലി സ്റ്റേജസിൽ തന്നെ വൈൽഡ് കാർഡ് വരാൻ ചാൻസ് ഉണ്ടോ?
ഏർലി സ്റ്റേജിൽ ആദ്യത്തെ ആഴ്ചയിൽ നോമിനേറ്റഡ് ആയില്ലേ, അതുകൊണ്ട് എനിക്കറിയില്ല. എന്റെ കമൽ സാറ് ഞങ്ങളുടെ ബിഗ് ബോസിൽ പറയാറ് എതിർപ്പാരാതെ എതിർപ്പാറുങ്കൽ എക്സ്പെക്ട് ദ അൺഎക്സ്പെക്ടഡ് എന്നാണ്. അപ്പം ആദ്യത്തെ ആഴ്ചയിലെ നോമിനേഷനിൽ പോയതുപോലെ രണ്ടാമത്തെ ആഴ്ചയില് മൂന്നാമത്തെ ആഴ്ചയിലൊക്കെ വരാറുണ്ട്. സെക്കൻഡ് വീക്കില് ആദ്യത്തെ നോമിനേഷൻ കഴിഞ്ഞിട്ടുള്ള ആഴ്ചയില്, അല്ല ഐ മീൻ എലിമിനേഷൻ കഴിഞ്ഞിട്ടുള്ള ആഴ്ചയിലൊക്കെ വരാറുണ്ട്. അപ്പം മേ ബി ചിലപ്പോ വരുമായിരിക്കും. അപ്പം അത്രയൊക്കെയാണ് നമ്മുടെ ഇതുവരെയുള്ള നമ്മുടെ ബിഗ് ബോസ് നിരീക്ഷണങ്ങൾ. പിന്നെ ഇന്നത്തെ ചൊവ്വാഴ്ചത്തെ എപ്പിസോഡിൽ എന്തോ ഭയങ്കര ഭീകരമായ ഐസ്ക്രീം കേസിലെ ഗബ്രി എന്തോ ഇഷ്യൂ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവൻ അതൊക്കെ ഫുഡിന്റെ കാര്യം, ഫുഡും പ്രളയവും മാത്രമേ ഉള്ളൂ. എന്തോ ഉണ്ടാക്കിയിട്ടുണ്ട്. സോറി, ഞാൻ ടീം ഗബ്രിയാണല്ലോ. സോറി, ഞാൻ പ്രണയം എന്ന് പറയാൻ പാടില്ലായിരുന്നു. ഞാൻ ഫ്രണ്ട്ഷിപ്പ്, ഫുഡും ഫ്രണ്ട്ഷിപ്പും. അപ്പൊ അത് അറിയില്ല. നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. എനിക്കറിയില്ല. എനിക്കൊന്നും പറഞ്ഞ് ഡിഫെൻഡ് ചെയ്യാനില്ല കേട്ടോ ഗബ്രീനെയും ജാസ്മിനെയും കാര്യത്തിന്. കാര്യം അവര് ചില ചില ഇതൊക്കെ കാണുമ്പോഴേ ബിഗ് ബോസ് എന്നാണെങ്കിൽ സൂം ചെയ്ത് നമ്മളിങ്ങനെ കാണിച്ച് തരുമല്ലോ. അതെ 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 അതെ, ഇച്ചിരി ഓക്വേർഡ് ആയിട്ടുള്ള സൂമുകളാണത്. ഇച്ചിരി റോങ് ആയിട്ടുള്ള ഡീലിങ്ങുകളൊക്കെ ഫ്രണ്ട്സിന്റെ ഇടയിൽ അങ്ങനെ ആയിരിക്കും. എനിക്കറിയാമായിരുന്നു നമ്മളത്രയും ക്ലോസ് ആയിട്ട് ഇടപെട്ടിട്ടില്ലാത്തതുകൊണ്ട്. അതാ ഞാൻ അറിയത്തില്ല പറഞ്ഞു, ഒരേ സമയം ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വാദിക്കുന്ന ആളാണ്. അതായത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെടുന്നവരെ പരസ്പരം ഇരുന്നാലോ കിസ് ചെയ്താലോ ഒന്നും പ്രശ്നമില്ല എന്നുള്ള രീതിയിൽ. തീർച്ചയായും പക്ഷെ ഇത് തീർച്ചയായും. ബിഗ് ബോസിന്റെ അകത്തായതുകൊണ്ടേ ഒരു അതെ പ്രത്യേക ഒരു സാഹചര്യത്തിലാണ് നമ്മൾ പെട്ടുപോയിരിക്കുന്നത്. കാര്യം ഇത് ഗെയിമും കൂടെ ആയതുകൊണ്ട് അത് റിയൽ ഈ അല്ലാത്തതുകൊണ്ട് ശരണ്യ ഈ സെയിം നമുക്കൊന്നും കാര്യം പറഞ്ഞായിരുന്നു. ഇത് ന്യായമാണ്, നാട്ടുകാർ കണ്ടോണ്ടിരിക്കുകയാണ്. ഇത് നിങ്ങൾ ഫ്രണ്ട്ഷിപ്പ് മര്യാദക്കുള്ള ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ നാട്ടുകാർ അതിനെ സപ്പോർട്ട് ചെയ്യും എന്ന് അവർ പറഞ്ഞു. അതിനോട് ഞാൻ യോജിക്കുന്നു. മര്യാദയ്ക്ക് ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ അതിനെ യോജിക്കും. പക്ഷെ ഈ പറഞ്ഞ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നിന്നിട്ട് രണ്ട് പാളത്തിൽ അവര് നിന്ന് ഫ്രണ്ട്ഷിപ്പ് ആണെന്ന് പറയുന്നു. പക്ഷെ അവരുടെ ഇടപാടുകൾ കാണുമ്പോൾ അതുമല്ല ഇതാണോ, ആൾക്കാരെ ഒരുമാതിരി കൺഫ്യൂസ്ഡ് ആക്കിയിട്ട് മാനിപ്പുലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഗെയിം കളിക്കുന്ന പോലെ അല്ലേ. ഞങ്ങൾ ഫ്രണ്ട്ഷിപ്പാണ് ലവ് ആണ്, ഫ്രണ്ട്ഷിപ്പാണ് ലവ് ആണ്, അങ്ങനെ ഇങ്ങനെ അങ്ങ് പോകാനുള്ളൊരു പവർ ഹൗസിൽ നിന്ന് ഇവരങ്ങ് ഇറങ്ങി കിട്ടിയാൽ തീരും. പക്ഷെ ഇത് ഇറങ്ങണമെങ്കിൽ 4 ആഴ്ച കഴിയണ്ടേ? ഇപ്പൊ 2ാമത്തെ ആഴ്ച സ്റ്റാർട്ടിങ് ആയതേ ഉള്ളൂ. അല്ല, പക്ഷെ ഓരോ ആഴ്ചയിലും ബിഗ് ബോസ് ചാലഞ്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓ, അത് ഈ ഇപ്പൊ ഓണത്തെ ഇവരെ ചാലഞ്ച് ഒക്കെ ഇട്ട് ജയിക്കത്തുള്ളൂ. കൊടുത്തതില് എന്നിട്ട് ബിഗ് ബോസ് തന്നെ പറയുന്നു പവർ ഹൗസിന് പവർ ഇല്ലെന്ന്. എന്നാൽ പിന്നെ ഇതുങ്ങളെ എല്ലാത്തിനെയും പിടിച്ച് മാറ്റിയിട്ട് പുതിയതിനെ ഇടാനായിട്ട് ബിഗ് ബോസിന് പറ്റത്തില്ലേ? ക്യാപ്റ്റൻ പുതിയ ടീമിനെ തെരഞ്ഞെടുക്കണമെന്ന് പറയണം. അല്ല പവർ ടീമിന് ഓരോ ആഴ്ചത്തേക്ക് മാത്രമുള്ളെങ്കിൽ അടുത്ത ആഴ്ച പുതിയ ടീം അങ്ങനെയാണെങ്കിൽ വരണമെന്ന് കുഴപ്പമില്ല. പറയണം. ഓരോ ആഴ്ചകൾ മാറുവാണെങ്കിൽ കുഴപ്പമില്ല. ഈ ആഴ്ച വന്നവന് അടുത്ത ആഴ്ച വരാൻ പാടില്ലെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. നാലാഴ്ച ഉള്ളപ്പോൾ കൂടുതൽ ദിവസം ഇരിക്കാലോ എന്നുള്ളതുകൊണ്ട് ആൾക്കാര് കൂടുതൽ വാശിയോടെ മത്സരിക്കും എന്നുള്ള രീതിയിലായിരിക്കും അവര് ചിന്തിച്ചിട്ടുണ്ടാവുക. നന്നായിരിക്കും. അതിന് വാശിയോടെ മത്സരിക്കാൻ നല്ലത് കൊടുക്കണ്ടേ? എനിക്ക് ആക്ച്വലി സ്റ്റേജ് വേറൊരു ഡൗട്ട് ഒരുപാട് ഉണ്ട്. അതായത് ഇപ്പൊ ഫസ്റ്റ് പവർ ടീം വന്നത് ഫസ്റ്റ് വീക്കിലാണല്ലോ. എന്നിട്ട് ഇപ്പൊ സെക്കൻഡ് വീക്ക് സ്റ്റാർട്ടിങ് ആയി. മേ ബി ഇനി നെക്സ്റ്റ് ഇപ്പൊ ഈ പവർ ടീമിനെ ഓവർ പവർ ചെയ്തിട്ട് വേറൊരു ടീം പവർ ടീം ആയെന്ന് വിചാരിക്കുക. മേ ബി അത് ഹാപ്പനിങ് ഇൻ വീക്ക് 3 ആണെന്ന് വിചാരിക്കും. അപ്പം ഈ രണ്ടാമത് വന്ന പവർ ടീമിന് വീക്ക് 3ഉം 4ഉം മാത്രമേ കിട്ടത്തുള്ളൂ. അതോ അവർക്കും 4 ആഴ്ച കിട്ടും? അവർക്ക് 4 ആഴ്ചയുണ്ട്. ഇപ്പോഴത്തേനും 4 ആഴ്ചയുണ്ട്. അവരത് സസ്റ്റെയിൻ ചെയ്ത് നിർത്തിയതാണ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ പിന്നെ നമുക്ക് പുതിയത് വരാണ്. സസ്റ്റെയിൻ അവർക്ക് ചെയ്തെങ്കിൽ 4 ആഴ്ച കിട്ടും. അതിന് 4 ആഴ്ച പുതിയ വരെ ഉള്ളൂ. ഉള്ളൂ. അത് ഉള്ളൂ. കഴിഞ്ഞ് ഓക്കെ എന്തായാലും പുതിയ ആൾക്കാർ വരും. വരും. ഓക്കെ, ഇവർക്ക് അത് 4 ആഴ്ച എന്ന് പിന്നെ പറയുമ്പോൾ സസ്റ്റെയിൻ 28 ചെയ്യാൻ ദിവസം പറ്റത്തില്ല. അങ്ങനെ പോയല്ലോ. ആർക്ക്? ഇപ്പൊ ഈ ടീം എ എന്ന് പറയാം, ഇപ്പോൾ ഉള്ള പവർ ടീം. ആ ടീം എക്ക് പിന്നെയും നെക്സ്റ്റ് 4 വീക്സ് കഴിഞ്ഞിട്ടുള്ള ഇനി അവർക്ക് 2 ആഴ്ചയും കൂടെ ഉണ്ട്. അല്ല, അതല്ല ഞാൻ ചോദിച്ചത്. 4 വീക്സ് കഴിഞ്ഞിട്ട് 5th വീക്കിൽ അവർക്ക് പിന്നെ ആകാൻ പറ്റുമെന്ന് ഞാൻ ചോദിച്ചത്. റിപ്പീറ്റഡ് ആയിട്ട് പവർ ടീം ആവാൻ പറ്റുമോ? അങ്ങനെ ആകാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. കാര്യം ആർക്ക് വേണമെങ്കിലും ആവാലോ. അവർക്കും വേണമെങ്കിൽ അത് തിരിച്ചു പിടിക്കാനായിട്ട് പക്ഷെ ശ്രമിക്കാം. ഇനിയിപ്പോ ആ വീട്ടിലുള്ള ഒറ്റ മഞ്ഞൻ ഈ ടീമിനെ ആക്കത്തില്ല. അത് ശരിയാണ്. അല്ലെങ്കിൽ ഇതിനകത്തിലുള്ള ആരെങ്കിലും തന്നെ ക്യാപ്റ്റൻ ആകണം. ഈ സിജു ഒരു പോയിന്റ് പറഞ്ഞേ, ഉം. പവർ ടീമിൽ കയറി കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര പ്രഷറാണെന്നുള്ള കാര്യം. കാര്യം അവർക്ക് മര്യാദ ഗെയിം കളിക്കാൻ പറ്റുന്നില്ല. ഈ 4 പേര് ഒരു ടീമാണല്ലോ. അപ്പൊ ടീമിന്റെ ഡിസിഷൻ അനുസരിച്ചേ പറ്റത്തുള്ളൂ. അതും അവര് പവർ കാണിക്കുകയും വേണം. അല്ലെങ്കിൽ ബിഗ് ബോസ് തന്നെ വിളിച്ച് നാണം കെടുത്തും, അതെ അതെ മറ്റുള്ളവർക്ക് അതെ. ഓപ്പർച്യൂണിറ്റി കൊടുക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും റാങ്കിങ് കൊടുക്കും. അപ്പൊ അവര് കൂടുതൽ പ്രഷേർഡ് ആവുകയാണ്.
മറ്റവർക്ക് ഫ്രീ ആയിട്ട് ഗെയിം കളിക്കാം, എന്ത് വേണേലും പറയാം, എന്ത് വേണേലും ചെയ്യാം, കുഴപ്പമില്ല. പക്ഷെ പാർട്ടിന് കയറി പവറുണ്ട്, അതുപോലെ തന്നെ പീഡനവും ഉണ്ട്. ഇങ്ങനെയുള്ള പീഡനങ്ങൾ. പക്ഷെ സേഫ് ആയിട്ട് നിക്കാമല്ലോ. ഇപ്പം ഈ ഗബ്രിയൊക്കെ പോലുള്ള ആൾക്കാർക്ക് സേഫ് ആയിട്ട് നിക്കാം. അവനൊക്കെ ഔട്ട് ആവത്തില്ലെന്ന് പറഞ്ഞാൽ അവന് 4 ആഴ്ച ഉറപ്പായിട്ട് അവിടെ നിക്കാം. ഔട്ട് ആയില്ലെങ്കിൽ, ഐ നിക്കാം. മീൻ മാറ്റിയില്ലെങ്കിൽ. അത് കഴിഞ്ഞിട്ടുള്ള അന്നേരത്തേക്ക് ഈ സ്ട്രാറ്റജി ബിൽഡ് ചെയ്ത് അത് കഴിഞ്ഞിട്ടുള്ളത് നോക്കിയാൽ മതി എന്നുള്ള രീതിയാണ്. ഇതിന്റെ ഇടയ്ക്ക് മറ്റേ ഗബ്രി എന്തായിരുന്നു ഈ മറ്റേ നോറെ പറഞ്ഞ നോറയുടെ പേരിന്റെ കാര്യം എന്തോ പറഞ്ഞത്? നോറയുടെ പേര്, അതായത് കഴിഞ്ഞ ആഴ്ച ആണെന്നാണ്, അതായത് ഒരു ഇതിന്റെ ഇടയിൽ പറഞ്ഞു നോറയ്ക്ക് സ്വന്തം ഐഡന്റിറ്റി പോലും ഇല്ലെന്ന്. കാര്യം അവളുടെ ഒറിജിനൽ പേര് ഈ ഷൈബൽ സാദത്ത് എന്നുള്ളതാണ് പുള്ളിക്കാരിയുടെ ഒറിജിനൽ പേര്. അപ്പൊ ആ ഒറിജിനൽ പേരില് അല്ലല്ലോ ബിഗ് ബോസ് നിൽക്കുന്നേ. പുള്ളിക്കാരി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഉപയോഗിച്ചിരിക്കുന്ന നോറ മസ്കാൻ എന്നുള്ള പേരിലാണല്ലോ ഇപ്പൊ നിൽക്കുന്നത്. അതാണ് പറഞ്ഞത് ഫേക്ക് ആയിട്ടുള്ള ഐഡന്റിറ്റി യൂസ് ചെയ്തു എന്നുള്ളത്. അത് പറഞ്ഞതിന് ലാലേട്ടന്റെ അടുത്തൊന്നും കിട്ടുകയും ചെയ്തു. അങ്ങനെ പറയുന്നു. അപ്പൊ അങ്ങനെ അതൊക്കെയാണ് ഇനി. അപ്പൊ ഇനിയിപ്പോ നമ്മൾ കാണാൻ പോകുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം ഇപ്പോഴത്തെ പവർ ടീമിന്റെ പെർഫോമൻസ് എങ്ങനെ. ഇനി വൈൽഡ് കാർഡ് എൻട്രി വരുമോ, മല്ലയ്ക്ക് ഇനി കൂടുതൽ പുതിയ കോമ്പിനേഷൻ കിട്ടുമോ, മല്ലയ്യ എന്തെല്ലാം ബോംബാണ് പൊട്ടിക്കുന്നത്, അൻസിബ എന്തെല്ലാം ന്യൂക്ലിയർ ബോംബ് പൊട്ടിക്കും എന്നുള്ള എല്ലാം നമുക്ക് കണ്ടറിയാം. ആര് ഈ നോമിനേഷനിൽ പോകും എന്നുള്ളത് ഞാൻ വിചാരിക്കുന്ന നിഷാനെ ആയിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രതീക്ഷ, കണ്ടിട്ട് ലക്ഷണം കണ്ടിട്ട്. അപ്പൊ അതൊക്കെ പറഞ്ഞുകൊണ്ട് നിനക്കും അങ്ങനെ തന്നെയാണോ തോന്നുന്നത്? നിഷാന പോകുന്നുള്ളതാണോ തോന്നുന്നത്? എനിക്ക് അങ്ങനെ പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല. ഇന്നലെ കഴിഞ്ഞ ആഴ്ച മറ്റേ നമ്മുടെ രതീഷണ്ണൻ പോയത് കൊണ്ട് ചിലപ്പോൾ റോക്കി പോകാനും ചാൻസ് ഉണ്ട്. റോക്കി ആൾക്കാരെ ഇങ്ങനെ ഉറപ്പിച്ച് നിർത്തുന്നതുകൊണ്ട് പറയാൻ പറ്റൂല. ഇല്ല ചിലപ്പോ താത്ത പോയാലോ, ആർക്കറിയാം. അതെ, അപ്പൊ എക്സ്പെക്ട് ദ അൺഎക്സ്പെക്ടഡ്, എതിർപ്പാറാതെ എതിർപ്പാറെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാണ്. Yes. So this is until our next episode. This is me, UDC Kumari, signing off along with Mr. Digambaran. Bye.